പ്രത്യേകത്തിന് അങ്ങോട്ട് ചേട്ടന് തിയോഫിനച്ചനെ നേരിട്ട് പരിചയമുള്ളതാണോ? ഇല്ല, പരിചയം എനിക്ക് 10 വയസ്സുള്ളപ്പോഴാണ് അങ്ങേര് മരിക്കണത്. പിന്നെ അങ്ങയുടെ കഥകളൊക്കെ ഭയങ്കര കഥകൾ തന്നെയാണ്. കടമുറ്റത്ത് കത്തനാരെ പോലുള്ള ഭയങ്കര ദിവ്യ ഇതായിട്ട് പവറുള്ള ഒരു ഇതാണ്. നേരിട്ട് കണ്ടിട്ടൊക്കെ ഉണ്ട്? നേരിട്ട് കണ്ടിട്ടില്ല, അന്ന് കാണാൻ സാധിച്ചില്ല. അന്ന് ഇവിടെ അല്ല താമസിക്കുന്നത്. ഇവിടെ ഇങ്ങനെ ഒത്തിരി ആൾക്കാർ വരുന്ന സ്ഥലമാണ് ചേട്ടാ? അതെ അതെ, വളരെയധികം. അത് ഇന്ന ജാതി എന്നല്ല, മറ്റുള്ള വിവിധ മത ഉള്ളവരാണ് വരുന്നത്. മുസ്ലിംസ് വരാറുണ്ട്, ഹിന്ദുക്കൾ വരാറുണ്ട്, അങ്ങനെ പല ജാതിക്കാരാണ്. അത്രയ്ക്ക് വളരെയധികം ഇത് കിട്ടുന്ന ഒരു സ്ഥലമാണ് അതില്. ഇങ്ങനെ എല്ലാ മതസ്ഥരും ഇങ്ങനെ അച്ഛന്റെ ആ പ്രവർത്തനം ശൈലി അങ്ങനത്തെ ആയിരുന്നു. അതൊക്കെയാണ് കാരണം കാണാനായിട്ട്. അച്ഛന്റെ മറ്റേ സമാധി സ്ഥലമുണ്ട്, കബറിടുണ്ട്. പിന്നെ അതുകൂടാതെ അവിടെ മ്യൂസിയം ഉണ്ട്. അങ്ങനെയുള്ള സ്ഥലമൊക്കെയാണ് മ്യൂസിയം ഉണ്ട്. അച്ഛന്റെ ഒരു മ്യൂസിയം ഉണ്ട് അവിടെ. ആ ഭാഗത്താണ് സമാധി. അച്ഛൻ്റെ ഇതിൽ അച്ഛനാണ് പണ്ട് ഇതൊക്കെ ഒന്ന് ചെയ്യിപ്പിച്ച സ്ഥലമാണ്. അച്ഛനെ എനിക്ക് നേരിട്ട് കാണാൻ പറ്റിയില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പക്ഷേ അച്ഛൻ്റെ എല്ലാ ഇതും എനിക്ക് ആ മനസ്സിലുണ്ട്. അങ്ങയുടെ ദൈവികമായിട്ടുള്ള ആ പരിശുദ്ധമായിട്ടുള്ള ഓരോ പ്രവർത്തന ശൈലിയും മറ്റതെല്ലാവർക്കും അറിയുകയും ചെയ്യും. അപ്പം അതിൻ്റെ പേരിൽ നമ്മൾ വിളിച്ചു കഴിഞ്ഞാൽ അതേപോലുള്ള എല്ലാ ഇതും നമുക്ക് സാധിച്ചിട്ടുണ്ട്. നമ്മൾ വളരെ ബുദ്ധിമുട്ടായി നിൽക്കുന്ന സമയത്തൊക്കെ നമ്മൾ വിളിച്ച് അപേക്ഷിച്ച് ഇവിടെ വന്നു കഴിഞ്ഞാൽ എനിക്ക് അതിൻ്റെതായ എല്ലാതുണ്ട്. രോഗത്തിൽ നിന്ന്, പിന്നെ അപകടത്തിൽ നിന്ന് തന്നെ. ഞാൻ ഓട്ടോ ഓടിക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി. ആദ്യമായിട്ട് എനിക്കൊരു അപകടം മറ്റേ ഇവിടെ കടമക്കുടി ആ ഭാഗത്തേക്ക്. ആ റോഡ് എനിക്ക് പരിചയമില്ലായിരുന്നു. ഇങ്ങനെ കുന്നായിട്ട് കിടക്കുന്ന ഒരു റോഡായിരുന്നു, പഴയ റോഡ്. അപ്പോൾ ഇതേപോലെ തന്നെ ഞാൻ കുറച്ച് ഒരാളെ യാത്ര ചെയ്യാൻ കൊണ്ടുപോയിട്ട് സാധനങ്ങളുണ്ടായിരുന്നു ഇത്തിരി. പെട്ടെന്ന് ഒരു വണ്ടി അവിടെ നിന്ന് വന്നപ്പോഴേക്കും എനിക്ക് ഞങ്ങൾ വെട്ടിച്ചങ്ങോട്ട് പെട്ടെന്ന് മാറ്റാൻ പറ്റില്ല. ഞാൻ പയ്യെ, എന്നാലും വളരെ ഒരു 30 കിലോമീറ്റർ വേഗതയിലാണ് പോകുന്നത്. പക്ഷേ അതിൽ അവിടെ ഇപ്പുറത്തൊക്കെ ചെമ്മിക്കെട്ടൊക്കെയാണ്. അവിടെ ഞാൻ പെട്ടെന്ന് എനിക്ക് എന്തൊരു ഇത് അങ്ങനെ തോന്നി. അച്ഛനെ ഞാൻ പെട്ടെന്ന് ഇങ്ങനെ വിളിക്കുന്നു ഒരു ഇതിൽ. ഇപ്പൊ ഒരു കണ്ടൽമരം ഉണ്ട് അവിടെ. പക്ഷേ ഡിസ്റ്റൻസ് തിരിഞ്ഞാണ് ഈ കണ്ടൽമരം നിൽക്കുന്നത്. ഈ കണ്ടൽമരത്തിൽ എന്താ ഇതിന്റെ ഒരു അന്ന് വാടക വണ്ടിയായിരുന്നു ഓടിയിരുന്നത്. അത് വെച്ചെന്ന് ഇങ്ങനെ തങ്ങി പെട്ടെന്ന് ഓഫായി പോയി. അങ്ങനെ ഒരു ഇതൊക്കെ ഉണ്ടായിട്ടുണ്ട്. അല്ലെങ്കിൽ വലിയൊരു അപകടം എന്നുള്ള ചെളിക്കുണ്ടിൽ പോയി കഴിഞ്ഞാൽ ചെമ്മിക്കെട്ടാണ്, ചെളിക്കുണ്ടാണ്. അത് അങ്ങനെയുള്ള ഒരു സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ട് ഒരു ഇതെല്ലാം അങ്ങനെ അനുഭവങ്ങളുണ്ട്. നമുക്ക് വേറെ മറ്റുള്ള തരത്തിലുള്ളൊരു അച്ഛനോട് വിളിച്ച് നമ്മളെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അതിൻ്റെതായ നല്ല ഒരു ഇത് കിട്ടും. അതിൽ യാതൊരു തർക്കവും ഇല്ലാത്ത കാര്യവും. ഇന്ന ജാതി എന്നല്ല, എല്ലാ വിഭാഗം ജനങ്ങളും ഇവിടെ വന്ന് പ്രാർത്ഥിക്കാറുണ്ട്. അതിൻ്റെതായ ഇതുണ്ട്. പിന്നെ അച്ഛൻ്റെ ആണ്ട് നേർച്ച അതിന് തന്നെ വളരെയധികം വിപുലമായിട്ടാണ് ഇവിടെ നടത്താറുള്ളത്. എല്ലാ വർഷവും നടത്താറുള്ളത് കറക്റ്റായിട്ട്. പിന്നെ എന്തെങ്കിലും മരവസ്തുവങ്ങൾ മറ്റുള്ളതൊക്കെ വരുമ്പോഴേക്കും ഇവിടെ എപ്പോഴും പ്രാർത്ഥന. ഒരു ദിവസം വരാൻ പറ്റില്ലെങ്കിൽ എപ്പോഴായാലും രാവിലെ വരാൻ പറ്റില്ലെങ്കിൽ ഞാൻ വൈകുന്നേരം വന്ന് പ്രാർത്ഥിച്ചിട്ട് പോകും. ഒത്തിരി സന്തോഷം ചേട്ടാ, താങ്ക് യു. ചേട്ടാ, ഞങ്ങളിങ്ങനെ ഇവിടെ ഞങ്ങളെ കൊണ്ടുപോയിട്ട് പീറ്റർ ഏട്ടനാണ് ഓട്ടോറിക്ഷയ്ക്ക്. അപ്പൊ ഇങ്ങനെ ഞങ്ങൾ ചേട്ടനോട് സംസാരിച്ചോണ്ടിരിക്കുമ്പോഴാണ് ചേട്ടൻ പുറകെ കൂടെ അങ്ങോട്ട് പോകുന്നതാണ്. അപ്പൊ ക്യാമറ എടുക്കുമ്പോൾ തടസ്സം ചെയ്യാൻ അപ്പൊ ഞങ്ങളുടെ പീറ്റർ ഏട്ടൻ പറഞ്ഞു ഇവിടെ സ്ഥിരമായിട്ട് വരുന്ന ഒരു ഫോട്ടോ അടിക്കുന്ന ചേട്ടനാണ്, എപ്പോഴും പ്രാർത്ഥിക്കാൻ വരുന്ന ആളാണ്. ചേട്ടൻ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു അനുഭവങ്ങൾ ഇവിടെ അച്ഛൻ ജീവിച്ചിരിക്കുമ്പോൾ എന്റെ വീട് പൊന്നൂരത്തി സഹകരണ റോഡിൽ അവിടെ. അത് റോഡ് അവിടെ ഇല്ല. ഈ റോഡ് വന്നെങ്കിൽ അവിടെ സർപ്പക്കാവ് ഉണ്ടായിരുന്നു. ഈ സർപ്പക്കാവ് വെട്ടണം. പേടിയുള്ള കാര്യമായിരിക്കും. അപ്പൊ ശാന്തിക്കാരും വന്നിട്ട് പറഞ്ഞ് ഞങ്ങളെ വെട്ടൂലെന്ന് പറഞ്ഞു. അപ്പൊ സർപ്പങ്ങളുള്ള സ്ഥലമുണ്ട്. അപ്പൊ അച്ഛനോട് ഒന്ന് പറഞ്ഞപ്പോ അച്ഛൻ അവിടെ വന്ന് വെഞ്ചരിച്ച് സർപ്പങ്ങളൊക്കെ ഓരോ ഭാഗത്തേക്ക് മാറ്റിയിട്ട് അച്ഛൻ കാട് കയറി വെട്ടി കഴിഞ്ഞിട്ട് പിന്നെ വെട്ടിക്കോളാൻ പറഞ്ഞു. അങ്ങനെ എനിക്ക് ചില ചെറുപ്പം പോലെ ഒരു അനുഭവം അച്ഛൻ്റെ അടുത്ത് എനിക്ക് ഉണ്ടായിട്ടുണ്ട്. ഞങ്ങൾ ആർക്കും ഒരു അപകടം പറ്റിയില്ല. ഇല്ല, ആർക്കും ഒന്നും പറ്റിയില്ല. അത് സർപ്പങ്ങളൊക്കെ അതിൻ്റെ ഓരോ വഴിക്ക് പോയി. അപ്പം അച്ഛൻ ജീവിച്ചിരിക്കുമ്പോൾ ഞാൻ ശരിക്കും അച്ഛൻ അറിയാവുന്നതാണ്. ഇവിടെ ഈ പള്ളിയിൽ ഒരു കുർബാനക്കൂടും അച്ഛൻ്റെ ഒരുപാട് കുർബാന സ്വീകരിച്ചിട്ടുണ്ട്. ഒരുപാട് സ്വീകരിച്ചിട്ടുണ്ട്. ഇന്നിപ്പോൾ എനിക്കിപ്പോൾ 68 വയസ്സുണ്ട്. ഞാൻ ചെറുപ്പകാലത്ത്
പിന്നെ ഇവിടെ എൻ്റെ കാലിന് റോശകര നടക്കാൻ പറ്റാണ്ട് ഒരു അസുഖം വന്നു. അപ്പോൾ ആയുർവേദത്തിനും മരുന്ന് കഴിച്ച് നടക്കാനുള്ള ഒരു ഇതായി. പക്ഷേ വേദന മാറാണ്ട് വന്നു. വേദന മാറാണ്ട് വന്നപ്പോൾ ഞാൻ പടിക്കിറങ്ങിയിട്ട് ആദ്യം അച്ഛൻ്റെ അടുത്ത് പ്രാർത്ഥിച്ചിട്ടാണ് ഞാൻ വണ്ടി ഓടിക്കാൻ വേണ്ടി പോയത്. പിന്നെ അന്ന് തുടങ്ങി എല്ലാ ദിവസവും അച്ഛൻ്റെ അടുത്ത് പ്രാർത്ഥിച്ചിട്ടേ ഞാൻ പോകുള്ളൂ. എനിക്ക് അങ്ങനെ നല്ല വിശ്വാസമുണ്ട് അച്ഛനാണ്. അതിൽ പിന്നെ എന്നും ഇവിടെ എന്നും രാവിലെ വണ്ടി ഓടാൻ വന്നിട്ടുണ്ടെങ്കിൽ അച്ഛൻ്റെ അടുത്ത് പ്രാർത്ഥിക്കാണ്ട് ഞാൻ പോകില്ല. അങ്ങനെ എനിക്ക് നല്ല വിശ്വാസമുണ്ട് അച്ഛനാണ്. ഇവിടെ നമ്മൾ കണ്ടുമുട്ടുന്ന ഓരോ ആൾക്കാർക്കും തിയോഫനച്ചനുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലുമൊക്കെ അനുഭവങ്ങളും അത്ഭുതങ്ങളും പറയാനുണ്ട്. നമുക്ക് കൂടുതൽ കണ്ടും കേട്ടും ഒക്കെ മനസ്സിലാക്കാം. ഓക്കെ, നമുക്ക് പോവാം. എൻ്റെ പേര് ബ്രദർ സച്ചിൻ. എൻ്റെ പേര് വർഗീസ്. ഞങ്ങളിങ്ങനെ തിയോഫനച്ചൻ്റെ ഇവിടെ വന്ന് അവിടുത്തെ കാര്യങ്ങളൊക്കെ കാണാനും ഖബറിടോ മ്യൂസിയം ഒക്കെ സന്ദർശിക്കാനൊക്കെ വേണ്ടിയിട്ട് വന്നതാണ്. തിയോഫനച്ചനെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ അറിയാനൊക്കെ വേണ്ടി വന്നതാണ്. അപ്പം അച്ഛനാണ് അതിനെക്കുറിച്ച് പറഞ്ഞു തരാൻ വേണ്ടി പറ്റിയ ആളെന്ന് ഞങ്ങൾ കേട്ട്. അച്ഛനെന്ന് ഞാൻ ഈ തിയോഫിൻ ഗിൽഡിന്റെ ഡയറക്ടറായിട്ട് ഇവിടെ ശുശ്രൂഷ ചെയ്യുകയാണ്. ഇവിടുത്തെ ആത്മീയ കാര്യങ്ങളൊക്കെയാണ് കൂടുതലും നമ്മൾ നോക്കുന്നത്. തിങ്കളാഴ്ചകളിലാണ് ഇവിടെ തിയോഫിൻ അച്ഛൻ്റെ നാമധേയത്തിലുള്ള നാമകരണ പ്രാർത്ഥന, പിന്നെ കുർബാന, ആരാധന ഇതൊക്കെ നടക്കുന്നുണ്ട്. ഒത്തിരി പേര് തിങ്കളാഴ്ച വരുന്നുണ്ട്. തിയോഫിൻ അച്ഛൻ്റെ ജീവിതം അല്പം അടുത്തറിയാനായിട്ട് നമ്മളെ സഹായിക്കുന്നതാണ് ഒരു മ്യൂസിയം, തിയോ മ്യൂസിയം എന്ന് പറഞ്ഞ് ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. നമ്മൾ ഈ മ്യൂസിയത്തിൻ്റെ അകത്തേക്ക് കയറി പോകുന്നതിന് മുമ്പ് തന്നെ അച്ഛൻ്റെ ആത്മീയത അറിയാനായിട്ട് സാധിക്കുന്ന ചില എഴുത്തുകൾ, അച്ഛൻ തന്നെ എഴുതിയിട്ടുള്ള കത്തുകളിൽ നിന്നുള്ള ചില എഴുത്തുകളുണ്ട്. അത് എഴുതി വെച്ചിട്ടുണ്ട്. മനോഹരമാണ്. ത്യാഗമാണ് സ്നേഹത്തിൻ്റെ അവർക്ക്. അതുപോലെ നിങ്ങൾ പള്ളി മണികളെ പോലെ ആകരുത്, പള്ളി വഴി എല്ലാവരെയും ദേവാലയത്തിലേക്ക് ക്ഷണിച്ചു വരുന്ന ആശ ഒരിക്കലും അത് പള്ളിയിൽ പോകുന്നില്ല. മനോഹരമായ രസകരമായ വാക്കുകളാണ്. അതിനേക്കാൾ അച്ഛൻ കുടുംബത്തെ വളരെ ഗൗരവമായിട്ട് എടുത്തിട്ടുണ്ട്. ഒത്തിരി പേര് അച്ഛനെ കാണാനൊക്കെ വരും. അപ്പൊ കുടുംബത്തെ കുറിച്ച് അനാഥമായിട്ട് അച്ഛൻ എഴുതിയ ഒരു ഇതുണ്ട്. കാരണം ലോകമാവുന്ന മഹാസമുദ്രത്തിൽ കാറ്റും പോലുള്ള മനുഷ്യനെ ഭയപ്പെടുത്തുമ്പോൾ അവൻ അഭയം നൽകുന്ന തുറമുഖമാണ് കുടുംബം. വളരെ മനോഹരമായ വാക്കുകൾ. അപ്പോൾ ഇതൊക്കെ കണ്ട് നമ്മൾ മ്യൂസിയത്തിൻ്റെ അകത്തേക്ക് കയറി പോകുമ്പോൾ നന്നായിട്ട് ഈ മ്യൂസിയം ക്രമീകരിച്ചിട്ടുണ്ട്. റിനോവേഷനൊക്കെ ചെയ്ത് ഇപ്പോൾ വീണ്ടും ആ മ്യൂസിയം, അതായത് കോൺഗ്രസ് 2019 നമ്മളത് റിന്യൂവേറ്റ് ചെയ്തു. അത് അതിൻ്റെ കാര്യങ്ങളൊക്കെ അത് നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അച്ഛൻ്റെ കുടുംബം, തിയോഫിൻ അച്ഛൻ്റെ കുടുംബത്തെ കുറിച്ചുള്ള ഒരു ചില ഡീറ്റെയിൽസ് നമുക്ക് ഇവിടെ നിന്ന് കിട്ടും. പിന്നെ ദേവദാസൻ അല്ലെ അദ്ദേഹത്തിന്റെ ഫാമിലിയിലെ ചില കാര്യങ്ങൾ. അച്ഛൻ്റെ മനോഹരമായ ഒരു ചിത്രമാണ് ഈ ദേവദാസന്റെ വ്രതവാഗ്ദാനത്തിന് ശേഷം എടുത്ത ഒരു പിക്ചർ. കഴിഞ്ഞ സമയം. അതെ അതെ അതെ, നോയിഷ്യേറ്റ് കഴിഞ്ഞത്. ഈ കൂട്ടത്തിൽ അത് തിയോഫിൻ അച്ഛൻ്റെ ഒരു കാരണം ഇത് പണ്ടത്തെ അച്ഛന്മാരുടെ ഒരു ഓർമ്മയുടെ ഇത് കൊടുക്കാൻ വേണ്ടി നമ്മൾ കൊടുത്തിരിക്കുന്നത്. പഴയ അതിന്റെ റോബിനച്ഛൻ്റെ ചെറിയ ചെയ്തിട്ടുണ്ട്. പള്ളിപണിയുടെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഈ പിക്ചറാണ് നമ്മളത് വീണ്ടും അംബരീഷ് എന്ന് പറഞ്ഞ ഇരിഞ്ഞാലക്കുടയിലുള്ള ഒരു ആർട്ടിസ്റ്റ്, അദ്ദേഹം വന്ന് അത് മനോഹരമായിട്ട് ആ ചിത്രം നമ്മൾ ഫ്രണ്ടിൽ പോർട്രേറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ അച്ഛൻ്റെ സെമിനാരി കാലഘട്ടത്തിലെ ഇവിടെ ഉണ്ടായിരുന്ന ഇതൊക്കെയുണ്ട്, സെമിനാരി വിദ്യാർത്ഥികൾ. അതിൽ നമ്മുടെ ബ്രദർ മെൻഡസ്, ഇവരൊക്കെ അച്ഛൻ്റെ ശിക്ഷണത്തിലൂടെ കടന്നുപോയവരാ. ഇപ്പോഴുള്ള അച്ഛന്മാരാണെങ്കിലും അവിടെ ഉണ്ടായിരുന്നവരുണ്ടോ? ഉണ്ട്. നമ്മുടെ ജെറിൻ അച്ഛൻ, ഫാദർ ജെറിൻ അച്ഛൻ്റെ ഒരു ഇതില. അതുപോലെ തന്നെ നമ്മുടെ പാർലറിൽ സേവനം ചെയ്യുന്ന ജൂസ ചേട്ടൻ, ഇതുവരെയൊക്കെ തിയോഫിൻ അച്ഛൻ്റെ ആ ഒരു ഇതിൽ കടന്നുപോയിട്ടുള്ളവർ. ഈ ഭാഗത്ത് നോക്കുകയാണെങ്കിൽ നമ്മൾ തിയോഫിൻ അച്ഛൻ ഉപയോഗിച്ച ചില റിലിക്സ് എന്ന് ആണ്. അച്ഛൻ്റെ തൊപ്പി, ഇതൊക്കെ ഒറിജിനലാണ്. ഇതെല്ലാം അച്ഛൻ്റെ SSLC ബുക്ക്, പിന്നെ അച്ഛൻ ഉപയോഗിച്ചിട്ടുള്ള പ്രാർത്ഥനാ പുസ്തകങ്ങൾ, അച്ഛൻ്റെ കണ്ണട. അതെ അതെ, ഇത് അച്ഛൻ്റെ കോഡിന്റെ ഭാഗമാണ് തോന്നുന്നത്. അതെ അതെ അതെ, അച്ഛൻ്റെ കോഡിന്റെ ഭാഗം. പിന്നെ ഷോള്, അച്ഛൻ്റെ ഒരു ചെറിയ ഇത്, അച്ഛൻ ഉപയോഗിച്ച ഒരു സാധനമാണ്, ചെറിയൊരു ലോക്കറ്റ് പോലത്തെ. പിന്നെ ഈ നമുക്കറിയാം വത്തിക്കാന് മുമ്പൊക്കെ നമ്മുടെ അച്ഛന്മാരൊക്കെ ഡിസിപ്ലിൻ
ഇതിന് വേണ്ടിയൊക്കെ ഉപയോഗിച്ചിട്ടുള്ള. അല്ല, ഇന്നത്തെ ഒരു തലമുറയ്ക്കൊന്നും ഇതിന്റെയൊക്കെ ഉപയോഗവും അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു, സന്യാസികള് ഇങ്ങനെ ഉപയോഗിച്ചിരുന്നു എന്നതിനെ കുറിച്ചൊന്നും അറിയത്തില്ല. ഇത് നമ്മുടെ ആ ഒരു സെക്കൻഡ് വത്തിക്കാന് മുന്നേ ഉള്ള നമ്മുടെ ക്രിസ്ത്യൻ സ്പിരിച്വാലിറ്റിയിൽ, പ്രത്യേകിച്ച് ഒരു സന്യാസ ആ ഒരു ആധ്യാത്മികതയിലൊക്കെ ഇതിന്റെയൊക്കെ ഒരു പ്രാധാന്യത്തെ കുറിച്ച് അച്ഛനെന്ന് പറയാൻ പറ്റുമോ? അതായത് നമ്മള് കാരണം വത്തിക്കാന് മുമ്പ് വരെ ശരീരം ഈവിളാണെന്നുള്ളൊരു കാഴ്ചപ്പാടുണ്ടായിരുന്നു. അപ്പൊ നമ്മളെ ആത്മാവിനെ രക്ഷിക്കാൻ വേണ്ടി ശരീരത്തെ നിയന്ത്രിക്കണം നന്നായിട്ട്. അപ്പോൾ ഈ ശരീരമാണ് പ്രലോഭനത്തിനൊക്കെ കാരണമാകുന്നത്. അപ്പോൾ ആ ശരീരത്തെ നിയന്ത്രിക്കുവാനായിട്ട് അല്പം പെയിൻ കൊടുത്ത് ഇങ്ങനെയുള്ള ഈ ചങ്ങല വെച്ച് അടിച്ച് ശരീരത്തെയൊക്കെ ഒന്ന് നിയന്ത്രിക്കുക, അല്ലെങ്കിൽ മുള്ള് ഉള്ള ചങ്ങലകൾ അരയിൽ കെട്ടി. അപ്പോൾ അതൊരു പെയിനാണ്. അപ്പോൾ ശരീരത്തിൽ പെയിൻ വരുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് പ്ലഷറിനോട് നമുക്കൊരു അറ്റാച്ച്മെൻറ്റ് വരില്ല. നമ്മൾ കാരണം ഒരു രോഗാവസ്ഥയിലൂടെ കടന്നു പോകുമ്പോൾ പലപ്പോഴും പ്രലോഭനങ്ങൾ കുറയും. ഈ പലരും പറയുന്നുണ്ട് ഈ പാപമില്ലാത്ത അവസ്ഥ എപ്പോഴാണെന്ന് ചോദിക്കുമ്പോൾ സഹനത്തിൻ്റെ നിമിഷങ്ങളിൽ പാപം ചെയ്യാനായിട്ടുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവില്ല. അപ്പോൾ ഒരു സഹനം സ്വയം ഏറ്റെടുക്കുവാനായിട്ട് ഇങ്ങനെയുള്ള പരിശീലനമൊക്കെ അവർ എടുത്തിട്ടുണ്ട് പണ്ട്. പലപ്പോഴും ഇതേപ്പറ്റി കേട്ടിട്ടേ ഉള്ളൂ, ആദ്യമായിട്ട് ഇങ്ങനെ ഒന്ന് കാണുന്നത്, ഇങ്ങനെ നമ്മുടെ പൂർവികർ എങ്ങനെ ഉപയോഗിച്ചിരുന്നു എന്ന് കാണുന്നത് ഇപ്പോഴാണ്. പിന്നെ ഇത് പുസ്തകം അച്ഛൻ ഉപയോഗിച്ചിരുന്ന കുർബാനയിൽ കാസയും പിലാസയും അച്ഛൻ്റെ സ്റ്റോളും ഇതൊക്കെ. നമുക്ക് അങ്ങോട്ട് പോകുമ്പോൾ തിയോഫിനച്ഛൻ്റെ ഇവിടെ അച്ഛൻ മരിച്ചതിന് ശേഷം ഒത്തിരി പേര്, പ്രത്യേകിച്ച് ഹിന്ദുക്കളൊക്കെ, ഹൈന്ദവര്, മറ്റ് ജാതിയിലുള്ള മുസ്ലിംസൊക്കെ ഇവിടെ കടന്നു വരാറുണ്ട്. തിയോഫിനച്ഛൻ്റെ മാധ്യസ്ഥം തേടി പ്രാർത്ഥിക്കാറുണ്ട്. അങ്ങനെ അവർക്ക് ഒത്തിരി ഫേവേഴ്സ് കിട്ടിയിട്ടുണ്ട്, ഒത്തിരി അനുഗ്രഹങ്ങൾ. അപ്പോൾ ആ അനുഗ്രഹങ്ങൾക്ക് അവർ താങ്ക്സ് ഗിവിങ് ആയിട്ട് അവർ തന്നെ ഈ നിലവിളക്കുകൾ വാങ്ങിച്ചുകൊണ്ട് വന്ന് ഇവിടെ അച്ഛൻ്റെ കബറിടത്തിൽ കൊണ്ടുവയ്ക്കും. അങ്ങനെ വച്ചിട്ടുള്ള നിലവിളക്കുകളാണിത്. ഇത് മുഴുവനും വിശ്വാസികൾ, ഈ പ്രത്യേകിച്ച് ഹൈന്ദവ വിശ്വാസികൾ, അവർ ചെയ്യുന്നത് കണ്ടിട്ട് നമ്മുടെ കാത്തലിക്സും അതേപോലെ ഇങ്ങനെ ഇത് നേർച്ച സമർപ്പിക്കും. അതെ, തീർച്ചയായിട്ടും. ഇതിനേക്കാൾ കൂടുതലുണ്ട്. പക്ഷെ നമ്മളൊരു ലിമിറ്റേഷന് വേണ്ടി കുറച്ചിങ്ങനെ വെച്ചു, ഇങ്ങനെ കൃത്യമായിട്ട് വെച്ചിരിക്കുക. അതോടൊപ്പം തന്നെ നമ്മൾ അവിടെ തിയോഫിനച്ഛൻ താമസിച്ചിരുന്ന മുറി, അത് ഈ മ്യൂസിയത്തിൽ ഒന്ന് ക്രമീകരിച്ചിട്ടുണ്ട്. ഈ ഫർണിച്ചേഴ്സ് എല്ലാം അച്ഛൻ ഉപയോഗിച്ചാണ്. അച്ഛൻ ഈ ഈസി ചെയർ, ഇത് അച്ഛൻ ഉപയോഗിച്ച ചാരുകസേര. ഈ കസേരയിൽ ഇരുന്നിട്ടാണ് അച്ഛൻ പത്രമൊക്കെ വായിക്കുന്നത്, ഡെയിലി ന്യൂസും അങ്ങനെയുള്ളതൊക്കെ നോക്കും. കട്ടില് ഇല്ല, ആ കട്ടില് അച്ഛനെ ഉപയോഗിച്ച കട്ടിൽ അപ്പുറത്ത് നമുക്കുണ്ട്, മറ്റൊരു അവിടെ. അതെ, നമുക്കറിയാമല്ലോ നമ്മുടെ കപ്പൂച്ചൻസ്, അതിപ്പോഴും ചില അച്ഛന്മാരത് ഉപയോഗിക്കുക. നമ്മള് കപ്പൂച്ചൻസ് ആ ഒരു ട്രഡീഷണൽ കീപ്പ് ചെയ്യുന്നുണ്ട് നമ്മുടെയൊക്കെ ധ്യാനത്തിന്, തലയോട്ടി പ്രസംഗം. അപ്പൊ അച്ഛൻ അതിനായിട്ട് ഉപയോഗിച്ച ഒരു തലയോട്ടി പണ്ട് അച്ഛൻ ഉപയോഗിച്ച കട്ടിലാണിത്. അവിടെ ഒറിജിനലി അച്ഛൻ ഉപയോഗിച്ച കട്ടിലാണ്. അപ്പോൾ ഈ കട്ടിലിൻ്റെ അതുകൊണ്ട്, കാരണം ഇവിടെയുള്ള ഒത്തിരി കയറ് ആൾക്കാർ കട്ട് ചെയ്ത് കൊണ്ടുപോയിട്ടുണ്ട്, തിരിശേഷിപ്പായിട്ട് സൂക്ഷിക്കാനായിട്ട് ആ കട്ടിലും. പണ്ട് ആദ്യം തിയോഫിനച്ഛൻ്റെ ആ മുറിയിലാണ് ഈ കട്ടിൽ കിടന്നിരുന്നത്. അപ്പോൾ ചില വിശ്വാസികൾ വന്നിട്ട് സൗഖ്യം കിട്ടാൻ വേണ്ടി ഈ കട്ടിലൊക്കെ കയറി കിടക്കും, കുറച്ച് നേരം കിടന്ന് ഇങ്ങനെ പ്രാർത്ഥിക്കും. അപ്പോൾ അതിൻ്റെ അനുഗ്രഹങ്ങൾ കിട്ടിയിട്ടുണ്ട് ഒത്തിരി പേർക്ക്. ഇതെല്ലാം അച്ഛൻ ഉപയോഗിച്ചിരുന്ന വസ്തുക്കളായിരിക്കും. അതെ, അച്ഛൻ്റെ പെട്ടി. പിന്നെ ഇത് അച്ഛന് മലബാർ ഈ ഫർണിച്ചേഴ്സ്, അവരച്ഛൻ്റെ ജൂബിലിയോടനുബന്ധിച്ച് അച്ഛൻ്റെയും ഫുൾജൻസൺ അച്ഛൻ്റെയും ഇവരുടെ രണ്ടുപേരുടെയും ജൂബിലിക്ക് അവർ കൊടുത്ത ഒരു സമ്മാനമാണ് ഇത് മിറർ. അതൊരു പിന്നെ തിയോഫിനച്ഛൻ്റെ അവസാന സമയത്തുള്ള മരണവും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഇവിടെ നിന്ന് നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ പറ്റും. ആ ചടങ്ങുകളുടെയൊക്കെ ഒരു ഫോട്ടോസ് ഉണ്ട്. മരിച്ച സമയത്തൊക്കെ ഇങ്ങനെ ഒത്തിരി ആളുകളൊക്കെ ഒത്തിരി വന്നിട്ടുണ്ട്. ആ സമയത്ത് കുട്ടികൾ തീർച്ചയായിട്ടും അച്ഛനെ അറിയാൻ പറ്റും. കാരണം അച്ഛന് ഒരു പ്രത്യേക കഴിവുകളും കൃപകളൊക്കെ ഉണ്ടായിരുന്നു. ജീവിച്ചിരിക്കുമ്പോൾ തന്നെ
അച്ഛനെ കാണാനായിട്ട് ഒത്തിരി പേര് വരും. സ്കൂൾ കുട്ടികൾ, അതുപോലെ കുടുംബജീവിതക്കാർ, വ്യത്യസ്ത തലങ്ങളിലുള്ളവർ അച്ഛനെ കാണാനായിട്ട് വരും. അച്ഛൻ അവരോട് സ്നേഹത്തോടെ ഇടപെടും, അവരുടെ പ്രശ്നങ്ങളിൽ ഇടപെടും. അതിനേക്കാളുപരി പിന്നെ ഈ പൈശാചിക ബാധകളൊക്കെയുള്ള മേഖലകളിലൊക്കെ അച്ഛൻ്റെ ഒരു ഡെലിവറൻസ് പവറുണ്ട് അച്ഛന്. എല്ലാ മതസ്ഥരോടും ഒരുപോലെ അതാണ് അച്ഛൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. അച്ഛന് വേർതിരിവുകളില്ല. അതിന് ഏറ്റവും വലിയ തെളിവാണ് നമ്മൾ അല്പം അങ്ങോട്ട് പോകുമ്പോൾ തമ്മനം, അവിടെ ഒരു മുസ്ലിം പള്ളിയുണ്ട്. യഥാർത്ഥത്തിൽ ആ മുസ്ലിം പള്ളി വരുന്നതിന് മുമ്പ് അവിടെ കാവായിരുന്നു, വലിയ കാവായിരുന്നു. അപ്പോൾ ആ കാവ് വെട്ടി കഴിഞ്ഞിട്ട് വേണം ഈ മുസ്ലിം പള്ളി അവിടെ പണി ചെയ്യുവാനായിട്ട്. അപ്പോൾ പണ്ട് ഈ കാവുകൾ വെട്ടാനായിട്ട് മടിക്കും. കാരണം പാമ്പിന്റെ ഇതും അതുപോലെ അതിനുള്ള സർപ്പദോഷം അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ തിയോഫിനച്ഛനെ വിളിച്ചുകൊണ്ട് പോകും അവർ. കാരണം വീട് വയ്ക്കാൻ അല്ലെങ്കിൽ ആ സ്ഥലം നന്നായിട്ട് വേറെ മറ്റു കാര്യങ്ങൾക്ക് ഉപയോഗിക്കാനായിട്ടൊക്കെ കാവ് വെട്ടേണ്ടി വരും. അപ്പോൾ അച്ഛൻ അവിടെ ചെന്ന് പ്രാർത്ഥിച്ച് അവിടെ കുറച്ച് കാര്യങ്ങളൊക്കെ പ്രാർത്ഥിച്ച് കാവ് വെട്ടാനായിട്ട് അച്ഛൻ തുടക്കമിടും. അങ്ങനെ തമ്മനത്ത് ഒരു ഉസ്താദ് ഇവിടെ അച്ഛനെ കാണാനായിട്ട് വന്നു. അച്ഛനെ വിളിച്ചു കൊണ്ടുപോയി ആ കാവൊക്കെ വെട്ടി. അതിനുശേഷമാണ് അവിടെ മുസ്ലിം പള്ളി വരുന്നത്. അപ്പം അച്ഛൻ അങ്ങനെ വേർതിരിവുകളില്ല. എല്ലാവർക്കും ഒരു പ്രിയങ്കരനായ ഒരു വലിയച്ഛനെന്നാണ് അറിയപ്പെടുന്നത്. പിന്നെ അച്ഛൻ്റെ എഴുത്തുകളുണ്ട്. നമുക്ക് അച്ഛൻ്റെ മനോഹരമായ കുറച്ച് എഴുത്തുകളൊക്കെ ക്രിസ്മസിനെ കുറിച്ചുള്ള എഴുത്തുണ്ട്. പിന്നെ അച്ഛൻ്റെ റിലേറ്റീവ്സിന് കുറച്ച് ഉപദേശങ്ങൾ കൊടുക്കുന്ന കത്തുകൾ, ഇതെല്ലാം അച്ഛൻ്റെ സ്വന്തം ഹാൻഡ് റൈറ്റിംഗാണ്, കൈപ്പടയിൽ എഴുതിയിട്ടുള്ള കത്തുകളാണ്. പിന്നെ അച്ഛൻ്റെ ആ ചരമ ദിനത്തിലെ ക്രൗഡും ഇതെല്ലാം കൃത്യമായിട്ട് നമുക്ക് അന്ത്യയാത്ര. ഇത് അന്ന് ഏപ്രിൽ ആ ഒരു പത്രത്തിൽ വന്നൊരു കട്ടിങ്ങാണ്. വിളക്കേക്ക് ഇട്ടിട്ടുള്ളൂ, വെളിച്ചം ഇപ്പോഴും ഉണ്ട്. അതുപോലെ അച്ഛൻ്റെ ആ മരണ ദിവസം വന്ന ഒരു പേപ്പർ കട്ടിങ്ങാണിത്. തിയോഫിനച്ഛൻ്റെ മൃതദേഹ സംസ്കരണം. ആയിരക്കണക്കിന് ഭക്തർ അന്ത്യവിചാരം അർപ്പിച്ചു. ഏപ്രിൽ 4, 1968 അച്ഛൻ മരിക്കുന്നത് ഇവിടെയാണ്. പിന്നെ എന്നാണ് അച്ഛൻ്റെ ശരീരം ഇങ്ങോട്ടേക്ക് മാറ്റി സ്ഥാപിച്ചതൊക്കെ? അത് നമ്മളെല്ലാം അതിൻ്റെ ഡീറ്റെയിൽസ് കംപ്ലീറ്റ് നമുക്ക് അവിടെ എത്തുമ്പോൾ കാണാൻ പറ്റും. അവിടെ ക്ലിയർ ആയിട്ട് ആ പഴയ കബറിടത്തിൽ അവിടെ ചെല്ലുമ്പോൾ അവിടെ കുറേ കാര്യങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. ഇത് കംപ്ലീറ്റ് ക്ലിയർ ആയിട്ട് ഇതിൽ തന്നെ എല്ലാം നമുക്ക് വ്യക്തമായിട്ട് തിയോഫിനച്ഛൻ്റെ കുഴിമാടം തുറക്കൽ കർമ്മങ്ങൾ 2014 ഫെബ്രുവരി 1 ശനിയാഴ്ച, അത് അതിൻ്റെ കംപ്ലീറ്റ് ആ ദിവസം നടന്ന ഓരോ കാര്യങ്ങൾ കൃത്യമായിട്ട് ആ ടൈമും അതുമായി ബന്ധപ്പെട്ട രീതിയിൽ ക്രമീകരിച്ചിട്ടുണ്ട്. ഇവിടെ അങ്ങോട്ട് മാറ്റി സ്ഥാപിച്ചത്? അതെ, ഇവിടെ ആയിരുന്നു ആദ്യത്തെ കല്ലറ, ഇവിടെ ആയിരുന്നു, ബോഡി ഇവിടെ ആയിരുന്നു. ഇവിടെ നിന്ന് എടുത്തു. അവിടെ അതായത് സ്ക്രൂ ആണികൾ, പിന്നെ ശവപ്പെട്ടിയുടെ കൈപ്പിടികൾ, ശവപ്പെട്ടിയുടെ കൊച്ചു കൊച്ചു കഷ്ണങ്ങൾ, പൊടികളും, പിന്നെ ശവപ്പെട്ടി ഉരുട്ടി വെച്ച റോള്, ഇതൊക്കെ GI പൈപ്പ്. അപ്പോൾ കല്ലറ തുറക്കുന്ന സമയത്തുണ്ടായ ഭൗതിക അവശിഷ്ടങ്ങളിൽ നിന്നുള്ള ചില ഭാഗങ്ങൾ ഇവിടെ തന്നെ അത് കീപ്പ് ചെയ്തിട്ടുണ്ട്. അച്ഛൻ്റെ ബോഡി ആ സ്വിച്ച് എടുത്ത് നേരെ അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിൽ അതിൻ്റെ ക്ലിയറായിട്ടും അത് കല്ലറ തുറന്നപ്പോൾ 6 അടി നീളം തോന്നിപ്പിച്ച ശരീരം, 5 അടി 1 ഇഞ്ച് ഉണ്ടായിരുന്നു. അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ കൃത്യതയോടെ ക്രമീകരിച്ചിട്ടുണ്ട്.
അപ്പോൾ 46 വർഷം ഇവിടെ ആയിരുന്നു അച്ഛൻ്റെ ഭൗതിക ശരീരം ഉണ്ടായിരുന്നത്. 46 വർഷത്തിന് ശേഷം അതെ ഈ തുറക്കുന്ന സമയത്ത് ഞാനും ഇവിടെ വരാനായിട്ട് ഭാഗ്യം കിട്ടി. തുറക്കുന്ന സമയത്ത് അവിടെ ആരാധന നടത്താനായിട്ട്, ദിവ്യാരണ്യ ആരാധന നടത്താനായിട്ട് എന്നെ വിളിച്ചിരുന്നു. അപ്പം ഞാൻ അവിടെ ദിവ്യാരണ്യ ആരാധന നടത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഇവിടെ ഇങ്ങനെയുള്ള ഇതിൻ്റെ കാര്യങ്ങൾ ക്രമീകരിച്ചിരുന്നത്. അപ്പോൾ തന്നെ ഡോക്ടേഴ്സ് പറയുന്നുണ്ടായിരുന്നു, കാരണം ആ അച്ഛൻ്റെ ആ വോക്കൽ കോഡിൻ്റെ ആ ചെറിയ ഭാഗത്തൊക്കെയുള്ള അതൊക്കെ കാരണം മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങളാണ്, അതൊക്കെ കൃത്യമായിട്ട് ഇരിക്കുന്നുണ്ട്. താടി ഉണ്ടായിരുന്നു. ഇതൊക്കെ ഒരു ആ ഒരു വിശുദ്ധി വെളിപ്പെടുത്തുന്ന അടയാളങ്ങളാണ്. ഇവിടെ എപ്പോഴും ഈ ബൈബിള് ഇങ്ങനെ വചനം പാരായണം നടത്താറുണ്ടോ? അതെ അതെ. അതായത് ഇതൊരു ഇതിൻ്റെ അകത്ത് വരുമ്പോൾ തന്നെ ഒരു ആശ്വാസം കിട്ടും. ചിലപ്പോൾ പെട്ടെന്ന് നമ്മളെ ക്യാച്ച് ചെയ്യുന്ന ഏതെങ്കിലും ഒരു വചനമായിരിക്കും പെട്ടെന്ന് വരുന്നത്. 24 മണിക്കൂറുണ്ടോ അതോ? അത് 24 മണിക്കൂർ ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കും. വിശ്വാസികൾക്ക് ഇവിടെ ഏത് നേരം വന്ന് പ്രാർത്ഥിക്കാനുള്ള ഇതുണ്ടോ? അതുണ്ട്. അതായത് നമ്മൾ കാരണം ഇവിടുത്തെ സ്റ്റാഫ് ഇല്ലെങ്കിലും വരുന്നവർക്ക് അവരുടെ നേർച്ച ചെയ്യാനായിട്ട് നമ്മളതെല്ലാം പബ്ലിക്കായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അവർക്ക് തന്നെ വന്ന് ഒരു നിയോഗം എടുക്കാം. ഇവിടുത്തെ ആ ഒരു പ്രാർത്ഥനയുടെ ഒരു രീതി നമുക്ക് മനസ്സിലാക്കാം. അവിടെ ചെല്ലുമ്പോൾ അറിയാൻ പറ്റുമല്ലേ. വ്യത്യസ്തങ്ങളായ വിഷമങ്ങളുമായിട്ടാണല്ലോ ആൾക്കാർ വരുന്നത്. അവരുടെ അപ്പോൾ മനുഷ്യജീവിതത്തിലെ പ്രശ്നങ്ങൾ എന്താണെന്ന് അവരും മനസ്സിലാക്കി അവരുടെ പ്രശ്നമായിട്ട് ചേർന്ന ആ ഒരു ഇത് അവരെടുക്കും. ഇതിൽ നിന്ന് ഇവിടുത്തെ നേർച്ച ഇതെങ്ങനെയാണ്. അപ്പോൾ പല നിയോഗങ്ങൾ ഇവിടെയുണ്ട്. ഭയം മാറാൻ, ശത്രുദോഷം മാറാൻ, അല്ലെങ്കിൽ വീടിൻ്റെ തടസ്സങ്ങൾ മാറാൻ, മാനസിക പ്രശ്നങ്ങൾ മാറാൻ, ജീവിത വിജയത്തിനായി, പിന്നെ പറമ്പിൻ്റെ പ്രശ്നങ്ങൾ മാറാൻ, ദൈവം തന്ന തിയോഫനച്ചൻ്റെ മാധ്യസ്ഥതയിൽ ദൈവം കൊടുത്ത അനുഗ്രഹങ്ങൾക്ക് നന്ദി പറഞ്ഞുകൊണ്ടുള്ള നിയോഗങ്ങൾ, പിന്നെ ഉദ്ദിഷ്ട കാര്യസാധ്യത, ബിസിനസ് പുരോഗതി, മദ്യപാനം മാറാൻ, കുടുംബ സമാധാനം, വ്യത്യസ്ത നിയോഗങ്ങളുണ്ട്. അപ്പോൾ അവർ സാധാരണ ചില നിയോഗങ്ങൾ എടുക്കും. ഉദാഹരണത്തിന് ഒരു ഭയം മാറാൻ. അപ്പോൾ ഭയമുള്ള വ്യക്തിയാണെങ്കിൽ അവർ ഇതെടുക്കും. അതെടുത്തതിന് ശേഷം നമ്മൾ ഇവിടെ തന്നെ എല്ലാം ക്രമീകരിച്ച് വെച്ചിട്ടുണ്ട്. ഇവിടെ ഒരു ചിരാത്, നമ്മൾ ആ ചിരാതെടുത്ത് ഇവിടുത്തെ നേർച്ച ഇതാണ് ഭയം മാറാനായിട്ടുള്ള ഒരിത്, അത് എടുത്ത് വയ്ക്കും. അത് കഴിഞ്ഞ് ഇവിടെ നിന്നൊരു തിരി എടുക്കുന്നു. ഈ തിരി എടുത്തിട്ട് പിന്നെ ഒരു നേർച്ച എണ്ണ. അപ്പോൾ ഇത് നമ്മളിങ്ങനെ ഇത് പിടിക്കുകയാണെങ്കിൽ നമുക്ക് ചെയ്യാം. അപ്പോൾ പ്രാർത്ഥനാപൂർവം ഇത് എണ്ണ ഒഴിച്ച് പിന്നെ ഈ നിലവിളക്കിൽ നിന്ന് തിരി കത്തിക്കും. കാരണം ദൈവം പ്രകാശമാണ്. അപ്പോൾ ആ പ്രകാശം അവിടെ ഈ തിയോഫനച്ചൻ പ്രകാശമായിട്ടൊക്കെ കണക്ട് ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ ആ വെളിച്ചം അതിങ്ങനെ പ്രാർത്ഥനാപൂർവം അത് കത്തിച്ച് നമ്മളെടുക്കും, തിരി കത്തിച്ചെടുക്കും. ഈ ഒരു പ്രവൃത്തി ചെയ്യുമ്പോൾ തന്നെ അവരുടെ ഇൻവോൾവ്മെൻറ്റ് വരും. അവരുടെ നിയോഗങ്ങൾ മനസ്സും ഹൃദയവും ഒക്കെ ദൈവത്തിൻ്റെ സന്നിധിയിൽ സമർപ്പിക്കും. എന്നിട്ട് നമുക്കറിയാം അവിടെ ഒരു റിസറക്റ്റഡ് ആയിട്ടുള്ള സ്റ്റാച്ചു ഉണ്ട് ക്രൈസ്റ്റിൻ്റെ. അത് നോക്കി ഒന്ന് പ്രാർത്ഥിക്കും. അത് കഴിഞ്ഞ് തിയോഫനച്ചൻ്റെ ഫോട്ടോ നേരെ നമുക്ക് തിയോഫനച്ചൻ്റെ ഒരു ഇത് കാണാം. ആ ഫോട്ടോയൊക്കെ കണ്ട് മനസ്സിൽ ഒന്ന് നമ്മുടെ നിയോഗം ഈ വിഷമം മാറാനായിട്ട് പ്രാർത്ഥിച്ചിട്ട് ഇവിടെ സമർപ്പിക്കുന്ന ഒരു ഇതുണ്ട്. ഇവിടെ ഈ ഒരു നാമകരണ പ്രാർത്ഥന, നിയോഗ പ്രാർത്ഥനയുണ്ട്. ഈ നിയോഗ പ്രാർത്ഥന വച്ച് നമ്മളത് ചൊല്ലിയിട്ട് ഇതവിടെ സമർപ്പിക്കും. ഇതാണ് ഇവിടുത്തെ ഒരു നേർച്ച, ഒരു പ്രാർത്ഥന. ഏത്? ഇത് വരച്ചതാ. അച്ഛന്മാരല്ല, ഒരു ലേമാനാ. നല്ല ഒറിജിനാലിറ്റി ആയിട്ട് വരച്ച ഒരു. ഈ വരച്ചാളുടെ ഫാമിലി ഇവിടെ വരാറുണ്ട്, പ്രാർത്ഥിക്കാനൊക്കെ വരും, അവർ പറയാറുണ്ട്. പിന്നെ തിയോഫനച്ചൻ്റെ ഇത് അന്ന് മറ്റേ കല്ലറ പൊളിച്ചപ്പോൾ എടുത്ത കല്ലും
ഗ്ലൗസ്, ഡോക്ടേഴ്സ് ഉപയോഗിച്ച ഗ്ലൗസ്, ഇതൊക്കെ വച്ചിരിക്കണമെന്നുള്ളൊരു നിയമം ഉള്ളത് കൊണ്ട് വച്ചിരിക്കുന്നതാണ്. പിന്നെ അച്ഛൻ്റെ ചില പിക്ചേഴ്സ് വരച്ചിട്ടുള്ള 2 സ്കൂൾ അടുത്തുണ്ട് ഇവിടെ. ഈ 2 സ്കൂളിലെ കുട്ടികൾ എപ്പോഴും ഇവിടെ അച്ഛനെ കാണാനായിട്ട് വരും. സ്കൂൾ ടൈമിനൊക്കെ അച്ഛൻ അവർക്ക് വേണ്ടി അവൈലബിൾ ആയിട്ടിരിക്കും. അതായത് പരീക്ഷകളുടെ സമയത്തൊക്കെ അവർ പ്രാർത്ഥിക്കാനായിട്ട് വരും. പിന്നെ ഉപദേശങ്ങൾ കൊടുക്കും. തിയോഫിലച്ചൻ്റെ ഒരു പ്രത്യേകതയാണ്. കഥയാണ്. ഇത് കഥയല്ല, ഒരു സംഭവമാണ്. അതായത് അച്ഛൻ ഈ ഒരു കാള ഭയങ്കര ശല്യമായിട്ട് നിയന്ത്രിക്കാൻ പറ്റുന്നില്ല. അപ്പൊ തിയോഫിലച്ചൻ അതിനെ ചെന്ന് പിടിച്ചു കഴിഞ്ഞപ്പോൾ അതൊന്ന് ശാന്തമായിട്ട് അതിനെ കൊണ്ട് തൊഴുത്തിൽ കെട്ടാനായിട്ട് പറ്റി. അത് ഭയങ്കര വയലന്റ് ആയിരുന്നു അച്ഛൻ്റെ ഒരു പ്രത്യേകത. പിന്നെ ഒരു മാനസിക അസ്വസ്ഥതയുള്ളവർ ഈ പിടിച്ച് പലരും ചങ്ങലക്കിട്ടൊക്കെയാണ് കൊണ്ടുവരുന്നത്. പിടിച്ച് തങ്ങലക്കിട്ട് കൊണ്ടുവരുമ്പോൾ തിയോഫിലച്ചൻ അവിടെ ഇങ്ങനെ ചെന്ന് നിന്ന് ആ വ്യക്തിയെ നോക്കുമ്പോൾ തന്നെ ആ വ്യക്തി ശാന്തമാവും. അതൊരു ഒത്തിരി ആൾക്കാർ പറയുന്നുണ്ട്. പ്രത്യേകിച്ച് ഒത്തിരി മാനസിക സംഘർഷം, മാനസിക രോഗികൾ, ഇവരൊക്കെ തിയോഫിലച്ചൻ്റെ അടുത്ത് എത്തുമ്പോഴൊരു ഒരു ശാന്തത, അവരൊന്ന് വയലൻസ് അതൊക്കെ മാറും. വലിയ ശാന്തമായ ഒരു അവസ്ഥയിലെത്തും. അച്ഛൻ്റെ ജീവിച്ചിരുന്നപ്പോൾ തന്നെ ഉള്ള ഒരു പ്രത്യേകതയാണ് അച്ഛൻ്റെ. പിന്നെ അച്ഛൻ്റെ സെമിനാരി വിദ്യാർത്ഥികളെയും കലാനിലയം അങ്ങനെയുള്ള ക്ലാസ്സുകൾ, പിന്നെ ഈ ധ്യാന ശുശ്രൂഷകളിലൊക്കെ അച്ഛൻ്റെ നമ്മുടെ മ്യൂസിയത്തിൽ കണ്ട ചില കാര്യങ്ങൾ അത് ചെറുതായിട്ട് ചെയ്തു. കാവ് വെട്ടി തെളിക്കല്, പിന്നെ തലയോട്ടി, സെമിത്തേരിയിലെ തലയോട്ടി വെച്ചുള്ള പ്രസംഗം. അച്ഛൻ ജീവിച്ച് മരിച്ച മുറിയാണ്. അച്ഛൻ്റെ ഈ ആശ്രമത്തിൽ അത് മറ്റ് മുറികളൊക്കെ നമ്മൾ മോഡിഫൈ ചെയ്തിട്ടുണ്ട് പലതും. പക്ഷെ ഈ മുറി ഇപ്പോഴും ഒരു മോഡിഫിക്കേഷനും ഇല്ലാതെ അതേ രീതിയിൽ തന്നെ നിലനിർത്തിയിരിക്കുക. ഇതിൻ്റെ തറയും അതുപോലെ സീലിങ്ങും ഇവിടെ ഒന്നും നമ്മളൊന്നും ചെയ്തിട്ടില്ല. ഇതേ പരിമിതിയിലാണ് ദേവദാസൻ തിയോഫിലച്ചൻ ജീവിച്ചത്. ചെറിയ മുറി. അതോടൊപ്പം തന്നെ ഈ മുറിയിലാണ് അച്ഛൻ അനേകർക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുള്ളത്. അനേകരുടെ വിഷമങ്ങളൊക്കെ ഏറ്റെടുത്ത് ദൈവസന്നിധിയിൽ സമർപ്പിച്ചതും. അച്ഛൻ്റെ വ്യക്തിപരമായ വലിയൊരു സാന്നിധ്യം ഈ മുറിയിൽ കയറുമ്പോൾ ഒത്തിരി പേര് പറയാറുണ്ട്. ഒരു ശാന്തത, ഒരു പ്രസൻസ്, തിയോഫിലച്ചൻ്റെ ഒരു പ്രസൻസ് ഞങ്ങൾക്ക് അനുഭവിക്കാൻ പറ്റുന്നുണ്ട്. അച്ഛൻ ഉപയോഗിച്ച ആ ടൈപ്പ് റൈറ്റർ, അതെല്ലാം നമ്മുടെ മ്യൂസിയത്തിൽ അതിന്റെ ഒറിജിനൽ അവിടെ നമുക്ക് കാണാം. ട്രങ്ക് പെട്ടി, കട്ടില്, അതെ. യെസ്. ഇത് ഞങ്ങളുടെ റാഫേൽ ചേട്ടനാണ്. തിയോഫിൻ സമാധിയോട് ചേർന്നൊക്കെ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ്. തിങ്കളാഴ്ചകളിൽ വരുന്ന വിശ്വാസികൾക്ക് നേർച്ചക്കഞ്ഞി പ്രിപ്പയർ ചെയ്യാനായിട്ടൊക്കെ സഹായിക്കുന്ന ഒരു അപ്പച്ചനാണ്. അപ്പോൾ അദ്ദേഹം തിയോഫിലച്ചനെ നേരിട്ട് കണ്ടിട്ടുണ്ട്. അതിനേക്കാൾ പ്രത്യേകത, തിയോഫിലച്ചൻ മരിച്ച സമയത്ത് ഇത് അറിയിക്കുവാനായിട്ട്, തിയോഫിലച്ചൻ്റെ വീട്ടിലുള്ളവരോട് അറിയിക്കാനായിട്ട് പോയത് ഇദ്ദേഹമാണ്. അന്ന് ഫോണില്ല, വാഹന സൗകര്യമില്ല. അതൊക്കെ പുള്ളി മനോഹരമായിട്ട് അദ്ദേഹത്തിൻ്റെ അനുഭവം പറയും. പിന്നെ തിയോഫിലച്ചനിൽ നിന്ന് ഒരു സൗഖ്യവും കിട്ടിയിട്ടുണ്ട് റാഫേലേട്ടന്. റാഫേലേട്ടൻ പറയും. എൻ്റെ പേര് റാഫേൽ എന്നാണ്. ഞാൻ ഇവിടെ 20 വയസ്സിന് മുതൽ ഇവിടെ ഈ ആശ്രമമായിട്ട് ബന്ധമുള്ളതാണ്. അപ്പോൾ ഞങ്ങൾക്ക് ഇവിടെ ഒരു ശാന്തി കലാനിലയം എന്ന് പറഞ്ഞൊരു ക്ലബ്ബ് ഉണ്ടായിരുന്നു. അത് ഞങ്ങൾ 30 പേരുണ്ടായിരുന്നു. ജനുവരി 1 ഇവിടെ നാടകം അവതരിപ്പിക്കും.
ജനുവരി വർഷം. അപ്പോൾ ഈ സ്റ്റേജ് നിറച്ച് ഇവിടെ കംപ്ലീറ്റ് കോമ്പൗണ്ട് നിറച്ച ആളായിരിക്കും. ആരും നമ്മളെ ക്രിസ്ത്യാനികൾ പെണ്ണുങ്ങളാരും പുറത്തൊന്നും പോകില്ല. അന്നത്തെ കാലത്ത് ഇവിടെ വന്ന് നിറച്ച് ആളായിരിക്കും. അങ്ങനെ നാടകം അവതരിപ്പിക്കും. അതുപോലെ അച്ഛനാണ് ഈ ക്ലബ്ബ് ഉണ്ടാക്കി തന്നത്, ശാന്തി കലാനിലയം. അപ്പോൾ ഇവിടെ അച്ഛൻ്റെ വീട്ടുകാരുടെ അച്ഛൻ്റെ പെങ്ങളെ ഞങ്ങൾ അമ്മായി എന്നാണ് വിളിക്കണം. ചേട്ടൻ്റെ മക്കൾ വിളിക്കണേ. അത് ഞങ്ങൾ ബന്ധമുണ്ട് വീട്ടിലുള്ളവരായിട്ട്. ഇപ്പോൾ മാസത്തിലൊരു ദിവസം ഇവിടെ അച്ഛൻ്റെ വീട്ടുകാർ ചേട്ടന്മാരുടെ മക്കളും പെങ്ങളൊക്കെ വരും. അപ്പോൾ അമ്മായി ഒക്കെ ആയിട്ട് വലിയ ഇതിലാണ്. മരിക്കുന്ന സമയത്ത് ഞങ്ങൾ ഇവിടെ 9 മണി വരെ ഇവിടെ ശാന്തി കലാനിലയത്തിലുണ്ടായിരുന്നു. 9 മണി കഴിഞ്ഞ് വീട്ടിലേക്ക് പോയി കഴിഞ്ഞപ്പോൾ തന്നെ അച്ഛൻ മരിച്ച് നമ്മളുടെ വീട്ടിലെ ആൾ വന്നു. അപ്പോൾ തന്നെ നേരം വെളുത്ത് കഴിഞ്ഞപ്പോഴാണ് അറിയിക്കാൻ പോയത്. ബൈപ്പിൽ നിന്ന് ഇവിടെ എറണാകുളം ബോട്ടിൽ ചെട്ടി ചെന്ന് വെച്ച് ബൈപ്പിൽ കിടക്കണം ബോട്ടിൽ. ഇന്നത്തെ അതി സൗകര്യങ്ങളൊന്നുമില്ല, ഫോണില്ല. വല്ല ലാൻഡ് ഫോൺ ഒരു 100 വീട്ടിൻ്റെ ഇടയ്ക്ക് ഒരു വീട്ടിലേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഞാനും എൻ്റെ ഒരു കൂട്ടുകാരനും കൂടി ഇവിടെ നിന്ന് ബൈപ്പിൽ കിടന്ന് കാരയിൽ വഴി കോട്ടപ്പുറം പള്ളികളിലെല്ലായിടത്തും കന്യാശ്രമത്തിലും എല്ലായിടത്തും അറിയിച്ച് 4 മണിക്ക് ഇവിടെ സംസ്കാരം ഇവിടെ എത്തി. അത് കഴിഞ്ഞ് സംസ്കാരം കഴിഞ്ഞ് അപ്പോൾ എനിക്ക് ഇങ്ങനെ ഒരു തല വിറവലുണ്ടായിരുന്നു. ഇങ്ങനെ ആരും അറിയില്ല, ഇങ്ങനെ ഇരിക്കുക. ഒരു അസ്വസ്ഥത എനിക്ക് തന്നെ ഉണ്ടാവും. അപ്പോൾ ഞാനിവിടെ അച്ഛനോട് പ്രാർത്ഥിച്ച് നിൽക്കുമ്പോൾ ഇങ്ങനെ ഇതിങ്ങനെ ഇങ്ങോട്ട് കാലിൻ്റെ ഇവിടെ മുതൽ ഇങ്ങനെ ഇങ്ങോട്ട് എന്തോ ഒരു എർത്തടിക്കുന്ന ഇങ്ങനെ ഇങ്ങോട്ട് മിന്നി കയറി ഇങ്ങനെ എല്ലാ അവയവങ്ങളിലേക്കും ഇങ്ങനെ അങ്ങോട്ട് കടന്ന് ഇങ്ങനെ വന്ന് തലയിൽ വന്ന് ഇങ്ങനെ ഒരു 2-3 മിനിറ്റ് ഇങ്ങനെ എല്ലാ അവയവങ്ങളിലും ചെന്ന് അത് കഴിയുമ്പോൾ ഈ തലവറുവെല്ലാം അങ്ങോട്ട് പോയെന്ന് അറിയാമെന്ന് പറഞ്ഞാൽ അങ്ങനെ സൗഖ്യം കിട്ടി. അങ്ങനെ ഇവിടെ ഞാൻ എപ്പോഴും വരും. ഇവിടെ ശാന്തി കലാനിലയത്തിലും മെമ്പറാണ്. അങ്ങനെ അപ്പോൾ എല്ലാവരും പോയി മരിച്ചുപോയി. ഞങ്ങൾ 30 പേരിൽ ഇനി ഒരു 4 പേരുണ്ട്. അപ്പോൾ ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് ഒരു ദിവസം വരാത്ത ദിവസം ഉണ്ടാവില്ല, ദിവസം വന്ന് ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് ഇങ്ങനെ പോകും. അപ്പോൾ അതിനുള്ള സൗകര്യം കിട്ടും. അപ്പോൾ എനിക്ക് വലിയ സാമ്പത്തിക ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല. ബുദ്ധിമുട്ടായിരുന്നു, വീടൊന്നും ഉണ്ടായില്ല. അപ്പോൾ എനിക്ക് വീട് മേടിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ കിട്ടി. 4 മക്കളുണ്ട്. അവർക്ക് 4 പേർക്കും വീടും സ്ഥലവും 4 പേർക്കും റെഡിയാക്കി കൊടുക്കാനുള്ള സൗകര്യം അതൊക്കെ ഈ അച്ഛൻ്റെ ഒരു അനുഗ്രഹമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അത് ദൈവാനുഗ്രഹം കൊണ്ട് അച്ഛനിലൂടെ എനിക്ക് ഇതെല്ലാം സ്വന്തമായി കിട്ടാനായിട്ടുള്ള കൃപയുണ്ടായി. അങ്ങനെ അച്ഛൻ്റെ വീട്ടുകാരായിട്ടൊക്കെ ഭയങ്കര ബന്ധമാണ്. ഇപ്പോഴും അവർ വന്നിട്ടുണ്ടെങ്കിൽ ഒരു ചേട്ടൻ മരിച്ചുപോയി, ചേട്ടൻ്റെ മോൻ മരിച്ചുപോയി, ഒരാളുണ്ട്, അമ്മായി മരിച്ചുപോയി. അങ്ങനെ അവർ വന്നാൽ ഞങ്ങളോടൊക്കെ വർത്താനം പറഞ്ഞ് പോവുകയാണ്. അവരുടെ മക്കളെന്ന് നമ്മൾക്ക് അറിയാൻ പാടില്ല. അപ്പോൾ അവരുമായിട്ട് ബന്ധമൊന്നുമില്ല. അങ്ങനെ വലിയ അടുപ്പത്തിലായിരുന്നു. ഇവിടെ വളരെ കഷ്ടപ്പാടൊക്കെ ആയിരുന്നു ആദ്യകാലത്ത്. ഇവിടെ അച്ഛൻ ഒരു ദിവസം കഞ്ഞി കുടിക്കാൻ വരുമ്പോൾ ഉണ്ടാവില്ല, സാമ്പത്തിക ബുദ്ധിമുട്ട് കൊണ്ട്. അപ്പോൾ ആരെങ്കിലുമൊക്കെ കൊണ്ടുവന്ന് അപ്പോൾ ഒരു ദിവസം അച്ഛൻ പറഞ്ഞ് കഞ്ഞി വെക്കാനായിട്ട് അരിയില്ലെന്ന്. അപ്പോൾ ഒരു 11 മണിയായപ്പോൾ ഒരു അരി കൊണ്ടൊരാൾ വന്നു. അങ്ങനെ ഭയങ്കര അത്ഭുതങ്ങൾ. അച്ഛൻ്റെ പ്രാർത്ഥനയാണ് അതിൻ്റെ മെയിനായിട്ടുള്ള. ഏതവൻ വന്നാലും നല്ല സൗമ്യമായിട്ട് ഇങ്ങനെ തലോടി ഇങ്ങനെ അച്ഛൻ്റെ ഇങ്ങനെ താടി ഇങ്ങനെ ഓടിയാൽ എല്ലാവരും ഇങ്ങനെ തലോടി നല്ല രസമാണ്. ഇങ്ങനെ താടി ഇങ്ങനെ ഇവിടെ പറയണ്ടല്ലോ, ഒതിങ്ങനെ ഇങ്ങനെ തലോടിയുള്ള മാതിരി എല്ലാവരെയും തലോടി നല്ല സ്നേഹത്തോട് ഐക്യത്തോടു കൂടി അച്ഛൻ പെരുമാറി. അതുപോലെ തന്നെ അച്ഛൻ മരിക്കുകയും ചെയ്തു. ഇന്ന് വിശുദ്ധനാണെന്ന് വിശ്വസിക്കുന്നപ്പോഴും ഞാനിവിടെ വരും. അപ്പോൾ അതിനുള്ള ഫലങ്ങൾ എനിക്കുണ്ടായിട്ട്. തിയോഫിനച്ചൻ്റെ സവിധത്തിൽ ഒത്തിരി യുവതിയുവാക്കൾ വരാറുണ്ട്. അവരുടെ ജീവിതത്തിലെ വിഷമങ്ങളും പ്രയാസങ്ങളും ഒക്കെ ദേവദാസൻ്റെ സവിധത്തിൽ വന്ന് സമർപ്പിച്ച് അച്ഛൻ്റെ മാധ്യസ്ഥം തേടാറുണ്ട്. അങ്ങനെ വരുന്ന ഒരു പെൺകുട്ടിയാണ് സംസാരിക്കും. ഞാനിവിടെ എൻ്റെ വിവാഹം കഴിഞ്ഞിട്ട് 6 വർഷമായി. ഞങ്ങൾ വൈറ്റിലയിലുള്ളതാണ്. അപ്പോൾ എല്ലാ സൺഡേയും ഞങ്ങൾ ഇവിടെയാണ് വരാറ്. പിന്നെ മനസ്സിലെന്തെങ്കിലും ഒരു വിഷമമൊക്കെ വരുമ്പോഴും ഇവിടെ വന്ന് ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്. അവിടെ തീ കത്തിക്കാറുണ്ട്. അപ്പം കുറച്ച് റിലീഫാവും, കുറച്ച് സന്തോഷമൊക്കെ കിട്ടും. അപ്പം ഇപ്പോഴും എനിക്കൊരു വിഷമം തോന്നിയപ്പോൾ ഞാൻ ഇങ്ങോട്ട് ഓടി വന്നതാണ്. എനിക്ക് ഭയങ്കര വിശ്വാസമാണ്. ഇപ്പം എൻ്റെ ചേച്ചിക്കാണെങ്കിലും അവർ ഇവിടെ ഒരു കൊറോണയുടെ സമയത്ത് കുറച്ച് നാളിങ്ങനെ വന്ന് താമസിച്ചിട്ടുണ്ടായിരുന്നു വാടകയ്ക്ക്. അപ്പോൾ ചേച്ചിയും പറയും എന്തെങ്കിലും വിഷമം വന്നാൽ ചേച്ചി ഓടി ഇവിടെ വന്നിരിക്കും, പ്രാർത്ഥിക്കും. പിന്നെ ഞങ്ങൾ ശരിക്കും ഏലംകുളം പള്ളിയാണ്, ലിറ്റിൽ ഫ്ലവർ ചർച്ചാണ്. എങ്കിലും എൻ്റെ ഹസ്ബൻഡും എല്ലാവരും ഇവിടെ ഭയങ്കര വിശ്വാസമാണ്. അവരെല്ലാ സൺഡേ ഇവിടെയാണ് കൂടുതൽ വരാറുള്ളത്. പിന്നെ തിയോഫിനച്ചൻ്റെ ഫീസ്റ്റ് നടക്കുമ്പോൾ അവർ ഇവിടെ വെള്ളമൊക്കെ കൊടുക്കാറുണ്ട്. കുട്ടിക്കാലം മുതൽ
ഇങ്ങനെ വരാറുണ്ടെന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ കല്യാണത്തിന് മുന്നേ എന്നോട് പറയും, ഈ പള്ളിയെക്കുറിച്ചാണ് എന്നോട് കൂടുതൽ പറയാറുള്ളത്. പള്ളിയുണ്ട് നിനക്കറിയാം. അപ്പം ഞാൻ കേട്ടിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ വന്നു കഴിഞ്ഞപ്പോൾ എനിക്കൊത്തിരി ഇഷ്ടമായി. ഭയങ്കര പീസ്ഫുള്ളാണ് ഇവിടെ. എൻ്റെ പേര് ആഡ്രീന എന്നാണ്. ഇത് ഹസ്ബൻഡാണ് തോമസ്. ഒരു മോനുണ്ട്, ഓൾബൻ എന്നാണ് പേര്. ഞങ്ങൾ ഇടയ്ക്ക് ഇങ്ങനെ ഞായറാഴ്ചകളിൽ ഇറങ്ങുമ്പോൾ ഇങ്ങനെ വരും. ഇപ്പോൾ ആദ്യമായിട്ട് ഞാൻ വന്നത് അമ്മാമ്മയുടെ കൂടെയാണ്. അപ്പോൾ അമ്മാമ്മ ഇങ്ങനെ വന്ന് പ്രാർത്ഥിച്ച്, ഞാനപ്പോൾ 10th പഠിക്കുമ്പോഴാണ് ഞാൻ ആദ്യമായിട്ട് വന്നത്. അപ്പോൾ ആ ടൈമിന് മമ്മിക്ക് കണ്ണിന് സുഖമില്ലാണ്ട് ഇരിക്കുമായിരുന്നു. അപ്പം ഞാൻ ഭയങ്കര ടെൻഷനിലായിരുന്നു. അപ്പോൾ ആ ടൈമിന് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു പഠിക്കാനൊക്കെ. എന്താണെന്ന് വെച്ചാൽ മമ്മി ഹോസ്പിറ്റലൈസ്ഡൊക്കെ ആയിരുന്നു. അപ്പോൾ അത് കാരണം ഞാൻ ഇവിടെ വന്ന് അമ്മാമ്മയുടെ കൂടെ പ്രാർത്ഥിച്ചിട്ടൊക്കെ പോകും. നല്ല മാർക്കോടുകൂടി പാസ്സാകാനൊക്കെ പറ്റിയായിരുന്നു. അത് കഴിഞ്ഞ് ഹിന്ദി വിദ്വാന് പോയി. അത് കഴിഞ്ഞ് B.Ed എടുത്ത് അതിനും നല്ല മാർക്കോടുകൂടി ഫസ്റ്റ് ക്ലാസ്സോടുകൂടെ പാസ്സാകാനായിട്ട് സാധിച്ചു. താങ്ക് യു. ഈ ഒരു കാർഡ് തിയോഫനസിന്റെ കബറിടത്തിൽ നിന്ന് കിട്ടിയ കാർഡാണ്. ഈ കാർഡിന്റെ ഏറ്റവും മുകളിൽ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: വേദനിക്കുന്ന മനുഷ്യന്റെ തോളിൽ കൈയിട്ട് പുഞ്ചിരിയുടെ ദീപശിഖ ഉയർത്തിപ്പിടിച്ച മനുഷ്യസ്നേഹിയായ ദേവദാസൻ തിയോഫനച്ചൻ മനുഷ്യരെ കാത്തിരിക്കുന്നുവെന്ന്. വേദനിക്കുന്നവരോടൊപ്പം നടന്ന തിയോഫനച്ചന്റെ ആ ഒരു സ്വഭാവവിശേഷമാണ് ഈ നിൽക്കുന്ന ജോസഫ് ഏട്ടനെയും തിയോഫനച്ചനിലേക്ക് അടുപ്പിച്ചത്. ചേട്ടൻ്റെ ജീവിതത്തിലെ ഒരു മനോഹരമായ ഒരു അനുഭവം നമ്മളോട് അദ്ദേഹം പങ്കുവെക്കുകയാണ്. നമസ്കാരം ജോസഫ് ഏട്ടാ. എത്ര വയസ്സ് തൊട്ട് തിയോഫനച്ചനെ നേരിട്ട് അറിയാം? നേരിട്ട് എനിക്കൊരു 10 വയസ്സിന് മുന്നേയുള്ള അറിയാൻ പറ്റും. അത്രയും ചെറിയൊരു പ്രായം തന്നെ അറിയാൻ പറ്റും. തിയോഫനച്ചന്റെ ജീവിതമായിട്ട് ബന്ധപ്പെട്ട് ചേട്ടനെ ഏറ്റവും സ്വാധീനിച്ച ഒരു അനുഭവം ഒന്ന് പങ്കുവെക്കാമോ? ഞാൻ ഇവിടെ ഈ പൊന്നുരുതി ആശ്രമം തുടങ്ങുന്നതിന് മുന്നേ പെരുമാനൂർ എന്നുള്ള സ്ഥലത്തായിരുന്നു ഈ ആശ്രമം. പെരുമാനൂര് ഒരു വീട് വാടക എടുത്തിട്ട് അവിടെ തുടങ്ങി. അവിടെയായിരുന്നു തിയോഫനച്ചൻ താമസിച്ചത്? അവിടെയും താമസിച്ചു. വാടക വീട്ടിലാണ് താമസിച്ചത്. വാടക വീടിന്റെ തൊട്ട് അപ്പുറത്തെ മതിലിന്റെ അപ്പുറത്താണ് എൻ്റെ വീടായിരുന്നത്. അപ്പോൾ അവിടെ ഒരു ചെറിയ ഫ്യൂണറലൊക്കെ നടത്തുന്ന ഒരു സബ്സ്റ്റേഷൻ പോലെ ഉണ്ടായിരുന്നു. അപ്പോൾ മാസം വളരെ റെയറായിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞാൻ അവിടെ കുറുവനയിൽ അസിസ്റ്റ് ചെയ്യാനൊക്കെ കുഞ്ഞുനാളിൽ പോയിരുന്നു. എൻ്റെ വീടും അതുപോലെ തന്നെ മറ്റുള്ളവരായിട്ടുള്ള കണക്ഷനിൽ പള്ളിയിൽ മണിയടിക്കുക, അങ്ങനെയുള്ള പണ്ട് അപ്പൂപ്പം മുതലുള്ള പള്ളിയിൽ സഹായിക്കുക. അപ്പൂപ്പം മുതൽ അതിൻ്റെ താക്കോലൊക്കെ അങ്ങനെ ഞങ്ങളുടെ കയ്യിലായിരുന്നു. അപ്പോൾ പള്ളിയായിട്ട് എപ്പോഴും ഞങ്ങൾ ചെറുപ്പത്തിലേ മുതൽ എല്ലാവരും ഒരടുപ്പമുണ്ട്. പള്ളിയും മറ്റുള്ളവരും മണിയടിക്കും വെള്ളക്കാരും താക്കോൽ ഞങ്ങളുടെ അടുത്താണ്. അതുപോലെ അവരാരും വേർപ്പെടുത്തുന്ന ആളുകൾ വന്നു കഴിഞ്ഞാൽ മാത്രം താക്കോൽ ഞങ്ങളുടെ അടുത്ത് കൊടുക്കും. അങ്ങനെയുള്ള ഒരു കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്നപ്പോൾ അവർ വാടകയ്ക്ക് വന്നതിന് ശേഷം പല പ്രാവശ്യം പരിചയപ്പെട്ടിട്ടുണ്ട്. വർത്താനൊക്കെ പറയാൻ അത്രേ ഉള്ളൂ. പിന്നെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് അവരുടെ വീടിൻ്റെ അവിടെ ചെല്ലുമായിരുന്നു. ബ്രദർ റോക്കും കൂടെ അതിൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ബ്രദർ റോക്കും തിയോഫനച്ചനും ഒരുമിച്ചായിരുന്നു? അതെ, ആ തുടക്കത്തിൽ രണ്ടുപേരും ആദ്യം തുടങ്ങി. പിന്നെ വേറെ വേറെ 2 അച്ഛന്മാരും കൂടി ഇടയ്ക്ക് കുറെ കഴിഞ്ഞിട്ടേ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് അപ്പോൾ അച്ഛൻ്റെ അവിടെ എനിക്ക് പ്രത്യേകിച്ച് ശ്രദ്ധിക്കാൻ വേണ്ടുന്നത്, രാവിലെ അവിടെ ചെല്ലുമ്പോൾ ഒരു രോഗി അവിടെ വന്നിട്ടുണ്ടായിരുന്നു തിയോഫനച്ചനെ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ അച്ഛനെ അടുത്ത ദിവസം അച്ഛൻ വന്ന് അയാളുടെ കാലിൽ നിറച്ച് വ്രണമായിരുന്നു. എന്തോ പറയും, എന്താണെന്നറിയൂ, എന്തോ വല്ലാത്തൊരു കൊല്ലിങ്ങും എല്ലാം കൂടി ആയിരുന്നു. അപ്പം അത് അച്ഛൻ എടുത്തിങ്ങനെ ഭയങ്കര നടക്കാൻ അയാൾക്ക് പറ്റുന്നുണ്ടായിരുന്നു. അപ്പം അച്ഛൻ അയാളുടെ അടുത്ത് താഴെ തറയിലായിരിക്കണ സ്റ്റെപ്പ് മാത്രമുള്ളല്ല വീടിൻ്റെ അത് കഴുകി വൃത്തിയാക്കി വളരെ ഇതായി 2 ദിവസം കഴിഞ്ഞപ്പോൾ പുള്ളി വന്ന് അച്ഛനെ സ്തുതിയും പറഞ്ഞു പോകുന്നതാണ് എൻ്റെ മനസ്സിൽ കൂടുതൽ. കുഞ്ഞുനാളുടെ ആയിരുന്നു. ഇപ്പൊ ഇത്രയും വ്രണമായിട്ടും ആളുടെ വന്നിട്ട് അച്ഛൻ അത് വെച്ച് കെട്ടി ക്ലീനാക്കി. അങ്ങനെ അത് ദിവസം ഞാൻ അച്ഛനോട് നന്ദിയും പറഞ്ഞ് പോവുകയാണ് എൻ്റെ ഓർമ്മയിൽ. കുഞ്ഞുനാളിൽ കെട്ടിയത്. അപ്പൊ എനിക്കും തോന്നിയ പ്രത്യേകം അച്ഛന്മാരൊക്കെ ആദ്യമായിട്ട് കാണുന്ന ഈ ഇങ്ങനെയുള്ള ആൾക്കാരെ കപ്പിൻസിനൊക്കെ ആദ്യമായിട്ട് കാണുന്നതല്ലേ. അതാണ് എൻ്റെ ജീവിതം കൂടുതൽ മറ്റുള്ള ഒരു സാന്ത്വനം കൊടുക്കാനും പിടിക്കാനൊക്കെ ഒരു പിന്നെ അത് കഴിഞ്ഞ് പുനരുദ്ധരിലേക്ക് ഷിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞാൻ പിന്നെ ഫ്യൂണറലിലൊക്കെ ഞാൻ പങ്കെടുത്തിട്ടുണ്ട്. അച്ഛൻ്റെ എല്ലാ കാര്യങ്ങൾക്കും ഞാൻ പങ്കെടുത്തു. ഈ കല്ലറയിൽ എഴുതിയിരിക്കുന്ന വാചകം അച്ഛൻ്റെ പ്രിന്റ് ചെയ്തിരിക്കുന്നത് അന്നത്തെ കാലത്ത്
അവിടെ കല്യാണിൽ അന്ന് വെച്ചാണ് അച്ഛൻ. ആണല്ലേ? അതാണ് പഴയ ആ ഒരു വാചകം തന്നെയാണ്. ആചരണന്റെ ആളുകൾ ഇപ്പോഴും എടുത്തേക്കണം. അതൊരു പ്രൊഫസറെ കണ്ടായിരുന്നു അത് അച്ഛൻ്റെ അടുത്ത് കൂടെ എപ്പോഴും ആളുകൾക്ക് വരുമായിരുന്നു. അപ്പൊ അച്ഛൻ തന്നെ അന്നത്തെ കാലത്ത് മരിച്ചതിന് ശേഷം ആ കല്ലറയിൽ പുള്ളിയുടെ മേടിക്കാൻ അന്ന് കൊടുത്തത്. അവരുമായിട്ടും വലിയ കോണ്ടാക്ട് ഉണ്ട്. പല ആളുകൾ ഈ ചുറ്റുപാടുള്ള ആളുകളായിട്ടും അച്ഛനൊക്കെ നല്ല കോണ്ടാക്ട്. ശരിക്കും ഈ ഒരു വാക്യം സാർത്ഥകമാക്കിയ ജീവിതമായിരുന്നു. അതെ അതെ തിയോഫിലച്ചന്റെ. അതെ. പിന്നെ ഇവിടെയുള്ള അതിന് ശേഷം ഞാൻ എൻ്റെ റിട്ടയർമെന്റിന് ശേഷം പിന്നെ ഇങ്ങനെ പാർലറിലൊക്കെ വിളിച്ചു പാടാൻ ആരുമില്ലെന്ന് പറഞ്ഞപ്പോൾ ഞാൻ അങ്ങനെ സഹായിക്കാൻ വോളണ്ടറി സർവീസ് ആയിട്ട് പിന്നെ ഇവിടെ വരുന്ന ആളുകളായിട്ട് ഒരുപാട് കോണ്ടാക്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആളുകളൊക്കെ വളരെ എത്ര പേരാ വരണമെന്ന് അറിയാവൂ. ധാരാളം ആളുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു. അതെ. അപ്പോൾ താങ്ക് യു. ഇപ്പോൾ നമ്മുടെ കൂടെയുള്ളത് മേരി ആൻറ്റിയാണ്. തിയോഫിലച്ചനെ കുറിച്ച് വളരെ ചെറുപ്പകാലം മുതൽ ആൻറ്റിക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം. അപ്പോൾ തൻ്റെ ഓർമ്മയിൽ നിന്നുള്ള ചെറിയ കാര്യങ്ങൾ ഇപ്പോൾ ആൻറ്റി നമ്മോട് പങ്കുവയ്ക്കും. ആൻറ്റി, അച്ഛനെ കുറിച്ചുള്ള ആ നല്ല ഓർമ്മകൾ ഞങ്ങളുമായിട്ടൊന്ന് പങ്കുവയ്ക്കാമോ? അതായത് ഞങ്ങൾ അവിടെ തന്നെ ആയിരുന്നല്ലോ താമസിച്ചിരുന്നത്. പള്ളിയുടെ കുറച്ചടുത്തൊക്കെ തന്നെയാണ്. അപ്പം പള്ളിയിൽ പോകുന്നത് ആ പള്ളിയിലാണ്. അപ്പം ഇവര് ആർദ്രച്ചൻ, റിച്ചാർഡച്ചൻ, റോക്കി അച്ഛൻ, തിയോഫിലച്ചൻ, ഇവര് 4 പേരെ അവിടെ ഒരു വീടുണ്ടായിരുന്നു. ഇവർക്കായിട്ട് അവിടെ ആ പരിസരത്തുള്ളവർ കൊടുത്തതായിരിക്കും. അങ്ങനെ ആദ്യം നാൾ അവർക്ക് അവിടെ താമസിക്കാൻ പറ്റിയില്ല. അപ്പോഴേക്കും ഷിപ്പ്യാർഡിന് സ്ഥലം കൊടുത്തല്ലോ. അങ്ങനെ അവിടെ നിന്ന് മാറേണ്ടി വന്നത്. അപ്പോൾ പിന്നെ തിയോഫിലച്ചൻ ഇവിടെ വന്ന് അന്വേഷിച്ചൊക്കെ ഇങ്ങനെ ഇവിടെ പള്ളിയായത്, ഇങ്ങോട്ടുകൂടെ താമസം തുടങ്ങിയതും സെമിനാറൊക്കെ നടത്തി അങ്ങനെയൊക്കെ പോയിക്കൊണ്ടിരിക്കണത്. പിന്നെ പണ്ട് അച്ഛനെ കാണുമ്പോഴത്തേക്കേ കൊച്ചു പിള്ളേർക്കൊക്കെ പേടിയാണ്. കാരണം ഈ കോഫി കളറ് കാണുമ്പോൾ പിള്ളേര് വലിയതായിട്ട് കരഞ്ഞ അമ്മച്ചിമാരൊക്കെ കെട്ടിപ്പിടിക്കും ഇങ്ങനെ പേടിച്ചിട്ടേ. അപ്പൊ കോക്കോ വരണം എന്നും പറഞ്ഞുകൊണ്ടാണ് പിള്ളേര് കരയുന്നത്. അപ്പൊ ഞാനൊക്കെ ചെന്നിട്ടും പറയില്ല മോനെ, കോക്കോയല്ല ഈശോയാണെന്നൊക്കെ പറഞ്ഞു കൊടുക്കും. അങ്ങനെ പിള്ളേരെയൊക്കെ ശാന്തമാക്കും. പിന്നെ എപ്പോഴും അങ്ങനെ അച്ഛനൊക്കെ വീടുകളിൽ സന്ദർശിക്കാനൊക്കെ വരും. അതായത് ഞങ്ങൾ 70 ഫീറ്റ് റോഡിൻ്റെ പടിഞ്ഞാറ് വശത്തും കിഴക്ക് വശത്തും അച്ഛൻ്റെ ഒക്കെ ഒരു ഫാമിലി ഉണ്ട്. അപ്പം അച്ഛൻ ഈ റോക്കി അച്ഛൻ എപ്പോഴും അവിടെ വരുമ്പോൾ ഞങ്ങളൊക്കെ ഓടിച്ചെല്ലും. ചെന്ന് സ്തുതിയൊക്കെ കൊടുത്ത് നല്ല ഉപദേശങ്ങളൊക്കെ തരും. റോക്കി അച്ഛൻ നല്ല സ്നേഹമുള്ള അച്ഛനാണ്. മരിച്ചുപോയി, എല്ലാവരും മരിച്ചുപോയി, ഇപ്പോൾ ആരുമില്ല. അങ്ങനെ നല്ല സ്നേഹത്തിലൊക്കെ ഞങ്ങൾ അവിടെ ഷിപ്പ്യാർഡ് എടുത്തപ്പോഴാണ് എല്ലാവരും മാറിയത് അവിടെ. പിന്നെ അത് കഴിഞ്ഞപ്പോൾ എനിക്ക് 20 വയസ്സിൽ എൻ്റെ വിവാഹം കഴിഞ്ഞ്. അപ്പം ഞാൻ വൈക്കത്തായിരുന്നു എന്നെ കൊടുത്തത്. അപ്പോൾ അവിടെ പോയി താമസിച്ചു. അത് കഴിഞ്ഞ് എന്നെ പിള്ളേരായി സ്കൂളിൽ ചേർക്കാൻ വന്നപ്പോൾ ഇവിടെ കോൺവെൻ്റ് ഉള്ളതുകൊണ്ട് ഇവിടെ ചേർക്കാനാണ്. ഞാനും കോൺവെൻറ്റിലാണ് പഠിച്ചത്. അപ്പോൾ പിള്ളേരെ ഇവിടെ ചേർക്കാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ട് പോന്നപ്പോൾ ഇവിടുത്തെ വീട് വെറുതെ കിടന്നായിരുന്നു. അങ്ങനെ ഇവിടെ വന്ന് താമസിച്ച്. അതിൽ പിന്നെ ഇവിടെയൊക്കെ തന്നെ വരുന്നത്. അച്ഛനെ പറ്റിയുള്ള നല്ലൊരു ഓർമ്മ എന്തെങ്കിലും ഞങ്ങളോട് പങ്കുവയ്ക്കാമോ? അച്ഛൻ ഇങ്ങനെ പാവപ്പെട്ടവരെയൊക്കെ നന്നായിട്ട് സഹായിക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ അച്ഛൻ ഒരു നേരം ഭക്ഷണം കഴിച്ചൊക്കെയാണ് അച്ഛൻ്റെ പങ്ക് മറ്റുള്ളവർക്ക് കൊടുക്കും ഭക്ഷണമായി. അങ്ങനെ ദാനധർമ്മം ഒത്തിരി ചെയ്യും അച്ഛൻ. നല്ലൊരു അച്ഛനായിരുന്നു എല്ലാവർക്കും. അന്നത്തെ കാലത്ത് ദാരിദ്ര്യം കൂടുതലുള്ളതും ഭവനങ്ങളിലൊക്കെ ഒത്തിരി സഹായം അച്ഛൻ കൊടുക്കും. നല്ല ഒരു ഇതായിരുന്നു അച്ഛൻ. ആന്റിയുടെ മകൻ എന്തോ ശ്വാസം മുട്ടലിന്റെ തടസ്സം എന്താ? എൻ്റെ മോന് അന്ന് പെട്ടെന്ന് ശ്വാസം മുട്ട് അവൻ ഇടയ്ക്കിടയ്ക്ക് വരുമെങ്കിലും കൂടി എവിടെയെങ്കിലും കൊണ്ട് കാണിക്കും. ഡോക്ടർമാരുടെ അടുത്ത് കാണിച്ച് മരുന്ന് ചെയ്യും. എന്നാലും കുറവൊന്നുമില്ല. ഇത് കൂടെ ഇങ്ങനെ വന്നുകൊണ്ടിരുന്നപ്പോൾ ഞാൻ ഇവിടെ വന്ന് അച്ഛനോട് പറഞ്ഞു, അച്ഛാ മോനെയും കൂട്ടിക്കൊണ്ട് ഇവിടെ വന്നിട്ട് ഞാൻ പറഞ്ഞായിരുന്നു, അച്ഛാ ഇവന് എപ്പോഴും ഇങ്ങനെ ഈ ശ്വാസം മുട്ടാണ്, പഠിക്കാനും ബുദ്ധിമുട്ട്, അതുകൊണ്ട് അച്ഛനൊന്ന് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞപ്പോൾ അച്ഛൻ തലക്ക് പിടിച്ച് പ്രാർത്ഥിച്ചിട്ടും പറഞ്ഞ്, ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട്, ഇനി അവനൊന്നും വരില്ല കേട്ടോ, പേടിക്കണ്ട, അമ്മച്ചി പ്രാർത്ഥിച്ചാൽ മതി. അപ്പം ഞാനിവിടെ തന്നെയൊക്കെ വരുന്നുണ്ട്. ഈ പള്ളി ശനിയാഴ്ച ഞങ്ങൾ ക്ലീനിങ്ങിനൊക്കെ വരും. ഇങ്ങനെയൊക്കെയുള്ള നല്ലൊരു അടുപ്പത്തിലായിരുന്നു ഇവിടെ ആശ്രമത്തോടുകൂടി. അതിനുശേഷം മകൻ അങ്ങനെ ബുദ്ധിമുട്ട് വേറെ കുഴപ്പമൊന്നുമില്ല. ഇപ്പം അവന് 68 വയസ്സായി. ഇതുവരെ വേറെ പ്രശ്നങ്ങളൊന്നും അങ്ങനൊന്നുമില്ല. ഇപ്പം കൂടെ ഒന്നും അങ്ങനെ ഒരു അസുഖങ്ങളൊന്നും വരാറില്ല. അപ്പം ഞങ്ങൾക്ക് നല്ല വിശ്വാസമായിരുന്നു അച്ഛനെ. എന്ത് അസുഖം വന്നാലും അച്ഛൻ്റെ അടുത്തോട്ട് ഓടി വന്നാൽ അച്ഛൻ പ്രാർത്ഥിക്കും നന്നായിട്ട്.
ഇപ്പോൾ ഒരുപാട് ആളുകൾ ഇങ്ങനെ പ്രാർത്ഥിക്കാനൊക്കെ ആയിട്ട് ഇവിടെ വരുന്നുണ്ട് പിന്നെ- അവരുടെ അടുത്ത്. കബറടക്കത്തിൽ എൻ്റെ അവിടെ ഒത്തിരി ആളുകൾ വരുന്നുണ്ട്. അതൊന്ന് ഓപ്പൺ ചെയ്യുമ്പോൾ ഞങ്ങളവിടെ SFOൻ്റെ മീറ്റിംഗ് കൂടിയിരിക്കണമായിരുന്നു. അപ്പം ഞങ്ങളോട് അച്ഛൻ വിളിച്ചു പറഞ്ഞ് അവിടെ ഇത് കാണാൻ വാ എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഓടിപ്പോന്ന് കണ്ടല്ലേ, അങ്ങനെ അതിനൊരു ഭാഗ്യം ഉണ്ടായി ആൻറ്റി. കണ്ട്. അപ്പം ഇങ്ങനെ ഈ താടി ഒരു വശത്തത് മുടി ഇങ്ങനെ എന്താ വിട്ട് കിടന്നിരുന്നു. ആ പിന്നെ കാലിൻ്റെ അവിടെയും ഒരു ഇത്തിരി ഞങ്ങളെ കാണിച്ചു തന്നു. കല്ലറയുടെ അകത്തുനിന്നേ എടുത്തു കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്കപ്പോൾ വലിയ വിശ്വാസമായി അച്ഛനോട്. ഞങ്ങളെല്ലാവരും അപ്പം അന്ന് ജോനാഥ് അച്ഛനായിരുന്നു അതിൻ്റെ ഡയറക്ടർ അച്ഛൻ, തിയോപ്പിനച്ഛൻ്റെ. അതിനെ കുറിച്ച് ഇത്ര നല്ല ഓർമ്മകൾ പങ്കുവെച്ചാൽ ആൻറ്റി ദൈവം നന്ദി പറയുന്നു. ഇന്ന് നമ്മുടെ കൂടെയുള്ളത് എൽസി ആൻറ്റിയാണ്. തിയോഫനച്ചനെ നേരിട്ട് പരിചയമുള്ള ആൻറ്റിക്ക് തൻ്റെ ജീവിതത്തിൽ അച്ഛൻ്റെ പ്രാർത്ഥന വഴിയായിട്ട് നടന്ന ഒരു വലിയ അത്ഭുതത്തെക്കുറിച്ച് കൂടെ നമ്മോട് പറയാനുണ്ട്. നമുക്ക് എൽസി ആൻറ്റിയിൽ നിന്ന് കേൾക്കാം. ആൻറ്റി, അപ്പോൾ അച്ഛനെ ആദ്യമായിട്ട് പരിചയപ്പെട്ടത് എങ്ങനെയായിരുന്നു? എപ്പോഴാണ്? ചെറുപ്പം മുതലേ ഞാൻ ഈ പള്ളിയിലാണ് എപ്പോഴും വരുന്നത്. അപ്പം അന്നേരം അച്ഛൻ്റെ കൂടെ തന്നെ നടക്കാറുണ്ട് ഇങ്ങനെ. ആണല്ലേ? പിന്നെ അത് കഴിഞ്ഞ് അച്ഛൻ ഇങ്ങനെ ഒരു ദിവസം ഇങ്ങനെ പള്ളിയിൽ വന്നിച്ചും പോകുമ്പോഴൊക്കെ ചെയ്യാറുണ്ട്. പിന്നെ എനിക്കിങ്ങനെ ഇത്രയും ഇപ്പോഴത്തേക്ക് ഒരു ഓപ്പറേഷൻ വേണ്ടി വന്നു. അപ്പോഴും അച്ഛൻ അന്നേരം എങ്ങനെ ചെറുപ്പത്തിലാണോ പ്രശ്നം വന്നത്? ഒരു 10-12 വർഷം 10-12 വയസ്സായപ്പോഴും അപ്പോഴത്തേക്ക് എൻ്റെ അപ്പൻ ആദ്യം വിഷമം ഇങ്ങനെ കേട്ടപ്പോൾ ഹാർട്ടിൻ്റെ കംപ്ലൈൻറ്റ് കേൾക്കുമ്പോൾ പണ്ട് ഭയങ്കര പേടിയാണല്ലോ. അന്ന് ഈ ചിലപ്പോൾ മിക്കവരും മറ്റു പോകാറുമുണ്ട്. ഇത് കേട്ടപ്പോൾ ഭയങ്കര വിഷമത്തോടുകൂടി അച്ഛൻ്റെ അടുത്താണ് ആദ്യം വന്നത്. അച്ഛൻ്റെ അടുത്ത് ഹോസ്പിറ്റലിൽ അങ്ങനെയൊന്നും കാണിച്ചപ്പോഴത്തേക്കും ഓപ്പറേഷൻ കൂടാണ്ട് മാറൂലെന്ന്, ഓപ്പറേഷൻ ഇല്ലാതെ മാറൂലെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ തന്നെ കൊണ്ടുവന്ന് കാണിച്ച്. അപ്പോൾ ഇത് അന്ന് കൊണ്ടുപോകാൻ തീരുമാനിച്ചിട്ട് ആദ്യം തന്നെ വന്നത് അച്ഛൻ്റെ അടുത്ത് വന്ന് ഇങ്ങനെ പറഞ്ഞ്. അപ്പം അച്ഛൻ ഇങ്ങനെ ഒരു ഇത് തന്ന് തിരുശേഷി പോലെ ഒരു ഇത് തിരുശേഷിപ്പായിരിക്കും. ഇതുകൊണ്ട് പ്രാർത്ഥിച്ചാൽ മതി പോകുമ്പോൾ കൊണ്ടുപോയിക്കോളം പറഞ്ഞു. അപ്പച്ചനോടുത്ത് അത് എനിക്കാണ് നേരിട്ടാണ് അപ്പച്ചനെ വന്നത് എന്നെ കൊണ്ട് ഞാൻ വീട്ടിൽ എത്തിക്കണല്ലേ. ഓക്കെ, തീരെ വയ്യാതിരിക്കാം. അപ്പൊ അങ്ങനെ അപ്പച്ചനെ കൊടുത്തു വിട്ടു. അതും കൊണ്ട് ഞങ്ങൾ പോയി. അവിടെ ഒരു വർഷം ബുക്കിംഗ് ആണ്. അവിടെ ഒരു വർഷവർക്ക് പോലും സമയമായിട്ടില്ല ഓപ്പറേഷത്തിന്റെ സമയം വന്നില്ല നമ്മ. അപ്പോൾ എൻ്റെ അപ്പച്ചൻ അവിടെ കുറേ പേരൊക്കെ ഇട്ടൊക്കെ ഇങ്ങനെ പരിചയമൊക്കെ ഉള്ളത് കൊണ്ട് അപ്പച്ചൻ ചെന്ന് എല്ലാവരോടും ചെന്ന് പറഞ്ഞ്. പിന്നെ തിയോഫനച്ചൻ്റെ അനുഗ്രഹം കൊണ്ടുണ്ടല്ലോ 1.5 മാസം കൊണ്ട് ഓപ്പറേഷൻ കഴിഞ്ഞ് ഞാൻ പോകുന്നു. ശരിയായി വേഗം അസുഖമൊക്കെ. എന്നിട്ട് ഡോക്ടർ വന്ന് നോക്കിയിട്ടും പറഞ്ഞ് ക്ലീൻ ആയിട്ടുണ്ട്, ഒരു മരുന്ന് വേണ്ട. എനിക്ക് തന്നില്ല മരുന്ന്. എന്ത് ഓപ്പറേഷൻ ചെയ്താലും ഒരു മരുന്ന് തരാതെ വിടൂലല്ലോ. പക്ഷെ എനിക്ക് ചിലരൊക്കെ ഓപ്പറേഷൻ കഴിഞ്ഞ് കുറെ വർഷങ്ങളോളം മരുന്ന് കഴിക്കേണ്ട. ഇതുപോലെ ഓപ്പറേഷൻ കഴിഞ്ഞ ആൾക്കാർ കൊല്ലത്തിലൊരു ഇഞ്ചക്ഷൻ, പിന്നെ ഡെയിലി മരുന്ന്. പിന്നെ എന്നെ പോലെ ഞാൻ പോയി വന്നപ്പോഴത്തേക്കും പലരും ഇങ്ങനെ അസുഖമുള്ള ആൾക്കാരുണ്ടായിരുന്നു. പലരെയും കൊണ്ടുപോയി. എത്ര പേര് മരിച്ചു പോയെന്നാ. ഒരു 10 കൊല്ലം വരെ ഇങ്ങനെ ജീവിച്ചിരിക്കും. അത് കഴിഞ്ഞ് വീണ്ടും ഈ അസുഖം വീണ്ടും വരും. പിന്നെ വരുമ്പോൾ പൈസ ഒക്കെ നല്ല ചിലവുണ്ടല്ലോ. അതായത് ഇവിടെ ചെയ്യണമെങ്കിൽ അവിടെ ചെയ്യണമെങ്കിൽ ഇവിടെ ചെയ്തിട്ടുണ്ടെങ്കിൽ കിട്ടാൻ സാധ്യതയില്ലെന്ന് പറഞ്ഞാൽ എന്നെ അവിടെ കൊണ്ടുപോയതാണ്. അങ്ങനെ തന്നെ അവിടെ കൊണ്ടുകൊണ്ട് പോയി ചെയ്ത്. എന്നിട്ട് ഇതേപോലെ ഇന്ന് വരെ ഒരു കുഴപ്പമുണ്ടായിട്ടില്ല. ഇതുവരെ എനിക്ക് അങ്ങനെ ഒരു പ്രശ്നം. ഏറ്റവും വലിയ പ്രശ്നം എനിക്ക് ഇത് ഒരു വശം ഇങ്ങനെ മാറ്റി വെച്ചൊക്കെ ചെയ്യണം അല്ലേ. അപ്പം എൻ്റെ അങ്ങനെ ഈ മെഡിക്കൽ ട്രസ്റ്റിൽ ജോലി ചെയ്യുന്നുണ്ട്. അപ്പോൾ അവിടെ എന്നെപ്പോലെ ഓപ്പറേഷൻ ചെയ്യുന്നത് ഇതേപോലെ വീഡിയോ എടുക്കാനായിട്ട് ഒരു ക്യാമറമാൻ വന്ന്. ഇയാൾ ഇത് ഒക്കെ വീഡിയോ എടുക്കണമില്ല. ഇത് കണ്ട് നിൽക്കുമ്പോഴത്തേക്ക് അയാൾ ഓർമ്മയില്ലാതെ വീട് പോയി. നമ്മുടെ ഈ ഒരു വശം ഇങ്ങനെ ഇവിടം വരെ ഇങ്ങനെ ഒരു വശം മുഴുവൻ ഇതിങ്ങനെ മാറ്റി വെച്ചിട്ട് ചെയ്യണമെന്ന് പറഞ്ഞാൽ അത്രയും വലിയ ഓപ്പറേഷനാണ് എനിക്ക്. അത്രയും വലിയൊരു ഓപ്പറേഷൻ കഴിഞ്ഞിട്ടും ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഒരു കുഴപ്പമില്ല. ഇത് അന്ന് ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്ത ആണല്ലേ. 1971 അതെ അതെ. അപ്പൊ ഏകദേശം ഒരു 44 വർഷത്തോളം ആയിട്ടുണ്ട്. ഇന്ന് വരെ അതിന്റെ ഒരു കുഴപ്പമുണ്ടായിട്ടില്ല. അച്ഛന്റെ ഒരു പ്രാർത്ഥനയും മധ്യസ്ഥതയും കൂടെയുള്ളവരാണ്. അത് തന്നെ അതൊക്കെ കൊണ്ട് ഞാൻ പിന്നെ 3 സഭയിലെ ഒരു നല്ലൊരു അംഗം കൂടിയാണ്. പിന്നെ വേറെ ഒരു ഹിന്ദു, അതെൻ്റെ ഒരു കൂട്ടുകാരിയാണ്. അവർക്ക് 9 വർഷമായിട്ട് കല്യാണം കഴിഞ്ഞിട്ട് പിള്ളേരില്ലായിരുന്നു.
അപ്പോൾ അവർ മങ്കുമ്പം എന്ന് പറഞ്ഞൊരു സ്ഥലം, എനിക്കറിയില്ല എവിടെയാണെന്ന്, അവിടെ താമസിച്ചിട്ട് ഇവിടെ വന്ന് വാടകയ്ക്ക് താമസിച്ചു. തമ്മനത്ത് ഞങ്ങളുടെ വീട്ടിലും താമസിച്ച്. അപ്പോൾ തമ്മനത്ത് വന്ന് താമസിച്ചിരുന്നു ചെറുപ്പത്തേക്ക്. അപ്പോൾ അവർ അവിടെ നമ്മുടെ വീട്ടിൽ ഒരു അമ്മമ്മ ഉണ്ടായിരുന്നു. അമ്മമ്മ പറഞ്ഞ ഒരു കാര്യം ചെയ്യും, മോള് അച്ഛൻ്റെ നൊവേന പോയി കാണും കൂടി. ഇവർ കല്യാണം കഴിഞ്ഞിട്ട് എത്ര വർഷമായി? 9 വർഷമായി. ആ കല്യാണം. എന്നിട്ട് ഒരു ദിവസം നൊവേനക്ക് വന്ന് പിറ്റേ മാസം അവർക്ക് പ്രഗ്നന്റ് ആയി. ആ കൊച്ചിനുണ്ടല്ലോ അതിനൊരു പ്രത്യേക സ്വഭാവം. ആ കൊച്ചു ഇപ്പോഴും ഇവിടെ ഉണ്ട്. എനിക്കൊന്നും പറയാൻ നേരം കിട്ടിയില്ല അവരോട്. അപ്പൊ അവര് എന്നിട്ട് ഇവിടെ വന്ന് എല്ലാത്തിനും വരാം. ആ കൊച്ചിനൊരു പ്രത്യേക മൈൻഡാണ്, നമുക്ക് ഇവിടുന്ന് പോകണ്ട. അപ്പൊ അവർക്ക് കഴിവില്ല, വീടൊന്നുമില്ല. നമ്മളെവിടെ ഇവിടെ നിന്നിട്ട് എങ്ങനെ ജീവിക്കും? ജോലിയാണെങ്കിലും സ്കൂൾ ബസ്സിൽ പോണേന്ന്. ഇപ്പം എൻ്റെ ഹസ്ബൻഡാണെങ്കിലും ഒരു കാലിനൊക്കെ സുഖമില്ലാത്ത ഒരാൾ. അപ്പോൾ ജോലിക്ക് പോകുന്നുണ്ട്. അപ്പോൾ അവരിവിടെയൊക്കെ മേടിക്കണമെങ്കിൽ പൈസയൊക്കെ വേണ്ടി നമുക്ക് എവിടെ നിന്ന് കിട്ടും? വേണ്ട, ഞാൻ ആ തീർന്നച്ഛൻ്റെ ആ മലക്കെട്ടിൻ്റെ ഉള്ളിൽ എവിടെയെങ്കിലും കിടന്നോളാറുണ്ട്. എന്നാലും ഇവിടെ നിന്ന് എനിക്ക് പോകണ്ട. ഇപ്പം 25 വയസ്സായ മോനി. അത്രയും വലിയൊരു അനുഭവം. അതാണ് അവർ എന്നോട് പറഞ്ഞത്. അവരിപ്പോൾ ഇവിടെ വന്ന് ഞങ്ങളുടെ വീട്ടിൽ വന്നായിരുന്നു. പിന്നെ ഞങ്ങൾ ഒരുമിച്ച് ഇതിൻ്റെ കൂടെ ഞാനൊരു ചെറിയ വർക്കും ചെയ്യുന്നു. ആണോ? ഒരു പാക്കിംഗ് ഒക്കെ. എൻ്റെ വീട്ടിൽ നിന്ന് ഒരു 15 മിനിറ്റ് പോയാൽ മതി. പോയി നോക്കാം, അത് പറ്റിയില്ലെങ്കിൽ തിരിച്ചു പോരാ. പക്ഷെ ഇന്നും ഞാൻ അതിന് പോകുന്നുണ്ട്. അവിടെ അടുത്ത് തന്നെ. പിന്നെ അതുകൂടെ ഉണ്ട് അച്ഛൻ. അപ്പം ഞാനിപ്പോൾ ഈ ആങ്ങളുടെമാരുടെ കൂടെയാണ് താമസിച്ചിരുന്നത്. 3 ആങ്ങളമാരാണ് എനിക്കുള്ളത്. അപ്പോൾ ഏറ്റവും ഇളയ ആങ്ങളാണ് ഈ മെഡിക്കൽ ട്രസ്റ്റിൽ ജോലി ചെയ്യുന്നത്. ഇന്നും അയാൾ അവിടെ ജോലിക്ക് പോകും. അപ്പോൾ എനിക്കൊരു തലപ്പൻ മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു വീട്, ഈ തീർച്ചയായിട്ടും എല്ലാ കാര്യത്തിനും ഞാൻ പ്രാർത്ഥിച്ചൊരു വീടും എനിക്ക് ഉണ്ടാക്കാൻ പറ്റും. വീടും അച്ഛൻ്റെ പ്രാർത്ഥന വഴിയായിട്ട് കിട്ടി. എനിക്ക് ഇനി ഒരാഗ്രഹമുള്ള അച്ഛൻ്റെ വിശ്വത്തിനാക്കണം. അതുപോലെ എനിക്കൊന്ന് കാണണം. നമുക്ക് തീർച്ചയായിട്ടും അതിനുവേണ്ടി പ്രാർത്ഥിക്കാം. ദൈവം ഉടനെ തന്നെ അച്ഛനെ വിശുദ്ധ പരിശോധിക്കുമെന്ന് നമുക്ക് വിശ്വസിക്കാം. ഇപ്പോൾ നമ്മുടെ കൂടെയുള്ളത് സേവ്യറേട്ടനാണ്. തിയോഫിനച്ഛനെ വളരെ അടുത്തറിയാവുന്ന, ഒരു ജ്യേഷ്ഠനെ പോലെ കണ്ട് സ്നേഹിച്ച സേവ്യറേട്ടന് അച്ഛനെ പറ്റി ഒരുപാട് ഓർമ്മകൾ പറയാനുണ്ട്. സേവ്യറേട്ടാ, ചേട്ടൻ ഈ പ്രാർത്ഥന ഒരുപാട് വ്യക്തികൾക്ക് കൊടുക്കാറുണ്ടെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഈ പ്രാർത്ഥന ചൊല്ലിയിട്ട് അവരുടെ ആഗ്രഹങ്ങളൊക്കെ സാധിച്ചതായിട്ട് ആരെങ്കിലും വന്ന് പറഞ്ഞിട്ടുണ്ടോ? പറയാറുണ്ട്. അങ്ങനെ പറഞ്ഞൊരു അനുഭവം എൻ്റെ അടുത്ത് തന്നെയുള്ള ഒരു സ്ത്രീയാണ് വന്നത് മേടിച്ചത്. ഭർത്താവ് നല്ലൊരു മനുഷ്യനാണ്. അപ്പം അങ്ങനെ എനിക്ക് അറിയാവുന്നതുകൊണ്ട് ഞാൻ അങ്ങയുടെ കാര്യമൊക്കെ അന്വേഷിക്കും. അങ്ങനെയൊക്കെ ഉണ്ട്. ഇപ്പം ഇച്ചിരി മോശത്തിലാണ്. ഞാൻ ഇന്നവരാണ് പുള്ളി വെള്ളം കൂടി. ഞാൻ നേരത്തെ വെള്ളം കുടിക്കുകയാണ് ആളല്ല, മദ്യപാനി അല്ല, ആയില്ലല്ല, ഇപ്പം അങ്ങനെ ആയില്ല എന്ന് പറഞ്ഞു. അത് കുഴപ്പമില്ല, ഞാനൊരു ഫോട്ടോ തരാം. അതിൽ ബാക്കിലൊരു അവർ ഹിന്ദുക്കളാണ്. ഞാൻ പറഞ്ഞു ഇങ്ങനെ ഒരു പ്രാർത്ഥനയുണ്ട്, ഒന്ന് അപേക്ഷിച്ച് നോക്ക്, അതൊക്കെ മാറിക്കിട്ടുമെന്ന് പറഞ്ഞു. ഉടനെ അവർ കൂട്ടി അത് പ്രാർത്ഥിച്ച്. അവർ 2 ദിവസം 3 ദിവസം കഴിഞ്ഞ് പറഞ്ഞ് ഇപ്പോൾ ഇച്ചിരിച്ച കുറഞ്ഞിട്ടുണ്ട്, അത് കഴിഞ്ഞ് അങ്ങനെ അത് നിർത്തിയിട്ട് നമ്മളുടെ ഇവിടെ നിന്ന് ഈ റൂട്ടിൽ അങ്ങോട്ട് ചെല്ലുമ്പോൾ അവിടെ ഒരു ഗേറ്റ്, ഈ പാലം ഇറങ്ങി വരുമ്പോൾ ചളിക്കോട്ടത്തെ ഒരു ജംഗ്ഷൻ ഉണ്ട്. ആ ജംഗ്ഷൻ്റെ അവിടെ ഇപ്പോൾ ഷോർട്ട് ടിക്കറ്റ് വെക്കണം. ചായക്കടയിൽ പോക്ക് നിർത്തി. തട്ടുകടയിൽ പോയിക്കൊണ്ടിരുന്ന ചായ അടിച്ചിട്ടിരുന്നപ്പോഴാണ് വെള്ളം കുടിയെന്ന് തുടങ്ങിയത്. മദ്യപാനി. ഇപ്പം ഇയാൾ അത് നിർത്തി. അയാളുടെ വീടിൻ്റെ അടുത്ത് തന്നെ ഷോർട്ട് ടിക്കറ്റ് വിൽക്കുക. ചളിക്കോട്ടം ജംഗ്ഷനിലുണ്ട്. ഇച്ചിരി പൊക്കമുള്ള ഒരാൾ ഒരു. അപ്പോൾ അയാൾ അത് കഴിഞ്ഞ് കുറേ കഴിഞ്ഞപ്പോൾ അത് നിന്ന്. പിന്നെ എൻ്റെ വീടിൻ്റെ അടുത്ത് നമ്മളിതിലൂടെ നേരെ ഇപ്പോൾ എൻ്റെ വീട്ടിലേക്ക് പോകണമെങ്കിൽ ഇങ്ങനെ പൊന്നിൻ്റെ ഇവിടെ നിന്ന് നേരെ ഞങ്ങൾക്ക് ഇറങ്ങി തിരിഞ്ഞ് പോകണം. ആ വീട്ടിലേക്ക് പോകുന്ന വഴിക്ക് തന്നെ ഒരു വീട്ടുകാരനുണ്ട്. അയാൾക്ക് പെട്ടെന്നൊരു അസ്വസ്ഥത വന്നിട്ട് മാറണില്ല. അപ്പോൾ അവർ ഹിന്ദുക്കളാണ്. അപ്പോൾ എൻ്റെ ഭാര്യയുടെയൊക്കെ പരിചയവും കൂട്ടുകാരും അവരൊക്കെയാണ്. എൻ്റെയും വീടിൻ്റെ അടുത്തുള്ളതാണ്. അങ്ങനെ അവരോട് പറഞ്ഞു, അവരെന്ന് സൗരേട്ട എനിക്കിങ്ങനെ അന്ന് ഇവിടെ കഞ്ഞി ആൾ പൈസ കൊണ്ടുവന്ന് കൊടുത്തിട്ട് കഞ്ഞി വെച്ച് എല്ലാവർക്കും കുടിപ്പിക്കും. അപ്പോൾ അങ്ങനെ കൊടുക്കുന്ന സമയത്ത് ഒരു പ്രാവശ്യം എനിക്ക് അവിടെ കഞ്ഞി വെച്ചിട്ട് കൊടുക്കണം. എന്നിട്ട് അതിൻ്റെ പൈസ എന്താണെന്ന് വെച്ചാൽ ചിലവാകുമ്പോൾ സൗരേട്ടൻ പറഞ്ഞാൽ മതി. ഞാൻ പറഞ്ഞത് പറയാം, സാധനം മേടിച്ചിട്ട് നമുക്ക് എന്താണെന്ന് വെച്ചാൽ എൻ്റെ ബില്ല് ഞാൻ തരികയെ എന്താണെന്ന് വെച്ചാൽ അതൊന്നും വേണ്ട, എത്ര എമൗണ്ട് ആയെന്ന് പറഞ്ഞാൽ. അപ്പോൾ 6000 ചില്ലാൻ രൂപ അവരുടെ കയ്യിൽ നിന്നായി. ഈ അരിയും സാധനവും മേടിച്ച് ഇത് പാത്രം നേർച്ചക്കഞ്ഞി കൊടുക്കുക. അന്ന് ഇവിടെ കൊണ്ടുവന്ന് എല്ലാവർക്കും കഞ്ഞിയും കൊടുത്ത് അവർ വീട്ടുകാരും മുഴുവൻ ഹിന്ദുക്കളാണ്. അവരും വന്ന് കഞ്ഞിയൊക്കെ കുടിച്ച് എല്ലാവരും കൂടി സന്തോഷത്തോടെ അവരും കൂടി വരുന്നു. ഇന്ന് അവർക്ക് ആർക്കും ഒരു കുഴപ്പമില്ല, അവർ സുഖമായിട്ട് അവരും ജീവിക്കുന്നുണ്ട്. അങ്ങനെ പല ആൾക്കാരും നമ്മൾ വന്ന് ചോദിക്കുമ്പോൾ കൊടുക്കുന്നവർ എല്ലാ ആൾക്കാരോടും അവരുടെ നല്ല രീതിയിലാണ് നമ്മളോടും പെരുമാറിക്കൊണ്ടിരിക്കുന്നത്. ആർക്കും ഒരു ബുദ്ധിമുട്ടില്ല. പിള്ളേർ പഠിക്കുന്നവരാണ്, അവരിവിടെ വന്ന് പ്രാർത്ഥിക്കുന്നു. ഇവിടെ പറഞ്ഞു വിട്ട് ഞങ്ങളുടെ സ്വന്തം പിള്ളേർ ഇപ്പം അനിയത്തി മക്കളുടെ മക്കളെ അവരൊക്കെ വന്നൊക്കെ നോക്കി അവരും ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് അച്ഛൻ്റെ അടുത്ത് പോയി. എല്ലാവരും പ്രാർത്ഥനയ്ക്ക് ഇവിടെ വന്നവരാണ്. ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് എല്ലാവരും അങ്ങോട്ട് പോകും.
അപ്പം അങ്ങനെ അത്ര ഉറപ്പും കാര്യങ്ങളുമായിട്ട് എല്ലാം സന്തോഷമുള്ള അച്ഛൻ്റെ കാര്യത്തിൽ. ഇവരുടെ വളരെയധികം നന്ദിയുണ്ട്. അച്ഛനെക്കുറിച്ചുള്ള ഇപ്പോഴും ജീവിക്കുന്ന നല്ല നല്ല ഓർമ്മകൾ ഞങ്ങളോട് പങ്കുവച്ചതിന് പ്രത്യേകമായിട്ട് ഇവർ നന്ദി പറയുന്നു. ഇപ്പം നമ്മുടെ കൂടെ ഉള്ളത് ക്രിസ്ലറാണ്. ക്രിസ്ലർ ഇവിടുത്തെ ഒരു കാറ്റഗിസം അധ്യാപകനും ഒപ്പം തന്നെ യൂഫ്ര എന്ന് പറയുന്ന യൂത്ത് വിങ് ഓഫ് സെൻറ്റ് ഫ്രാൻസിസ് സംഘടനയുടെ ഒരു മെമ്പറും കൂടിയാണ്. ഇവിടെ യുവജനം അത് യൂഫ്ര മാത്രമല്ല, ഇവിടെ കാറ്റീസും ഉണ്ട്, പിന്നെ തിയോഫ്രൻസ് ഉണ്ട്, പിന്നെ മൂന്നാം സഭയുണ്ട്, പിന്നെ കൊയറുണ്ട്, പിന്നെ പീറ്റാങ്കളുണ്ട്, പിന്നെ ഒപ്പം ഞങ്ങളും ഉണ്ട്. ഒത്തിരി ആളുകളുണ്ട്. ഒത്തിരി ആളുകളെല്ലാം കൂടി ചേർന്നിട്ട് ഒന്നിച്ചുള്ളൊരു കൂട്ടായ്മയോടെയാണ് നമ്മൾ ഇവിടുത്തെ ഏത് പരിപാടിയും ചെയ്യാറുള്ളത്. തിയോഫ്രാൻസിൻ്റെ മാത്രമല്ല, തിയോഫ്രാൻസ് ജന്മദിനം, അതുപോലെ തന്നെ ചരമവാർഷികവും, പിന്നെ ക്രിസ്മസ്, ഓണം, ന്യൂ ഇയർ, ഈസ്റ്റർ, ഇതെല്ലാം ഞങ്ങളെല്ലാ സംഘടനകളും ഒന്നിച്ചാണ് ഞങ്ങൾ ഇവിടുത്തെ എല്ലാ പരിപാടികളും ചെയ്യാറുള്ളത്. അപ്പോൾ വരുന്നതിൻ്റെ ഒരാഴ്ച മുന്നേ തന്നെ ഒരു മീറ്റിംഗ് വെച്ചിട്ട് എല്ലാവരും കൂടി ഒന്നിച്ച് കൂടി നമ്മുടെ ഇവിടെ തിയോഫ്രാൻസിൻ്റെ വിളക്കുകളുണ്ട്. വിളക്കുകൾ ഇവിടെ നേർച്ചക്ക് വരുന്നവർ ഞാൻ കേട്ടിട്ടുണ്ട് ഇങ്ങനെ ഇവിടുത്തെ ഒരു പ്രത്യേകമായിട്ടുള്ളൊരു നേർച്ച കാര്യങ്ങളൊക്കെയാണ് വിളക്കൊക്കെ. അതിന്റെ സംഭവം എങ്ങനെയാണ്? അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആവശ്യക്കാർ വരും, നമുക്ക് ഓരോരോ ആവശ്യങ്ങളനുസരിച്ചിട്ട് അവർ വന്നിട്ട് അവരുടെ ആവശ്യങ്ങൾ ആ വിളക്കിൽ എഴുതിയിടും. ഇവിടെ ഉണ്ട്, അതിൽ എഴുതിയിട്ടിട്ട് ഇവിടെ വിളക്ക് എണ്ണയും കിട്ടും. അതിൽ ഒഴിച്ചിട്ട് നമ്മൾ ആവശ്യങ്ങൾ വെച്ചിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യും. പ്രാർത്ഥിച്ച് തിയോഫ്രാൻസിനോട് പ്രാർത്ഥിച്ച് അത് ലഭിച്ചു കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ ആഗ്രഹം എഴുതി ആ വിളക്കിലിട്ടിട്ട് അത് കത്തിച്ച് വെച്ച് പ്രാർത്ഥിക്കും. അത് ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട നേർച്ചയാണ്. ഒരു നേർച്ചയാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട. അപ്പോൾ അതങ്ങനെ വെച്ച് പ്രാർത്ഥിക്കും. അതുപോലെ തന്നെ നമ്മൾ ഈ വിളക്കുകൾ എടുത്ത് പിന്നെ സൂക്ഷിച്ച് വെക്കും. സൂക്ഷിച്ച് വെച്ചിട്ട് നമ്മൾ ഈ ജന്മദിനത്തോടനുബന്ധിച്ച് നമ്മൾ അതിക്ക് മുന്നേ എടുത്തിട്ട് ഈ വിളക്കുകളെല്ലാം ക്ലീൻ ആക്കും, വൃത്തിയാക്കി വെച്ചിട്ട് എല്ലാവരും കൂടി ആയിരിക്കും ഇട്ട് വന്നത്. ഈ എല്ലാ സംഘടനകളും ഒന്നിച്ച് വന്നിട്ട് തലേ ദിവസം വന്നിട്ട് എല്ലാം വൃത്തിയാക്കി വെച്ചിട്ട് നമ്മൾ ഈ വിളക്കുകളെല്ലാം ഇതേപോലെ അറേഞ്ച് ചെയ്ത് വെക്കും. സ്റ്റേജിൽ അച്ഛൻ്റെ ഒരു ചിത്രവും വെക്കും, ഫ്ലക്സ് പോലെ അടിച്ചിട്ട് അച്ഛൻ്റെ ഒരു രൂപവും വെച്ചിട്ട് വിളക്കുകളെല്ലാവരും അന്നേ ദിവസം വൈകിട്ട് വന്നിട്ട് എല്ലാവരും ഒന്നിച്ചായിരിക്കും തെളിയിക്കുന്നത്. എല്ലാവരും കൊച്ചുകുട്ടികൾ വരെയാണെങ്കിൽ മുതിർന്നവരാണെങ്കിലും എല്ലാവരും ഒരുമിച്ച് ആ വിളക്കുകൾ അണയാതെ ആണെങ്കിലും എന്തോ പറയും നമുക്ക് ഇത്ര നാളായിട്ട് മഴക്കാലങ്ങൾ അങ്ങനെ ഉണ്ടായിട്ടാണെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടില്ല. നമുക്കപ്പോൾ ഈ ഒരു എല്ലാവരും കൂടെ ഒന്നിച്ചാണ് നമ്മൾ ഇതങ്ങനെ ചെയ്യാറുള്ളത്. വിളക്കുകളെല്ലാം അവിടെ നിർത്തി ഓരോ ഡിസൈനിലെ ആകൃതിയിൽ വെച്ചിട്ട് നമ്മളത് അറേഞ്ച് ചെയ്ത് തലേ ദിവസം തന്നെ അതിൻ്റെ ഡിസൈനെല്ലാം അറേഞ്ച് ചെയ്യും. എന്നിട്ട് അതനുസരിച്ച് വെച്ചിട്ട് ഇതെല്ലാം ചെറിയ കൊച്ചുകുട്ടികൾ വരെ മുമ്പിൽ മുതിർന്നവരാണ് ആ വിളക്കുകൾ തെളിയിക്കുന്നത്. അപ്പം അങ്ങനെ പാരമ്പര്യമായിട്ട് നമ്മളതങ്ങനെ ചെയ്തു വരുന്നതാണ്. ഒത്തിരി വർഷങ്ങളായിട്ട് ചെയ്തു വരുന്ന ഒരു സംഭവമാണ്. അത് എല്ലാ വർഷവും ഭംഗിയായിട്ട് നടക്കാം, അടിപൊളിയായിട്ട് നടക്കാം. എല്ലാ കാര്യങ്ങളും വളരെ നന്നായിട്ടാണ് ഞങ്ങൾ എല്ലാവരും ഒന്നിച്ച് ചെയ്ത് നടക്കുന്നത്. എല്ലാം കൂടെ ഒരുമിച്ച് വരുമ്പോൾ പിന്നെ അടിപൊളി ആവാതെ തരമില്ലല്ലോ അല്ലേ. പിന്നെ ഏറ്റവും സപ്പോർട്ട് ചെയ്യുന്നത് നമുക്ക് ഈ ആശ്രമം തന്നെയാണ്. എന്ത് കാര്യത്തിനാണെങ്കിലും അവർക്ക് നമ്മളെ എല്ലാ രീതിയിലും നല്ല രീതിക്ക് സപ്പോർട്ടീവാണ്. അവർ തന്നെ നമുക്ക് എന്ത് ചെയ്യാനാണെങ്കിലും ഞങ്ങളെല്ലാവരും ഒന്നിച്ച് ചെയ്യാനാണെങ്കിലും ഇവിടെ പലയിടത്താണെങ്കിലും ഓണം നടത്താനായിട്ട് വല്ല ബുദ്ധിമുട്ടുള്ള, പക്ഷെ നമുക്കിവിടെ അങ്ങനത്തെ ഒരു പ്രശ്നമില്ല. എല്ലാവരും ഒന്നിച്ച്, കാരണം ഈ ഏരിയ എന്ന് പറയുന്നത് ഹിന്ദുസ്, മുസ്ലിംസ്, ക്രിസ്ത്യൻസ് അങ്ങനെ എല്ലാവരും കൂടി ചേർന്ന ഒരു ഏരിയ. പൊന്നൂർണി എന്ന് പറഞ്ഞാൽ അതുപോലെ തന്നെ ഈ അടുത്ത് പൊന്നൂർണി അമ്പലമുണ്ട്, അതുപോലെ തന്നെ ആശ്രമമുണ്ട്. അവിടെയും ആൾക്കാരും പോകും, അവിടെ നിന്നുള്ള ആൾക്കാർ ഇങ്ങോട്ടും വരും. അപ്പം നമുക്ക് എല്ലാവർക്കും ഒന്നിച്ച് എല്ലാവരും കൂടി ഒന്നിച്ച് നടത്തണേ. തിയോഫ്രാൻസിന്റെ ചരമവാർഷികത്തിനും ഇഷ്ടംപോലെ ആൾക്കാരുകളാണ്, എല്ലാ മതത്തിലും എല്ലാവരും അവരുടേതായ അവർക്കും കുറെ അനുഭവങ്ങളും കാര്യങ്ങളെല്ലാം കിട്ടിയിട്ടുണ്ട്. തിയോഫ്രാൻസിന് പ്രാർത്ഥിച്ചിട്ട് എല്ലാവരും വരും, പല ദൂരത്തു നിന്നാണ് ആൾക്കാർ. അച്ഛനും ഇങ്ങനെ ഇവിടെ ആയിരുന്ന സമയത്ത് ഇങ്ങനെ എല്ലാ വീടുകളിലും മതവും ജാതി മതവും നോക്കാതെ എല്ലാ വീടുകളിലും കയറും. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോഴും ഇത് നമുക്ക് എല്ലാവരും ഭയങ്കര സ്ട്രോങ് ആയിട്ട് തന്നെ നിലനിന്ന് പോകാനും എല്ലായിടത്തും നമുക്ക് അയൽവാസികളിൽ നിന്നും ദൂരെ നിന്നുള്ള എല്ലായിടത്തും നമുക്ക് നല്ല സപ്പോർട്ടീവാണ്. യാതൊരുവിധ പ്രശ്നങ്ങളൊന്നും ഇല്ലാണ്ട് പോണ ഒരു പള്ളിയാണ് നമുക്ക് ആശ്രമം. എല്ലാവരും നല്ല സപ്പോർട്ടീവായിട്ട്. അപ്പോൾ എല്ലാ വർഷവും ഉള്ള പോലെ തന്നെ ഇത്തവണത്തെ ജന്മദിനാഘോഷങ്ങളും അടിപൊളിയായിട്ട് നടക്കട്ടെ എന്ന് ആശംസിക്കുന്നു. നമ്മൾ ഇന്നുള്ളത് ക്രൈസ്റ്റ് ദ കിങ് കോൺവെന്റിലാണ്. CTC കോൺഗ്രിഗേഷനിൽപ്പെട്ട ഒരു കൂട്ടം അമ്മമാരിപ്പോൾ എന്നോട് കൂടെയുണ്ട്. തിയോഫനച്ചനെ നേരിട്ട് പരിചയമുള്ള, നേരിട്ട് കണ്ടിട്ടുള്ളവരാണ് ഇവർ ഓരോരുത്തരും. ഇവരിൽ നിന്ന് തിയോഫനച്ചനെ കുറിച്ച് കൂടുതൽ നമുക്ക് ചോദിച്ചറിയാം, മനസ്സിലാക്കാം. ഇപ്പം മിൽറഡമ്മയാണ് ആദ്യമായിട്ട് നമ്മളോട് തിയോഫനച്ചനെ കുറിച്ച് സംസാരിക്കുന്നത്. അമ്മയ്ക്ക് ചെറുപ്പം മുതൽ അച്ഛനെ പരിചയമുള്ളതാണ്. അമ്മയ്ക്ക് അച്ഛനെ കുറിച്ചുള്ള ഓർമ്മകൾ എന്തൊക്കെയാണെന്ന് കേട്ടറിയാം. ഞാൻ പഠിക്കുന്ന കാലത്ത് പള്ളിയിൽ ചെല്ലുമ്പോൾ തിയോഫനച്ചനെയും ഫുൾജൻസിസ് അച്ഛനെയും കാണാറുണ്ട്. അപ്പം അങ്ങനെ പള്ളിയിൽ വെച്ചുള്ള പരിചയം. പിന്നെ സിസ്റ്റർ 10ാം ക്ലാസ് കഴിഞ്ഞ് പൊന്നൂരിഞ്ച് മഠത്തിൽ വന്ന്, അത് കഴിഞ്ഞ് നോഷ്യറ്റൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ
67 ഡിസംബറിൽ ഇവിടെ വന്നപ്പോൾ തിയോഫിനച്ഛനുണ്ട്, ഫുൾജൻസിസ് അച്ഛനൊക്കെ ഉണ്ട്, കുർബാനക്കൂടെ വരുമായിരുന്നു. അപ്പൊ അച്ഛൻ ഓർമ്മയുണ്ടായിരുന്നു അമ്മയെ ചെറുപ്പത്തിൽ ഇല്ല. ആ കുട്ടി തന്നെയാണ്? ഇല്ല, ഇല്ല. അങ്ങനത്തെ പരിചയമില്ലേ, കാരണം ചെറുപ്പമല്ലേ, അതുകൊണ്ട് പരിചയമില്ല. പിന്നെ ഞാനിവിടെ അധികം നാൾ നിന്നിട്ടില്ല, ഇവിടെ നിന്ന് പഠിക്കണമായിരുന്നേ. പഠിച്ചു കഴിഞ്ഞപ്പോൾ പോയി ഇവിടെ നിന്ന്. അപ്പോൾ 67 വന്നു, 78 അച്ഛൻ മരിക്കണേ. അച്ഛൻ മരിച്ച സമയത്തൊക്കെ അമ്മ ഇവിടെ ഉണ്ടോ? അപ്പം ഞാൻ ഇവിടെ ഉണ്ട് മരിക്കുമ്പോൾ. അന്നേരം സിസ്റ്റേഴ്സൊക്കെ അങ്ങോട്ട് പള്ളിയിലൊക്കെ പോയി. ഞാനിവിടെ അന്ന് ഇല്ലിപ്പറമ്പലച്ഛനെ കുർബാനക്ക് വന്നിരുന്നത്. അത് കഴിഞ്ഞിട്ടാണ് അച്ഛൻ പോയി കഴിഞ്ഞപ്പോഴാണ് പിന്നെ ഇവിടുത്തെ ഈ അച്ഛന്മാർ വരാൻ തുടങ്ങിയത്. ചെറുപ്പത്തിലൊക്കെ അച്ഛനുമായിട്ട് സംസാരിച്ചിട്ടില്ല, കണ്ടിട്ടുള്ളൂ. കാരണം പള്ളിയിൽ ചെല്ലുമ്പോൾ മറ്റേ അച്ഛൻ്റെ തമാശയൊക്കെ ഉണ്ടാവില്ല, ഫുൾജൻസിസ് അച്ഛൻ്റെ, അതൊക്കെ കണ്ട് ചിരിച്ച്. അപ്പം ഞങ്ങളുടെ പിന്നെ ഒരു വലിയപ്പൻ്റെ വീട്ടിലാണ് ഇവർ വന്ന് കുർബാനക്ക് വന്ന് അവിടെ ഇരിക്കുന്ന ആൾക്കാർ. അപ്പം അങ്ങനെ അവിടെ ചെല്ലും, കുട്ടികളുടെ കൂട്ടത്തിൽ കൂടി അങ്ങനെ കാണും. പഠിക്കുന്ന സമയത്ത് അച്ഛൻ ഞങ്ങളുടെ പള്ളിയിൽ ധ്യാനിപ്പിക്കാൻ വന്നു. പക്ഷെ അന്ന് ഈ അച്ഛനാണെന്നൊന്നും അറിയില്ല. അത് കഴിഞ്ഞ് സിസ്റ്ററായി ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഈ ഫോട്ടോ ഒക്കെ കണ്ടപ്പോൾ ഒരു പ്രാവശ്യം അമ്മ വന്നപ്പോൾ ഞാൻ ഈ ഫോട്ടോ കാണിച്ചിട്ട് ചോദിച്ചു, ഈ അച്ഛൻ നമ്മുടെ അവിടെ വന്നിട്ടുള്ളതല്ലേന്ന് ചോദിച്ചപ്പോൾ അമ്മ പറഞ്ഞു, നമ്മുടെ പള്ളിയിലൊക്കെ ധ്യാനിപ്പിക്കാൻ വന്നിട്ടുള്ളതാണ്, വീട്ടിലൊക്കെ വന്നിരണം എന്നൊക്കെ പറഞ്ഞു. അങ്ങനത്തെ അത് മാത്രം. അച്ഛൻ ധ്യാനിപ്പിക്കാൻ വന്നപ്പം അച്ഛന്റെ ടോക്ക് അതൊക്കെ അച്ഛൻ്റെ ചെയ്തിട്ടുണ്ടോ സിസ്റ്റർ? പക്ഷെ അതൊന്നും ഓർക്കണില്ല. അന്നേരം ചെറിയ ക്ലാസ്സിലൊക്കെ പഠിക്കുന്നത്, 5-6 ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന ആ സമയത്തൊക്കെയാണ്. ടോക്കൊന്നും ഓർക്കണില്ല. ഞാൻ പഠിക്കുമ്പോൾ തന്നെ TTCക്ക് പഠിക്കുന്ന സമയത്ത് അച്ഛൻ മരിച്ചു. അപ്പം അങ്ങനെ അന്നേരം ഈ ഇത്ര ഇതൊന്നും അങ്ങനെ അറിയില്ല. അപ്പോഴൊക്കെ വീട്ടിൽ നിന്നൊക്കെ പോന്ന് ഇങ്ങനെ ഒരു പുണ്യാളൻ അച്ഛൻ മരിച്ചെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പോന്നതൊക്കെ ഞാൻ ഓർക്കുന്നുണ്ട്. സിസ്റ്റർ അച്ഛനെ കുറിച്ചുള്ള എന്തെങ്കിലും ഓർമ്മകള് ഒക്കെ ഉണ്ടെങ്കിൽ പങ്കുവെക്കാൻ? ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് അച്ഛനെ കണ്ടിട്ടുണ്ട്. എവിടെയായിരുന്നു? ഞാൻ പഠിച്ചത് ഇവിടെയാണ്, ഈ സ്കൂളിലാണ്. എൻ്റെ വീട് ഇവിടെ തന്നെയാണ്, തമ്മല. അച്ഛൻ സ്കൂളിലേക്ക് വരുമായിരുന്നോ? അതൊന്നും ഓർമ്മയില്ല. ഞാൻ ആശ്രമത്തിൽ കുർബാനക്കൊക്കെ വരുമ്പോൾ അച്ഛനെ കണ്ടിട്ടുണ്ട്, അങ്ങനെ പരിചയമുണ്ട്. അന്ന് അച്ഛനോട് നേരിട്ട് സംസാരിച്ചതായിട്ടൊന്നും ഓർക്കണില്ല. ഞാൻ LP പഠിക്കുന്ന സമയം വരുന്നത്. പിന്നെ അച്ഛൻ്റെ ഫ്യൂണറലിന് ഞാൻ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. ഇല്ല, എനിക്ക് 10 വയസ്സുള്ള. പിന്നെ അപ്പച്ചനും അമ്മച്ചൊക്കെ പറഞ്ഞുള്ള കാര്യങ്ങളൊക്കെ കുറിച്ച് അറിയാം അച്ഛനെ കുറിച്ച്. അതായത് ഞങ്ങളുടെ ഈ പ്രദേശത്തൊക്കെ ആൾക്കാർക്ക്, ഹിന്ദുക്കൾക്കും ഒക്കെ നല്ല വിശ്വാസം വരും അച്ഛനെ. അപ്പൊ വീടുകളിലൊക്കെ എല്ലാവരുമായിട്ട് നല്ല ബന്ധമായിരുന്നു. അപ്പൊ വീടുകളിലൊക്കെ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആൾക്കാർ അച്ഛനെ കൊണ്ടുപോകും, വീട്ടിൽ വെഞ്ചരിപ്പിക്കുകയോ പ്രാർത്ഥിപ്പിക്കുകയോ ചെയ്യും, എല്ലാ മതസ്ഥരും. അപ്പം ആ പ്രദേശത്തൊക്കെ സർപ്പക്കാടുള്ള സ്ഥലം ഉണ്ടായിരുന്നു, സർപ്പക്കാവുകളൊക്കെ. അപ്പൊ അവിടെയൊക്കെ വീട് വെക്കാൻ ആൾക്കാർക്ക് പേടിയായിരുന്നു. അപ്പം അച്ഛനെ നല്ല വിശ്വാസമുള്ളതുകൊണ്ട് അച്ഛനെ കൊണ്ടുപോയിട്ട് ആൾക്കാർ അവിടെയൊക്കെ വെഞ്ചരിപ്പിച്ച്, അങ്ങനെ അച്ഛൻ അവിടെ എല്ലായിടത്തും വെഞ്ചരിച്ച് കഴിഞ്ഞിട്ട് അച്ഛൻ ആദ്യം ഒരു വെട്ടിയിട്ട് ഇനി കാട് വെട്ടിക്കോ, ധൈര്യമായിട്ട് വെട്ടിക്കോ, കുഴപ്പമൊന്നും ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ കാടൊക്കെ വെട്ടി ആൾക്കാർ വീടൊക്കെ വെച്ച് ഇപ്പോഴും സന്തോഷമായിട്ട് ജീവിക്കുന്നുണ്ട് ആൾക്കാർ, കുഴപ്പമൊന്നുമില്ല. നല്ല വിശ്വാസമാണ്. പിന്നെ അപ്പച്ചി പറഞ്ഞ ഒരു കാര്യം കൂടി എനിക്ക് ഓർക്കുന്നുണ്ട്. ഞങ്ങളുടെ ആ വീടിന്റെ ഭാഗത്തുള്ള ഒരു വീട്ടില് എപ്പോഴും ഭയങ്കര ദാരിദ്ര്യം, രോഗങ്ങളും പ്രശ്നങ്ങളും, അങ്ങനെ എപ്പോഴും ഭയങ്കര പ്രശ്നങ്ങളൊക്കെയാണ്. അപ്പൊ അച്ഛനൊരു ദിവസം അവർ കൊണ്ടുവന്ന് വെഞ്ചരിപ്പിക്കാൻ വേണ്ടി കൊണ്ടുവന്നു. അപ്പൊ അച്ഛൻ വെഞ്ചരിച്ചൊക്കെ കഴിഞ്ഞിങ്ങനെ ചുറ്റുപാടൊക്കെ നോക്കിയപ്പോൾ ഒരു പ്ലാവ് ഉണ്ടായിരുന്നു, വലിയൊരു പ്ലാവുമ്മേൽ നിറയെ ചക്ക. അപ്പൊ അച്ഛൻ പറഞ്ഞു, എനിക്കൊരു ചക്ക തരുമെന്ന് ചോദിച്ചു. അപ്പൊ അച്ഛൻ അവർ പറഞ്ഞു, എന്തോരം വേണമെങ്കിലും തരാച്ചതുകൊണ്ട് അവർ നല്ല ചക്കകളൊക്കെ നോക്കി പറിക്കാൻ തുടങ്ങി. അപ്പൊ അച്ഛൻ പറഞ്ഞു, എനിക്ക് ആ ചക്ക വേണ്ട, ആ ചക്ക തന്നെ വേണമെന്നുള്ള ഒരു ചക്ക ചൂണ്ടിക്കാണിച്ചു. അപ്പൊ അവര് പറഞ്ഞ്, എന്നാ അതെടുക്കാന്ന് പറഞ്ഞാൽ അവരത് പറിച്ച്. അപ്പൊ പറിച്ചപ്പോ ആ ചക്ക താഴേക്ക് വീണ് പൊട്ടിച്ചെതറി, ചെറിയപ്പോ അതിനകത്തൊരു തകിടുണ്ടായിരുന്നു. അങ്ങനെ ഒരു വിശ്വാസം. അപ്പൊ കേട്ടിരുന്നു, അമ്മച്ചൊക്കെ പറഞ്ഞിരുന്നു. അപ്പൊ അത് ആരോ കൂടോത്രം ചെയ്തത് എന്തോ ആയിരുന്നു. അപ്പൊ അതുകൊണ്ടായിരുന്നു അവർക്ക് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നത്. അപ്പൊ അത് കഴിഞ്ഞ് പിന്നെ അവർക്കൊരു പ്രശ്നമില്ല, അവർ സന്തോഷമായിട്ട് ജീവിക്കും. മാതാപിതാക്കൾ പറഞ്ഞു കേട്ടോ.
അച്ഛനെ കുറിച്ചുള്ള എന്തെങ്കിലുമൊക്കെ ഓർമ്മകള് അമ്മയുടെ മനസ്സിലുണ്ടെങ്കിൽ? ഞാനിവിടെ 1963-64 ബോർഡിങ്ങിൽ നിന്ന് പഠിച്ചതാണ്. അപ്പോൾ ഞങ്ങൾ പള്ളിയിലൊക്കെ പോകുമ്പോൾ കാണുമെന്നല്ലാതെ പേഴ്സണലായിട്ടൊരു ബന്ധമില്ല. പിന്നെ എനിക്കുള്ള ഒരു ടച്ച് ചെയ്തേർന്നതും അപ്പം ഈ ദുഃഖ വെള്ളിയാഴ്ച കുരിശിൻ്റെ വഴിക്ക് പോകുമ്പോൾ അച്ഛൻ ഇങ്ങനെ ഇത് പിടിച്ചിങ്ങനെ പോണത് കാണുമ്പോൾ എല്ലാവർക്കും ഭയങ്കര ഒരു ഇൻസ്പിറേഷനായിരുന്നു. അപ്പോൾ അച്ഛൻ എല്ലാവരും അന്ന് തന്നെ പറയുമായിരുന്നു. അപ്പം അങ്ങനെ ഒരു അനുഭവമുണ്ട്. പിന്നെ ഞാൻ TTCക്ക് പഠിക്കുന്ന സമയത്ത് ഞാൻ ഫസ്റ്റ് ഇയറിൽ സോഷ്യൽ സ്റ്റഡീസിന് പോയി. ഞാനിപ്പോൾ നമ്മൾ പുസ്തകം മുഴുവനും അരിച്ച് പഠിച്ചിട്ടാണ് പോണത്. പക്ഷേ അവിടെ ചെല്ലുമ്പോൾ വരുന്നത് ക്വസ്റ്റ്യൻസ് പോലും ജനറൽ ക്വസ്റ്റ്യൻസ് ആയിരുന്നു. അപ്പം നമുക്ക് പേപ്പർ വായന കുറവായതുകൊണ്ട് അങ്ങനെ അപ്പോൾ എന്നോട് അവിടുത്തെ അച്ഛൻ പറഞ്ഞ്, ചേനാട്ടത്തിനായിരുന്നു, അച്ഛൻ പറഞ്ഞ് സിസ്റ്റർ ഇവിടുത്തെ അടിക്കാരത്തി ഈ ചോദ്യം കൊടുത്തെങ്കിൽ അവർ പാസ്സായില്ല പറഞ്ഞ്. അങ്ങനെ അത് കഴിഞ്ഞ അപ്പം ഞാൻ സെക്കൻഡ് ഇയർ എനിക്ക് 2 പരീക്ഷ എഴുതണം. കാലത്ത് സെക്കൻഡ് ഇയറിൻ്റെ എഴുതണം, ഉച്ചയ്ക്ക് ഫസ്റ്റ് ഇയറിന് എഴുതണം. അപ്പം ഞാൻ ഒരു 1:45 മണിയായപ്പോൾ ഞാൻ ഇവിടെ സ്റ്റെയർ കേസിലിരുന്ന് ലൈറ്റിട്ട് പഠിക്കണമായിരുന്നു. ആ സമയത്ത് ഗേറ്റിൽ കൊട്ട് കേട്ടു. അപ്പോൾ എനിക്കിപ്പോഴും അത് ഭയങ്കര അനുഭവമായിട്ട് തോന്നുന്നത്. അപ്പം ഞാൻ ആ നേരത്ത് ഞാൻ ചെന്ന് മദറിനോട് പറഞ്ഞു ഗേറ്റിൽ ആരോടും കൊട്ടനുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ വന്നവർ അച്ഛൻ മരിച്ച വിശേഷം പറയാൻ വന്നു. അപ്പം നേരം വെളുത്ത് കഴിഞ്ഞപ്പോഴും ഇവിടെ ഒരമ്മ സർപ്പന അമ്മ പറഞ്ഞ് സിസ്റ്ററിന് പഠിക്കണ്ട, തെയോഫ്നച്ചൻ സിസ്റ്ററിനെ നോക്കിക്കോളും. ആ ഒരു വിശ്വാസത്തിൽ കാലത്തെ പോയി. അപ്പം എനിക്ക് രാവിലെ പോകണമല്ല, കാലത്തെ പോയി കുർബാന കണ്ട് അച്ഛൻ്റെ എല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കണമെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ബോഡിയിൽ അവിടെ ബോഡി വെച്ചുള്ള കുർബാന കണ്ട് അത് കഴിഞ്ഞിട്ട് ഞാൻ പോയി പരീക്ഷ എഴുതി. ഞാൻ തിരിച്ചു വരുമ്പോൾ നഗരി കാണിക്കലാണ്. ഇവിടെ നഗരി കാണിക്കലായിരുന്നു. അപ്പം എനിക്ക് പോകാൻ പറ്റിയില്ലല്ലോ, 6 മണിക്ക് ആയി വന്നപ്പോഴേ. അങ്ങനത്തെ ഒരു അനുഭവം. പക്ഷെ ഞാൻ പാസ്സായി. അതെ ഭയങ്കര സിസ്റ്റർ പറഞ്ഞ പോലെ അതിന് പാസ്സായി. ക്വസ്റ്റ്യൻസ് വന്നത് മുഴുവൻ ജനറൽ നോളജാണല്ലോ, പക്ഷെ ഒന്നും പാസ്സായി. അതെനിക്കൊരു അനുഭവമായിരുന്നു. സിസ്റ്റർ ലിഡിയ. അമ്മയ്ക്ക് എന്തെങ്കിലും അച്ഛനായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ഓർമ്മകളോ അനുഭവങ്ങളോ ഒക്കെ എന്തെങ്കിലും പങ്കുവയ്ക്കാം? ഒരു പ്രാവശ്യം ഞാൻ അച്ഛനെ കണ്ടിട്ടുണ്ട്. എവിടെ വെച്ച്? സിസ്റ്റർ ആയതിനു ശേഷമാണോ? സിസ്റ്റർ ആയതിനു ശേഷം. ഈ മഠത്തിലുള്ളപ്പോഴും? അല്ല, LNC കോൺവെന്റ് ചാത്തിയത്ത്. അവിടെ ഞാൻ ബോർഡിങ്ങിൽ നിൽക്കുകയായിരുന്നു. അപ്പോൾ ഞങ്ങൾ ബോർഡിങ്ങിൽ നിൽക്കുമ്പോൾ അവിടുത്തെ സിസ്റ്റേഴ്സിനെ ആനുവൽ തിരിഞ്ഞ് നടക്കുകയായിരുന്നു. അച്ഛനാണ് ധ്യാനിപ്പിക്കാൻ വന്നത്. അപ്പോൾ അച്ഛന് പരിചയമൊന്നുമില്ല, ഞങ്ങളങ്ങനെ കാണാറുണ്ടായിരുന്നു. ഒരു ദിവസം ഞങ്ങൾ ക്യാമ്പിന് പോകാൻ വേണ്ടി നിശ്ചയത്തേക്ക് ഇറങ്ങിയപ്പോൾ അച്ഛനും പള്ളിയിൽ നിന്ന് ആശ്രമത്തിലേക്ക് പോരാൻ വേണ്ടി പുറത്തേക്ക് ഇറങ്ങി. അപ്പോൾ അവിടെ വെച്ച് കണ്ടപ്പോൾ അച്ഛൻ സ്തുതി പറയുന്നത് അച്ഛൻ തലക്കോടി ദാശുപം ഇട്ടു, ഒരു ദാശുപം തന്നു ഗവൺമെൻറ് ഇട്ടു. അങ്ങനെ ഒരു പ്രാവശ്യം കണ്ടിട്ടുണ്ട്. 1939 പൊന്നിരുന്തിയിൽ ഈ ക്രൈസ്റ്റ് കിങ് കോൺവെന്റ് ഇവിടെ തുടങ്ങുന്നത്. അത് തുടങ്ങി 1 വർഷം കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ സ്കൂള് തുടങ്ങി. 1 വർഷമല്ല, 2-3 മാസം കഴിഞ്ഞപ്പോൾ ഇവിടെ സ്കൂള് തുടങ്ങി. ഈ സ്കൂളിൻ്റെ ആദ്യത്തെ 10ാം ക്ലാസ്സിൽ ബാച്ചിൽ പെട്ടതാണ് സിസ്റ്റർ മാഴ്സല. ഞങ്ങളുടെ കോൺവെന്റിലെ ഇപ്പോഴുള്ള സിസ്റ്റേഴ്സിൽ ഏറ്റവും മുതിർന്ന സിസ്റ്ററാണ്. 94 വയസ്സ് പ്രായമുണ്ട്. അപ്പോൾ സിസ്റ്റർ ഈ കാലഘട്ടങ്ങളിൽ അച്ഛൻ ഇവിടെ ഉണ്ടായിരുന്ന ആളുകളിൽ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. വീട് ഇവിടെ ആയിരുന്നതുകൊണ്ടും ഇവിടെയാണ് അന്ന് ഇവർ കാൻഡിഡേറ്റ് ആയിട്ട് ചേർന്നതും പിന്നീട് സിസ്റ്ററായിട്ട് ഇവിടെ വന്നിട്ട് ഇവിടെയാണ് പഠിപ്പിച്ചിരുന്നതൊക്കെ. അപ്പോൾ ആ കാലങ്ങളിലൊക്കെ ഈ സിസ്റ്റർ മാഴ്സല ഇവിടെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അച്ഛന് കാപ്പി കൊടുത്തിരുന്നത് കുർബാനയെല്ലാം വരുമ്പോഴോ മറ്റു ആവശ്യങ്ങൾക്കൊക്കെ വരുമ്പോൾ കാപ്പി കൊടുക്കാനായിട്ടൊക്കെ വന്നിരുന്നത്, പിന്നെ മറ്റു കാര്യങ്ങൾക്ക് ഇടപെട്ടിരുന്നതും ഒക്കെ മത്സരാമ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ ഓർമ്മ മറന്നു പോകുന്നത് കൊണ്ട് പറയാൻ ഇഷ്ടമുണ്ട്. ഇന്നലെ ഞാൻ നിങ്ങൾ വരുമെന്ന് പറഞ്ഞപ്പോൾ തിയോഫിനച്ചെന്ന് പറഞ്ഞപ്പോൾ തന്നെ വളരെ സന്തോഷത്തോടു കൂടിയാണ് പറഞ്ഞത്. എനിക്കറിയാം, പക്ഷെ പറയാൻ ആലോചിക്കുമ്പോൾ കിട്ടുന്നില്ല. അതാണ് മത്സരാമ ഇപ്പോൾ ഈ വിശ്രമകാലം ഇവിടെ ഉണ്ട്. തിയോഫിനച്ചനെ കുറിച്ച് എന്തെങ്കിലും ഓർമ്മകള്
ഒക്കെ ഉണ്ടെങ്കിൽ അമ്മ ഒന്ന് പറയാവോ? ദൈവത്തിന് വെച്ചാൽ ഞാനേ കാപ്പിയൊക്കെ കൊടുത്തിട്ടുണ്ട്. ആണോ? അപ്പൊ സംസാരിച്ചു ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇവിടെ സിസ്റ്ററിന് ഇതിന്റെ പേരറിയാം. ഏതാണ്ട് പലഹാരം കൊടുത്തപ്പോഴേ സിസ്റ്ററിന് ഇത് പേരറിയാമോ എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞപ്പോ ഇതിന് വേറൊരു പേരുണ്ട് ഈ പലഹാരത്തിന്. പലഹാരത്തിന് എന്ന് പറഞ്ഞാൽ ആ പേര് പറഞ്ഞു. അങ്ങനെ അത് ഓർമ്മ ഇപ്പൊ ഞാൻ മറന്നുപോയി. മറന്നുപോയി, കുറെ കൊല്ലമില്ലേ. ഇത് സിസ്റ്റർ ഫിലമിൻ. സിസ്റ്റർ തിയോഫനച്ചൻ ഉണ്ടായിരുന്ന കാലഘട്ടങ്ങളിൽ ഇവിടെ പൊന്നുരുന്നി കോൺവെന്റിലില്ല. പക്ഷെ ഞങ്ങളുടെ തൊട്ടടുത്തുള്ള കോൺവെന്റുകളിൽ ഞങ്ങളുടെ സഭയുടെ ആദ്യത്തെ പ്രോവിൻസിന്റെ റീജിയൻ ആയിരുന്നപ്പോൾ റീജിയൻ മദർ, ആദ്യത്തെ പ്രോവിൻസായിട്ട് ഉയർന്നപ്പോൾ പ്രൊവിൻഷ്യലായിരുന്നു. അങ്ങനെ വർഷങ്ങൾ ഞങ്ങളുടെ സഭയുടെ അധികാരികൾ. അപ്പോൾ ആ കാലഘട്ടങ്ങളിലും അതിനു മുമ്പുള്ള ഇവിടെ അടുത്തുള്ള കോൺവെന്റുകളിലൊക്കെ ഉണ്ടായിരുന്നതുകൊണ്ടും ഞങ്ങളുടെ കോൺവെന്റിൽ തന്നെ തിയോഫനച്ചൻ്റെ ബന്ധുവായിട്ടുള്ള സിസ്റ്റർ മെലാനെ ഉണ്ടായിരുന്നു. സിസ്റ്റർ ഉണ്ടായിരുന്ന കോൺവെന്റിൽ അനേക നാളുകൾ ഈ സിസ്റ്റർ ഫിലമിൻ സുപ്പീരിയറായിട്ടും പ്രൊവിൻഷ്യലുമായിട്ടൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അതുകൊണ്ട് തന്നെ തിയോഫനച്ചനെ നേരിട്ട് കണ്ടിട്ടും സംസാരിച്ചിട്ടും ഉണ്ടെന്ന് പറഞ്ഞു. പക്ഷെ ഓരോ സംഭവങ്ങൾ ഓർമ്മിച്ച് പറയാനായിട്ട് സിസ്റ്ററിന് ഇപ്പോഴും സാധിക്കുന്നില്ല. ഇപ്പോൾ 90 വയസ്സ് ആയിട്ടുണ്ട് ഫിലമിന്. അപ്പോൾ ഓർമ്മയുടെ ഒരു ഇതിൽ ഇവർക്ക് പറയാനായിട്ട് സാധിക്കുന്നില്ലായിരുന്നു. ചെറുപ്പത്തിൽ ഞങ്ങളിത് പറഞ്ഞ് കേട്ടിട്ടുണ്ട്. ഒരു തിയോഫനച്ചൻ്റെ ഓരോ പരിപാടികൾ ഇവിടെ വരുമ്പോൾ സമാധിയിൽ പ്രാർത്ഥിക്കാൻ പോകുമ്പോഴൊക്കെ അച്ഛനെ കുറിച്ചുള്ള ഒത്തിരി കാര്യങ്ങൾ ഇവരെല്ലാവരും പങ്കുവച്ചും ഇതിനു മുമ്പ് ഇവിടെ ഒന്ന് മരിച്ചു പോയിട്ടുള്ളവരൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട് ഞാൻ. പിന്നെ നമ്മുടെ കൂടെയുള്ളത് ജെർണച്ചനാണ്. തിയോഫനച്ചന്റെ കീഴിൽ സെമിനാരി പഠനം നടത്താനായിട്ട് ഭാഗ്യം ലഭിച്ച ഒരാളാണ് ജെർണച്ചൻ. ജെർണച്ച, തിയോഫനച്ചനെ കുറിച്ചുള്ള അച്ഛൻ്റെ ഓർമ്മകളൊന്ന് പങ്കുവെക്കാവോ? അച്ഛനോട് ആദ്യം സംസാരിച്ചപ്പോൾ അച്ഛൻ പറഞ്ഞിരുന്നു സെമിനാരിൽ വരുന്നതിന് മുന്നേ കുട്ടിയായിരുന്നപ്പോൾ തന്നെ തിയോഫനച്ചനെ അറിയാമായിരുന്നെന്ന്. അപ്പൊ അനുഭവങ്ങളൊക്കെ ഒന്ന് കുറച്ച് ഞങ്ങളോട് പങ്കുവെക്കാം. ഞാൻ വളരെ ചെറുതായിരുന്ന സമയത്ത് തന്നെ ഈ തിയോഫനച്ചൻ ഞങ്ങൾ തൈക്കുട ഞങ്ങളുടെ ഇടവഴി അപ്പോൾ അവിടെ മിഷൻ ധ്യാനത്തിന് വന്നിട്ടുണ്ട് അച്ഛൻ വരുന്നത്. അപ്പോൾ അച്ഛൻ്റെ ആ സ്കള് വെച്ചിട്ടുള്ള തലയോട്ടി പ്രസംഗം അതിന് പുള്ളിയാണ് ഫേമസ് ആണ്. അപ്പോൾ ഒത്തിരി എല്ലാവരും ഇപ്പോൾ നമ്മളൊക്കെ കൊച്ചു പിള്ളേരാണെങ്കിലും അതൊക്കെ കണ്ട് കറങ്ങിയാണ് അവിടെ നമ്മളുടെ ജോലിയല്ല, രണ്ട് വേറെ ഒന്നുമില്ല. അപ്പോൾ ഈ തിയോഫനച്ചൻ്റെ ഇത് എനിക്ക് വളരെ ഇമ്പ്രസീവായി. പക്ഷെ ഒരു ചെറിയൊരു ചരിത്രമുണ്ട്. ഞാൻ ഈ കപ്പുച്ചൻ സഭയിൽ വന്നത് ശരിക്കും ഞാൻ ഈ കപ്പുച്ചൻ സഭയിലേക്ക് വേണ്ടി വന്നതല്ല. ഞാനിവിടെ 8ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ള സമയത്ത് ഒരു പനക്കൻ എന്ന് പറഞ്ഞ ഒരു അച്ഛൻ, ഒരു SJ അങ്ങേര് ഇവിടെ വന്നിരുന്നു. ഞങ്ങൾ 2 പേരുണ്ടായിരുന്നു. റിക്രൂട്ട് ചെയ്യാൻ വന്നു. എനിക്ക് സെലക്ഷൻ കിട്ടി, പുള്ളിക്ക് കിട്ടിയില്ല. അതിൻ്റെ മക്കിയാട് ഞങ്ങൾ അവിടെ മക്കിയാട് അവരുടെ ആശ്രമം ബെന്നിറ്റൈൻസിൻ്റെ. അപ്പോൾ അവിടെ പോകണം. പൂനെ. അപ്പോൾ അവിടെ നിൽക്കണം. ഈ സെമിനാരിയിൽ നിന്ന് പഠിക്കണം. ഡയസിഷൻ സെമിനാരിയിൽ നിന്നിട്ട് സെയിൻറ്റ് ആൽബർട്ട്സിൽ പോയി പഠിക്കണം. അപ്പോൾ വൈപ്പിശ്ശേരി അച്ഛനായിരുന്നു അവിടുത്തെ തൈക്കുടമ്പിക്കാർ. അപ്പം ഞാൻ എൻ്റെ ഫാദറും കൂടി അവിടെ പോയി സെമിനാരിൽ ചെന്ന് അവിടെ ചെന്നപ്പോൾ സെമിനാരിയിൽ സ്ഥലം കുറവാണ്, അവിടെ കിട്ടും. അപ്പോൾ അടുത്ത വർഷം വരാകുമ്പോൾ അപ്പോൾ ഞങ്ങൾ വിഷമിച്ച് ഞങ്ങൾ തിരിച്ച് വന്ന് ഇവിടെ പള്ളിയിൽ വന്ന വികാരി അച്ഛനോട് വൈപ്പിശ്ശേരി അച്ഛനോട് പറഞ്ഞപ്പോൾ ആ സമയത്ത് ഫുൾജൻസ്, ഈ കാണുന്ന ഫാദർ ഫുൾജൻസ് ആണ്. ഇത് ഫാദർ ഫുൾജൻസ് അച്ഛൻ്റെ വലിയ ദോസ്താണ്, ഫ്രണ്ടാണ്. ഇത് നിങ്ങൾ 3 പേര് നിൽക്കുന്ന ഒരു ഫോട്ടോയാണ്. അതെ. അപ്പോൾ ഇത് ഞാനാണ്. അപ്പോൾ ഈ ഫുൾജൻസ് അച്ഛൻ ഒരു വിധത്തിൽ ഒരു ഉപകരണമായിരുന്നു ഞാൻ ഈ കപ്പുച്ചൻ സഭയിലേക്ക് വരാനായിട്ട്. അപ്പോൾ ഇവിടെ വന്നപ്പോൾ ഫുൾജൻസ് അച്ഛൻ പറഞ്ഞു, എന്തിനാ അവിടെയൊക്കെ പോയി ചേരുന്നു? ഇവിടെ ഞങ്ങൾ സെമിനാരിൽ ധാരാളം സ്ഥലമുണ്ടല്ലോ, ഇങ്ങോട്ട് വരാൻ പാടില്ലെന്ന്. അങ്ങനെ നേരെ ഇങ്ങോട്ട് വന്നത്. ഇടപെടലാണ് ഈ അച്ഛൻ കാരണമാണോ, അല്ലെങ്കിൽ ഞാൻ വരില്ലായിരുന്നല്ലോ. ഇപ്പം അങ്ങോട്ടൊക്കെ പോയി പോകേണ്ടതാണ്. പിന്നെ വേറൊരു ഇതുണ്ട്. എനിക്ക് എൻ്റെ പാരൻസ്, എൻ്റെ അമ്മ മഠത്തിൽ FMM കോൺവെന്റിൽ അവിടെ ഈ തയ്യൽ ആയിട്ടൊക്കെ ജോലി നോക്കിയിട്ടുള്ളതാണ്. എൻ്റെ ഫാദറാണെങ്കിൽ ഒരു നല്ല ഒരു ഗോഡ് ഫിയറിങ് നല്ല ഒരു ഇതാണ്. അപ്പം അവർക്ക് ഒരാഗ്രഹമുണ്ട് അവരുടെ മകനെ അച്ഛനാകാൻ വിടണമെന്ന്. അപ്പം എന്നോടെപ്പോഴും കുറേ എന്നെ പ്രോത്സാഹിപ്പിക്കും. അപ്പം ഞാൻ പറഞ്ഞു, എനിക്ക് ഈ ഉടുപ്പിനോടൊക്കെ വലിയ താല്പര്യമില്ല, ഈ നിറങ്ങ ഇത് വലിയ, പിന്നെ താടി
താടിയുള്ളവർ എനിക്ക് ഒട്ടും വേണ്ട. പക്ഷെ നമ്മുടെ ഇവിടെ സെയിന്റ് ആനിയുടെ ഒരു സ്റ്റാച്ചു ഉണ്ട് നമ്മുടെ തൈക്കുടം പാലത്തിൻ്റെ അടുത്ത്. ഞാൻ പറഞ്ഞു സെയിന്റ് ആനിയുടെ സഭയിൽ ചേരുന്നതിന് കുഴപ്പമില്ല, കാരണം സെയിന്റ് ആനിക്ക് ക്ലീൻ ഷേവാണ്. അപ്പോൾ അതുകൊണ്ട് വലിയ കുഴപ്പമില്ലെന്ന് ഞാൻ അങ്ങനെ പറയുമായിരുന്നു. അപ്പോഴാണ് ഈ ഇങ്ങനെ വന്നപ്പോൾ ഇതിങ്ങനെ ഒത്തു വന്നത്. അപ്പോൾ അത് എനിക്ക് വേണ്ടെന്ന് പറഞ്ഞ സഭയിൽ തന്നെ ഒരുമിച്ച് അങ്ങനെ വന്ന് കയറി. അപ്പോൾ അതൊക്കെ ഒരു തമ്പുരാൻ്റെ ഒരു കളിയാണ് അതിൽ കാണുന്നത് അന്നത്തെ ഇത്. അല്ലാണ്ട് ശരിക്കും ഒരു തിയോഫനച്ചനുമായിട്ടുള്ള ഞാൻ അച്ഛനായി കഴിഞ്ഞ് നടക്കുന്ന ഒത്തിരി സംഭവങ്ങളുണ്ടായിരുന്നു. അത് ആരും പറയാത്ത കാര്യമാണ്. തിയോഫനച്ചന് ബൈലൊക്കേഷൻ അതുണ്ടായിരുന്നു, ബൈലൊക്കേഷൻ ഉണ്ടായിരുന്നു. അതായത് ഇവിടെ ഈ ഫോർട്ട് കൊച്ചി അവിടെ ഈ ഗൗതം ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞ ഗവൺമെന്റ് ഹോസ്പിറ്റലാണ്. അച്ഛാ, ഈ പ്രേക്ഷകരുടെ അവരുടെ ക്ലാരിറ്റിക്ക് വേണ്ടിയിട്ട് ബൈലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ആളുകൾക്ക് മനസ്സിലാവും. അതായത് ഒരേ സമയം തന്നെ രണ്ട് സ്ഥലത്ത് ഒരു സമയം രണ്ട് സ്ഥലത്ത് ഇപ്പൊ ഞാനുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു, അതേ സമയം തന്നെ ഒരു 10-50-60 കിലോമീറ്റർ അകലെ വേറൊരാളായിട്ട് സംസാരിച്ചിട്ടുണ്ട്. അപ്പൊ ഇയാൾ കൊറോണേഷൻ ഹോട്ടലിൽ നിന്നാണ് അയാളുടെ ഹോട്ടൽ. അത് ഈ ഹോസ്പിറ്റലിന് ജസ്റ്റ് ഓപ്പോസിറ്റാണ്. അന്നാ കാണുന്നവർക്ക് 19 വയസ്സുണ്ട്, 80 വയസ്സുമാണ് ഉണ്ട്. അപ്പം ഞാനവിടെ വെഞ്ചരിക്കാൻ അങ്ങോട്ട് വിളിച്ചുകൊണ്ട് പോയതാണ്. അപ്പോൾ ഇങ്ങനെ സംസാരിച്ചപ്പോൾ പുള്ളി പറഞ്ഞ് ഇങ്ങനെ തിയോഫനച്ചൻ്റെ അടുത്ത് വരുമായിരുന്നു, ഇവിടെ വന്ന് ഞങ്ങൾ എൻ്റെ പ്രശ്നങ്ങളൊക്കെ അച്ഛനോട് പറയും, അച്ഛൻ എനിക്കൊരു പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. അപ്പോൾ ഒരു ദിവസം അച്ഛൻ എൻ്റെ അടുത്ത് വന്ന് ഇങ്ങനെ ഞങ്ങൾ അച്ഛൻ പ്രാർത്ഥിച്ച് അച്ഛൻ പോയി. അത് കഴിഞ്ഞപ്പോൾ പുള്ളിയുടെ കൂട്ടുകാരന് പുള്ളി വിളിച്ച് പറഞ്ഞു, അതേ തിയോഫനച്ചൻ ഇവിടെ വന്നിരുന്ന് പ്രാർത്ഥിച്ച് എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച് വന്നിട്ട് ഞാൻ പോയെന്ന് പറയും, ഇന്ന സമയത്താണോ വന്നത്. അപ്പോൾ അയാൾ പറഞ്ഞു ആ സമയത്ത് തിയോഫനച്ചൻ ഇവിടെ എൻ്റെ അടുത്തുണ്ടായത് നമ്മളുടെ പുത്തൻകുരിശ് സൈഡാണ് കണ്ടോ അങ്ങനെ കൂട്ടുകാരൻ. തിയോഫനച്ചനോട് ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നല്ല ആ മനുഷ്യൻ പറഞ്ഞ ഇത് രണ്ടും രണ്ട് ദിശയിലുള്ള സ്ഥലങ്ങളാണ്. ഒന്ന് ഇവിടെ ബോട്ട് വെച്ച്, മറ്റേ പുത്തൻകുരിശ് എന്ന് പറഞ്ഞാൽ ഈ ഇവിടെ നിന്ന് പോകുന്ന വഴിക്കേ നമ്മളുടെ തൃപ്പൂണിത്തുറയിൽ നിന്ന് അങ്ങോട്ട് പോകുമ്പോൾ പുത്തൻകുരിശ് അവിടെ നിന്ന് തിരിഞ്ഞാണ് നമ്മൾ ഇങ്ങോട്ടൊക്കെ പോകുന്നത്, തൊടുപുഴ മൂവാറ്റുപുഴ അങ്ങനെ ആ ഏരിയയിലൊക്കെ പോകുന്നത്. അപ്പോൾ അവിടെ പുള്ളി ഉണ്ടായിരുന്നു. അതാണ് എനിക്ക് വളരെ ഇമ്പ്രസ്ഡ് ആയിട്ടുള്ള ഒരേ സമയം തന്നെ ഇങ്ങനെ രണ്ട് തരത്തിൽ പുള്ളി. അതുപോലെ തിയോഫനച്ചൻ ഈസ് എ മാൻ ഫോർ ഓൾ. പുള്ളിക്ക് മതം ജാതി ഈ വ്യത്യാസമൊന്നുമില്ല, മനസ്സിലായി. അതിൻ്റെ ഒരു ഉദാഹരണം എന്ന് പറഞ്ഞാൽ ഞാൻ സുപ്പീരിയർ ആയി കഴിഞ്ഞപ്പോൾ അപ്പോൾ ആളുകൾ സുപ്പീരിയറെ കാണാനല്ലേ വരുള്ളൂ, എന്തെങ്കിലും ബ്ലെസ്സിങ്ങിനും അല്ല ഇതിനൊക്കെ ഒന്ന് വിളിക്കുന്നത്. അപ്പോൾ ഒരു പാർട്ടി ഈ തമ്മനം സൈഡിൽ നിന്ന് വന്നിരുന്നു ഇവിടെ എന്നെ കാണാനായിട്ട്. എന്നിട്ട് പറഞ്ഞു, അച്ഛോ ഞങ്ങൾക്ക് വീട് പണിയണം, ആ വീടിൻ്റെ അടുത്തൊരു മരമുണ്ട്, ഒരു വലിയൊരു മരമുണ്ട്, ആ മരം വെട്ടാൻ മുറിക്കാൻ എല്ലാവരും പേടി. അതിന് ആ മരം മുറിച്ചാൽ ബോഡിക്ക് റിയാക്ഷൻ ഉണ്ടാവും, ശരീരത്തിൽ നിന്ന് ബ്ലഡ് വരും എന്ന് പറയും. വെട്ടുന്ന ആളുടെ ശരീരത്തിൽ അത് കാരണം അവർക്ക് പേടി, ഭയങ്കര പേടി. അപ്പോൾ ഞാനപ്പോൾ പോയി അന്ന് എലത്തീനില്ല റൂബ്രിക്സ് അതിൽ ഈ എക്സോർസിസം ഉണ്ട്. ഞാനവിടെ പോയി അത് എക്സോർസിസം നടത്തി. എന്നിട്ട് ഒരു വെട്ടിയെടുത്ത് കൊണ്ടുപോയി അങ്ങോട്ട് ഞാൻ ഒരു വെട്ടിയാണ് എന്നിട്ട് പറഞ്ഞ് നിങ്ങൾ വെട്ടിക്കൊന്നു. അവർ വെട്ടി ഒന്നും സംഭവിച്ചില്ല. നമ്മളുടെ തിയോഫനച്ചൻ്റെ ആ ഇത് അവിടെ സംഭവിച്ചു. അവർ വെട്ടി വീടൊക്കെ പണിത് ഒരു കുഴപ്പമില്ല. അപ്പോൾ അതാണ്. അപ്പം അങ്ങനെ ഉള്ള ഇത് ഒരു അനുഭവം എൻ്റെ ജീവിതത്തിൽ തിയോഫനായിട്ട്. അച്ഛൻ വേറൊരു കാര്യം ചോദിക്കാനുള്ള, അച്ഛൻ്റെ ഗുരുവായിരുന്നല്ലോ തിയോഫനച്ചൻ. അപ്പൊ ഇങ്ങനെ തിയോഫനച്ചന്റെ പ്രാർത്ഥനാ രീതികൾ, ആത്മീയ ജീവിതം ഒക്കെ ചിലപ്പോൾ അച്ഛൻ കണ്ടിട്ടുണ്ടോ, മനസ്സിലാക്കിയിട്ടുണ്ടോ? അച്ഛന്റെ പ്രാർത്ഥനാ ജീവിതത്തെ അത് സ്വാധീനിച്ചിട്ടുണ്ടോ? തിയോഫനച്ചന്റെ ആ ഒരു പ്രാർത്ഥന ആധ്യാത്മികമായിട്ടുള്ള വശങ്ങളെ കുറിച്ചൊക്കെ അച്ഛൻ കണ്ടതും കേട്ടതും എന്ന് പറയാം. തിയോഫനച്ചന്റെ പ്രാർത്ഥനാ ജീവിതം എന്ന് പറയാൻ പുള്ളി കൊയറിൽ മുടങ്ങാണ്ട് വരുമായിരുന്നു. കൊയറിൽ വന്നിരുന്ന് പ്രാർത്ഥിക്കുക. ഈ അസുഖമുള്ള വ്യക്തി, ഈ പുള്ളിക്ക് ഐ ഡയബറ്റിക്സും ഈ ഇവിടെ ഇത് കെട്ടിയിട്ട് ഇവിടെയുള്ള ഈ ബ്ലീഡിങ് ഒക്കെ എല്ലാം ഉണ്ടായിരുന്നു. എങ്കിലും പള്ളിയിൽ മുടങ്ങാണ്ട് വരുമായിരുന്നു. ഇന്ന് നമ്മോട് കൂടിയുള്ളത് തിയോഫനച്ചന്റെ നാമകരണ നടപടികളുമായിട്ട് ബന്ധപ്പെട്ട് ഏറ്റവും പ്രധാനപ്പെട്ട റോള് വഹിക്കുന്ന വൈസ് പോസ്റ്റ്ലേറ്റർ ആയിട്ടുള്ള റോബിൻ ഡാനിയൽ അച്ഛനാണ്. അച്ഛൻ സെന്റ് ഫ്രാൻസിസ് കപ്പൂച്ചിൻ പ്രൊവിൻസിന്റെ മുൻ പ്രൊവിൻഷ്യലും
അതുപോലെ തന്നെ പ്രസിദ്ധനായ ഒരു ഫ്രാൻസിസ്കൻ സ്കോളറും കൂടിയാണ്. അപ്പോൾ അച്ഛനോട് നമ്മൾ സംസാരിക്കുമ്പോൾ നമുക്ക് തിയോഫനച്ചനുമായിട്ടുള്ള അച്ഛൻ്റെ കൂടുതൽ അനുഭവങ്ങളും ആ വ്യക്തിപരമായിട്ടുള്ള അനുഭവങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ജീവിതത്തിൽ ഒരിക്കലും ഒരു നഷ്ടബോധമോ അല്ലെങ്കിൽ എന്തെങ്കിലും തെറ്റുപറ്റിയെന്നോ ഒരിക്കലും ചിന്തിക്കാത്തൊരു കാര്യം ഒരു കപ്പുച്ചിൻ വൈദികനാകാനായിട്ട് സാധിച്ചു എന്നുള്ളതാണ്. അതിന് നിമിത്തമായത് തിയോഫനച്ചനാണ്. എന്ന് പറഞ്ഞാൽ ഞാൻ 10ാം ക്ലാസ്സിലോട്ട് അങ്ങ് ജയിച്ച സമയത്ത് എന്നെ എൻ്റെ വീട്ടിൽ വന്ന് കണ്ട് എന്നോട് പറഞ്ഞ് നീ വേണം സെമിനാരിൽ വരിക, അവിടെ വെച്ച് പഠിക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ എന്നെ വിളിച്ച് ഈ പൊന്നുരുന്നി ആശ്രമത്തിൽ കൊണ്ടുവന്നത് തിയോഫനച്ചനാണ്. വളരെ പ്രധാനമല്ല, ദി ഓൺലി ഇമ്പോർട്ടന്റ് പേഴ്സൺ. അതൊരു വലിയ ഭാഗ്യമാണ്. അച്ഛൻ വിളിച്ചു കൊണ്ടുവന്നു. ഇവിടെ ആശ്രമം പണിത് തുടങ്ങിയിട്ടുള്ളൂ, സംവിധാനങ്ങളൊന്നും ആയിട്ടില്ല. 1959 അന്ന്. ഞാനിവിടെ വരുന്നത് 60-61 വളരെ പരിമിതമായ സംവിധാനത്തിൽ ഞങ്ങളെ 12 പേരെ അച്ഛനിവിടെ തിരഞ്ഞെടുത്ത് ഞങ്ങളെ പഠിപ്പിക്കാൻ തുടങ്ങി. പരിമിതമായ സംവിധാനം എന്ന് പറഞ്ഞാൽ ഒരു ഷെഡേ ഉണ്ടായിരുന്നുള്ളൂ ഞങ്ങൾക്ക് ടോയ്ലറ്റിൽ പോകാനായിട്ട്. ഇന്ന് നമ്മൾക്ക് കേൾക്കുമ്പോൾ അത് വളരെ ആശ്ചര്യകരമാണ്. വെറുതെ കുഴി കുത്തി വെച്ചിരിക്കുകയായിരുന്നു. എന്നിട്ട് അവിടെ ഓല കൊണ്ട് മറച്ച മറപ്പരയാണ്. വെളിയിൽ ഒരു ടിന്നിലല്ലെങ്കിൽ ഒരു വലിയ വീപ്പയ്ക്കകത്ത് കുറെ ചുണ്ണാമ്പ് വെച്ചിട്ടുണ്ട്, കുമ്മായം വെച്ചിട്ടുണ്ട്. ഓരോരുത്തർ അവിടെ പോയി കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ യു ആർ എക്സ്പെക്റ്റഡ് ടു പുട്ട് സം കുമ്മായം തയ്യാറ്. അത്രയുള്ള ഒരു ലിമിറ്റേഷനിലായിരുന്നു സെമിനാരി ആരംഭിച്ചത്. ഞങ്ങൾ 12 പേര്, 11, 12. ഞാൻ മാത്രമേ 10ാം ക്ലാസ്സുകാരനുണ്ടായിരുന്നുള്ളൂ. 9ാം ക്ലാസ്സുകാരനുണ്ടായിരുന്നു, 8ാം ക്ലാസ്സുകാരുണ്ടായിരുന്നു, 7ാം ക്ലാസ്സുകാരനുണ്ടായിരുന്നു. അപ്പോൾ അതാണ് എനിക്ക് ഏറ്റവും വലിയൊരു അച്ഛനോടുള്ള ആ ഒരു കടപ്പാട് എന്ന് പറയുന്നത്. അതാണ്. ആദ്യത്തെ വർഷമൊക്കെ അച്ഛൻ്റെ കൂടെ തന്നെയായിരുന്നു തിയോഫനച്ചനും? നിങ്ങളൊരു കമ്മ്യൂണിറ്റിയിൽ അംഗങ്ങളായിരുന്നു? ഞങ്ങൾക്ക് അവിടെ ഒരു ഷെഡ് ഉണ്ടായിരുന്നു. ഞങ്ങൾ ആ ഷെഡിലാണ്. ഷെഡ് എന്ന് പറഞ്ഞാൽ വെറും പട്ടിക വെച്ച് അടിച്ച് മറച്ചിട്ടുള്ള ഒരു ഷെഡാണ്. ഞങ്ങൾ 12 പേർ അവിടെ താമസിക്കുന്നു. ഒരു ബ്രദർ ഞങ്ങളുടെ ചാർജ് നോക്കാനുണ്ട്. അച്ഛനൊക്കെ ഇവിടെ ഇപ്പുറത്താണ്. പക്ഷെ മറ്റു കാര്യങ്ങൾക്കൊക്കെ ഞങ്ങൾ ഇങ്ങോട്ട് ഇന്നത്തെ പോലെയുള്ള ആ വലിയ സെപ്പറേഷൻ ഒന്നുമില്ല. ഞങ്ങൾ ഒന്നിച്ചിങ്ങനെ മിക്സ് ചെയ്യണം. ഇവരുടെ ജീവിതത്തെ കൂടുതൽ നേരിൽ കാണാൻ സാധിച്ചു. അത് നമ്മളെ വേറൊരു സ്ഥലത്തോട്ട് മാറ്റിയല്ല താമസിപ്പിച്ചിരിക്കുന്നത്. നമ്മൾ ഇവരുമായിട്ട് മിക്സ് ചെയ്യുന്നു. ഇവരുടെ കൊയറിൽ വന്ന് കൊന്തയില്ലുന്നു, അവിടെ പ്രാർത്ഥനയ്ക്ക് ഇരിക്കുന്നു. അങ്ങനെയുള്ള അത് പള്ളിയും ഒരു ഓലപ്പുരയായിരുന്നു. അവിടെ മണൽ വിരിച്ചിരിക്കുകയാണ്. ഞങ്ങൾ അവിടെ മുട്ടുകുത്തി നിന്ന് കുർബാന കാണുന്നു. അപ്പൊ ഇവരുടെ ജീവിതവുമായിട്ട് തിയോഫനച്ചന്റെ ജീവിതവും അച്ഛൻ്റെ കൂടെ ഉണ്ടായിരുന്ന മറ്റു വൈദികരുടെ ജീവിതവും നേരിൽ കാണുന്നതിനും വിലയിരുത്തുന്നതിനും അതിൻ്റെ ആ ഒരു ധന്യത മനസ്സിലാക്കുന്നതിനും സാധിച്ച ഒരവസരമായിരുന്നു. പറഞ്ഞു വളരെ പരിമിതമായ സാഹചര്യങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. എങ്കിലും ആ സാഹചര്യങ്ങളിലൊക്കെ നന്നായിട്ട് ജീവിക്കാനായിട്ട് അല്ലെങ്കിൽ ഒരു പ്രചോദനമായി നിന്നത് തിയോഫനച്ചനായിരുന്നു. തീർച്ചയായിട്ടും അച്ഛൻ്റെ ആ നല്ല മാതൃക ഏതെല്ലാം പ്രതിസന്ധികൾ ഉണ്ടായിരുന്നപ്പോഴും നമുക്ക് വലിയൊരു കരുത്തായിരുന്നു, വലിയ കരുത്തായിരുന്നു. അച്ഛൻ്റെ ആ പുഞ്ചരിക്കുന്ന മുഖത്ത് നോക്കിയിട്ട് നമുക്കൊരു വിമ്മിഷ്ടം കാണിക്കാൻ സാധിക്കില്ലായിരുന്നു. ഇമ്പോസിബിൾ ടു ഷോ. കാരണം അതെല്ലാം അങ്ങ് ഉരുകിപ്പോവും. അച്ഛൻ അവിടെ കടന്നു വരുമ്പോഴും ഞങ്ങളുടെ ക്ലാസ് മുറിയിൽ വന്നിരിക്കുമ്പോഴും അതെല്ലാം അങ്ങ് ഉരുകിപ്പോവും. തിയോഫനച്ചൻ ഇങ്ങനെ കുട്ടികളോടും യുവജനങ്ങളോടൊക്കെ വളരെ അടുത്തിടപെടുകയും അവരെയൊക്കെ ഒത്തിരി സ്നേഹിക്കുകയും ചെയ്യുന്ന ആളാണെന്ന് കേട്ടിട്ടുണ്ട്. ഇപ്പം ഇന്നത്തെ യുവജനങ്ങളോട് അല്ലെങ്കിൽ കുട്ടികളോടൊക്കെ തിയോഫനച്ചന്റെ ജീവിതത്തിന്റെ വെളിച്ചത്തിൽ അച്ഛൻ എന്താണ് പറയാനുള്ളത്? അതായത് ആ കാലഘട്ടത്തിൽ തന്നെ ഇവിടെ ശാന്തി കലാ കേന്ദ്രം എന്ന് പറയുന്ന ഒരു ഒരു പ്രസ്ഥാനം ഉണ്ടാക്കി അച്ഛൻ. കുട്ടികൾക്കും അവർ ഡ്രാമകൾ പ്രാക്ടീസ് ചെയ്യുന്നു. ആ ഡ്രാമ അവരുടെ എനാക്ട് ചെയ്യുന്നു. ഇപ്പോഴും ആശ്രമത്തിലുള്ള സ്റ്റേജ് അന്ന് അച്ഛൻ കെട്ടിയിട്ട സ്റ്റേജാണ്. അല്ലാണ്ട് അതിനുശേഷം നമ്മൾ കെട്ടിയതൊന്നുമില്ല. ഈ സ്റ്റേജിൽ ഇവിടുത്തെ കൊച്ചുങ്ങളും അതുപോലെ യുവാക്കളും എല്ലാം ഡ്രാമകൾ അഭിനയിക്കുന്നു. അവരുടെ കലാപരിപാടികൾ ഉണ്ടാവും. അതിനൊക്കെ വലിയച്ഛൻ എന്നാണ് അച്ഛനെ എല്ലാവരും വിളിക്കുന്നത്. വലിയച്ഛൻ അവിടെ വന്നിരിപ്പുണ്ടാവും. അവർക്ക് എല്ലാ പ്രചോദനവും കൊടുക്കാനായിട്ട്. അതൊന്ന്. അതുപോലെ തന്നെ അന്നുണ്ടാക്കിയ ഒരു വലിയ സംഘടനയാണ് ക്രിസ്തീയ സേവാ സംഘം എന്നും പറഞ്ഞു. ഇവിടെയുള്ള എന്താ പറയുന്ന കുടുംബനാഥന്മാരെയും ഒന്നിച്ചു കൊണ്ടുവന്നിട്ടുള്ള നല്ലൊരു സംഘടനയായിരുന്നു ക്രിസ്തീയ സേവാ സംഘം എന്ന് പറഞ്ഞുകൊണ്ട്. അതിൻ്റെയൊക്കെ പല ഡോക്യുമെന്റ്സും നമുക്ക് ആശ്രമത്തിലുണ്ട്. പക്ഷെ പിന്നീടൊക്കെ വന്ന് അച്ഛനൊക്കെ മരിച്ചു പോയതിന് ശേഷം
അതിന് നേതൃത്വം കൊടുക്കാനായിട്ട് ആ സിദ്ധിയുള്ളവരുണ്ടായില്ല. അതുകൊണ്ട് തന്നെ അത് കിട്ടും. ഈ ഒരു നാടിന്റെ കലാ സാംസ്കാരിക മേഖലയിൽ വലിയൊരു വ്യക്തിമുദ്ര പതിപ്പിക്കാനായിട്ട് തിയോഫനച്ചന് കഴിഞ്ഞു എന്ന് തന്നെ പറയാം. അച്ഛനില് റോബിനച്ഛൻ കണ്ട ഏറ്റവും നല്ലൊരു പുണ്യം അല്ലെങ്കിൽ ഒരു അനുകരിക്കാൻ പറ്റുമെന്ന് തോന്നിയ ഒരു നന്മ അല്ലെങ്കിൽ ഒരു അച്ഛൻ ചെയ്തിട്ട് നന്മ പ്രവൃത്തി എന്താണെന്ന് പറയാൻ പറ്റുമോ അച്ഛൻ്റെ ഓർമ്മയിൽ നിന്ന്? നമ്മളെ കൂടുതൽ ആകർഷിച്ച എന്താണെന്നുള്ളത് ഒരു കാര്യമുള്ളത്, നമുക്കവിടെ കൊയറുണ്ടായിരുന്നു, പ്രാർത്ഥിക്കുന്ന അച്ഛന്മാർ വന്ന് പ്രാർത്ഥിക്കുന്ന കൊയറുണ്ട്. അതാ ദിവ്യ സക്രാരിയുടെ നേരെ പിന്നിലാണ്. ഞങ്ങൾ ആ സമയത്തൊക്കെ വരാന്തേ കൂടെ നടക്കും എഴുന്നേറ്റിട്ട്. ആ കൊയറിൽ ഏറ്റവും ആദ്യം വരുന്നത്, ഒരു ദിവസവും ഒഴിവില്ലാതെയാണ് അച്ഛൻ്റെ കൂടി ഉണ്ടെങ്കിൽ അച്ഛനായിരിക്കും. രോഗിയാണെങ്കിൽ തന്നെയും ആദ്യം കൊയറിൽ വന്ന് തിരി കത്തിക്കും. അവിടെ ഒരു ചെറിയ വെളുത്ത തുണി വെച്ചിട്ടുണ്ടായിരുന്നു. ആ തുണി എടുത്തുകൊണ്ട് എല്ലാവരും ഇരിക്കാനും മുട്ടുകുത്താനുമുള്ള സ്ഥലമൊക്കെ തുടയ്ക്കും. അതിനുശേഷം അച്ഛൻ റെഡിയാണ് ആ പ്രഭാത പ്രാർത്ഥന തുടങ്ങുന്നതിനായിട്ട്. ഇത് കഴിഞ്ഞിട്ട് ആ കൊയറിൽ നിന്ന് ഏറ്റവും അവസാനം ഇറങ്ങിപ്പോയതും അച്ഛനായിരിക്കും. ആദ്യം വരുന്ന അച്ഛൻ പ്രാർത്ഥനയ്ക്ക്, ഏറ്റവും അവസാനം ഇറങ്ങിപ്പോകുന്ന അച്ഛൻ. ഇതൊക്കെ ഞങ്ങളുടെ കൊച്ചു മനസ്സിൽ വലിയൊരു ഇംപ്രഷനാണ് ഉണ്ടായത്. പക്ഷെ അതുപോലെ തന്നെ എന്നെ ആശ്ചര്യപ്പെടുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഇവിടെ കടന്നു വരുന്ന പല മതവിഭാഗങ്ങളിൽപ്പെട്ട ജനങ്ങളാണ്. അപ്പൊ എങ്ങനെയാണ് അച്ഛന് ഇത്ര പല മതവിഭാഗങ്ങളിൽപ്പെട്ട ജനങ്ങളുടെ ഇടയിൽ ഇത്രമാത്രം സ്വീകാര്യത തിയോഫനച്ചന് കിട്ടിയത്? അച്ഛൻ്റെ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ അത് എന്താണ്? കാരണം ഒരു ദിവ്യത്വമുള്ളൊരു വ്യക്തിയാണെങ്കിൽ അത് മതങ്ങൾക്കൊക്കെ അതീതമാണ്, അതിനൊക്കെ അപ്പുറമാണ്. അപ്പോൾ ദൈവദാസൻ തിയോഫനച്ചന് ദൈവികമായിട്ടുള്ള ചില സിദ്ധികളും ചില അനുഗ്രഹങ്ങളും ഉണ്ട് എന്നുള്ളത് അച്ഛനുമായിട്ട് ഇടപെടേണ്ടി വന്നിട്ടുള്ളവരും കേട്ടറിഞ്ഞിട്ടുള്ളവരും മനസ്സിലാക്കി. മറ്റുള്ള മനുഷ്യർക്ക് ഇല്ലാത്തതായിട്ടുള്ള എന്തോ ദൈവികമായിട്ടുള്ള സിദ്ധിയും കഴിവും അച്ഛനുണ്ട് എന്ന് ബോധ്യം വന്നതോട് കൂടിയിട്ട് അവരെല്ലാം അച്ഛൻ്റെ അടുത്ത് വരും. അവർക്ക് പ്രശ്നം വരുമ്പോൾ, അവരുടെ വീട്ടിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ അവർ വല്യച്ഛനെ കൊണ്ടുപോവുക വീട്ടിൽ. അതുമില്ലെങ്കിൽ അവരുടെ മക്കളേതെങ്കിലും വഴിതെറ്റി പോകുമ്പോൾ അവർ ഉപദേശിക്കാനായിട്ട് വിളിച്ചുകൊണ്ട് പോകുന്ന വല്യച്ഛനാണ്. അതൊരു സൈക്കിൾ റിക്ഷയിലോ അല്ലെങ്കിൽ വലിക്കുന്ന റിക്ഷയിലോ കയറ്റി കൊണ്ടുപോകുന്ന അതേ സൗകര്യമുള്ളൂ. അച്ഛൻ അധികം നടക്കാൻ പറ്റില്ല, നടക്കുമ്പോൾ അച്ഛൻ നടന്നു പോകും, അല്ലെങ്കിൽ അവർ കൊണ്ടുപോകും. അവർക്ക് എല്ലാവർക്കും സ്വീകാര്യനായിരുന്നു. ഒരു കോൺട്രവേഴ്സിയും ഇല്ല. ആരോടും മതത്തെക്കുറിച്ചോ വിശ്വാസത്തെക്കുറിച്ചോ ഒന്നും വിളിച്ചു പറയുന്നില്ലായിരുന്നു, ജീവിച്ച് കാണിച്ചു, അത്രേ ഉള്ളൂ. അതുകൊണ്ടാണ് ഇന്നിപ്പോൾ നമ്മുടെ സമാധിയിലും ഇവിടെ ഗേറ്റ് 5 മണിക്ക് തുറക്കും. അവിടെ പുറത്ത് ഹിന്ദുക്കൾ കാത്തു നിൽപ്പുണ്ടാവും. 5 മണിക്ക് ഗേറ്റ് തുറക്കുമ്പോൾ ഓടി സമാധിയിലോട്ട് വരാനായിട്ട്. അതൊക്കെ അവരുടെ മനസ്സിൽ ആഴത്തിൽ പതിഞ്ഞിട്ടുള്ള വിശ്വാസമാണ്. അതിവിടെ വളരെ വ്യക്തമായിട്ടും നമ്മളുടെ കാഴ്ചയ്ക്ക് സാധിക്കുന്ന വിധത്തിലും അച്ഛനോട് അത്ഭുതങ്ങൾ ചെയ്തിട്ടുണ്ട്. അത് ചിലപ്പോൾ പിശാച് ബാധിതരായിരിക്കാം, അല്ലെങ്കിൽ വലിയ രോഗികളായിരിക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും മാനസിക വിഭ്രാന്തി ബാധിച്ചവരായിരിക്കാം. അച്ഛൻ വന്ന് കൈവച്ച് പ്രാർത്ഥിച്ചാൽ മതി, അത് ശരിയാകുന്ന ആളുകൾക്ക് ബോധ്യമുണ്ടായിരുന്നു. ആ ബോധ്യം ഓരോ ദിവസം ചെല്ലും തോറും കൂടുതൽ ആഴപ്പെട്ടു. കാരണം കാര്യങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കും. നമുക്കറിയാം, നമ്മുടെ പിതാവായ ഫ്രാൻസിസ് പ്രകൃതിയിലെ ഓരോ ചരാചരങ്ങളെ നന്നായി സ്നേഹിക്കുകയും പരിപാലിക്കുകയും ചെയ്ത ഒരു മനുഷ്യനാണ്. അപ്പോൾ അച്ഛൻ കണ്ടതിൽ വെച്ച് തിയോഫനച്ചൻ ഉണ്ടായിരുന്ന അങ്ങനെ എന്തെങ്കിലും ഒരു പുണ്യം, അതായത് പ്രകൃതിയോടുള്ള പ്രത്യേക സ്നേഹമോ അല്ലെങ്കിൽ പ്രകൃതിയിലെ ജീവജാലങ്ങളോടുള്ള പ്രത്യേകമായ സ്നേഹമോ അങ്ങനെ എന്തെങ്കിലും പ്രത്യേകമായി നോട്ട് ചെയ്ത എന്തെങ്കിലും സംഭവങ്ങളുണ്ടോ? എന്തെങ്കിലും നോട്ട് ചെയ്ത കാര്യം പറയാനായിട്ട് സാധിക്കും സാർ? തീർച്ചയായിട്ടും അന്നത്തെ കാലത്ത് ആ ആശ്രമത്തിൻ്റെ ആവൃത്തിക്കനുസരിച്ച് അകത്തുള്ള ആ മനോഹരമായിട്ടുള്ള ആ ഒരു തോട്ടം അന്നത്തെ കാലത്ത് അച്ഛൻ അവിടെ വിഭാവനം ചെയ്യുകയും അവിടെ പണിയുകയും ഉണ്ടാക്കി ചെയ്തു. ആ തോട്ടം അത് തന്നെയാണ്. ആ സ്ട്രക്ചർ നമ്മൾ മാറ്റിയിട്ടില്ല, ചെടികൾ മാറ്റി. പക്ഷേ ഇന്നും അവിടെ കാണുന്ന മരങ്ങളും എല്ലാം അച്ഛൻ നട്ടതാണ്. ആശ്രമത്തിൻ്റെ മുൻപിലും ഏറെ പച്ചപിടിപ്പിക്കാൻ അച്ഛന് സാധിച്ചു. ആ പരിമിതമായിട്ടുള്ള സമയത്തിൽ അദ്ദേഹം ചെയ്യേണ്ടതെല്ലാം ചെയ്തു. ഇപ്പം ഇവിടെ ഈ ആശ്രമ കോമ്പൗണ്ടിലുള്ള സകല കെട്ടിടങ്ങളും സംവിധാനങ്ങളും ഒരു കെട്ടിടം ഒഴിച്ച് ബാക്കിയെല്ലാം അച്ഛൻ പണിതു വെച്ചതാണ്. ഈ പള്ളി ഇത്രയും വർഷമായിട്ടും അതിൻ്റെ പുതുമ നഷ്ടപ്പെടാതെ കണ്ടും അതിൻ്റെ ആ ചാരുത നഷ്ടപ്പെടാതെ കണ്ടും നിൽക്കുന്നുണ്ടെന്നും അതും അച്ഛൻ പണിയിച്ചതാണ്. അങ്ങനെ വല്യച്ഛൻ വലിയൊരു സംഭവമായിരുന്നു ഇവിടെ. ഒരു ട്രൂ ഫ്രാൻസിസ്കൻ ആയിരുന്നു തിയോഫനച്ചൻ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. പ്രത്യേകിച്ചും തിയോഫനച്ചൻ്റെ ഒരു ജീവിത ലാളിത്യവും ഒരു സിംപ്ലിസിറ്റിയും ദാരിദ്ര്യാരൂപിയൊക്കെ നമ്മൾ അദ്ദേഹത്തെക്കുറിച്ചുള്ള പുസ്തകങ്ങളൊക്കെ വായിക്കുമ്പം
ഒത്തിരി വായിക്കാനും അനുഭവിക്കാനൊക്കെ ഇടയായിട്ടുണ്ട്. അപ്പം അച്ഛൻ അത്തരത്തിലുള്ള അച്ഛൻ്റെ ജീവിത ലാളിത്യത്തെക്കുറിച്ചും ദാരിദ്ര്യത്തോടുള്ള ആ ഒരു സ്നേഹത്തെക്കുറിച്ചൊക്കെ അച്ഛൻ എന്തെങ്കിലും പ്രത്യേകിച്ച് പറയാനുണ്ടോ തിയോഫനസിന്റെ? സച്ചിൻ, 2 സംഭവം എനിക്ക് പറയാൻ പറ്റും. ഒന്ന്, അച്ഛൻ കൊല്ലത്തെ ആശ്രമത്തിലെ അംഗമായിരിക്കുമ്പോൾ, അപ്പോൾ ഇവിടുത്തെ കാര്യം മാത്രമല്ല, ഇവിടെ വന്നത് ലാസ്റ്റ് ഒരു 9 വർഷത്തോടു കൂടിയുള്ളൂ. അതിനുമുമ്പ് കൊല്ലം ആശ്രമത്തിൽ അച്ഛൻ അംഗമായിരുന്നു. നമ്മളെല്ലാവരും വളരെയധികം, നിങ്ങളുടെ തലമുറ ഒരുപക്ഷെ കേട്ട് കാണില്ല, ഇപ്പം നമ്മൾ ക്രിസ്മസ് കാർഡൊന്നും അധികം അയക്കുന്നില്ലല്ലോ. പഴയ കാലത്ത് എല്ലാവരും അയക്കുന്ന ക്രിസ്മസ് കാർഡുകളാണ് ക്രിസ്മസ് വരുമ്പോൾ. ഈ ക്രിസ്മസ് കാർഡിൻ്റെ കുത്തക എന്ന് പറയുന്നത് ജോസ് ആർട്സിനായിരുന്നു. കൊല്ലത്ത് ജോസ് ആർട്സ് എന്ന് പറയുന്ന ഒരു വലിയ സംഭവം ഉണ്ടായിരുന്നു. അവരായിരുന്നു ക്രിസ്മസ് കാർഡിൻ്റെ കുത്തക ഇന്ത്യ മുഴുവനും. അപ്പോൾ അതിൻ്റെ ആ ഓണറായിരുന്ന ജോസഫ് ഡിസൂസ, അദ്ദേഹം ഒരു ചെറുപ്പക്കാരൻ ആയിട്ട് വന്നിട്ട് കൊല്ലം ആശ്രമത്തിൽ ചെറിയ ജോലികളൊക്കെ ചെയ്താണ് തുടങ്ങിയത്. ഈ മനുഷ്യൻ്റെ ഈ കാലിൽ ഒരു വലിയ മുറിവ് സംഭവിച്ചു. അത് ഉണങ്ങാതെ കണ്ടു. ആ മുറിവ് എല്ലാ ദിവസവും വൃത്തിയായി ലോഷനും ഡെറ്റോളൊക്കെ ഒഴിച്ച് കഴുകി മരുന്ന് പുരട്ടി അങ്ങ് ബാൻഡേജ് ചെയ്ത് കൊടുക്കുന്നത് എല്ലാ ദിവസവും തിയോഫനച്ചനായിരുന്നു. അത് അദ്ദേഹം തന്നെ സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. ജോസഫ് ഡിസൂസ് ഇപ്പോൾ മരിച്ചു. അദ്ദേഹത്തിൻ്റെ മക്കളെല്ലായപ്പോഴും ആ പ്രസ്ഥാനം വേറെ വിധത്തിൽ കൂടി കൊല്ലം മുണ്ടക്കൽ ഭാഗത്ത് നടത്തുന്നുണ്ട്. അവരും അതിന് സാക്ഷികളാണ്. അതെല്ലാ ദിവസവും അദ്ദേഹം അവിടുത്തെ ഒരു ജോലിക്കാരനായിരുന്നു. പക്ഷെ അച്ഛൻ ചെയ്യുമായിരുന്നു. മറ്റൊരു സംഭവം ഉള്ളത്, അച്ഛൻ കോട്ടഗിരിയിൽ കുറച്ച് നാള് നമ്മളുടെ സെമിനാരിയിൽ പ്രൊഫസറായിരുന്നു. അവിടെയുള്ള വലിയ ഇടവകയിൽ, സെന്റ് മേരീസ് ഇടവക എന്ന് പറയും, അവിടുത്തെ വികാരിയായിരുന്നു. ഈ വികാരിയായിരിക്കുന്ന സമയത്ത് അച്ഛൻ ആശ്രമത്തിൽ നിന്നാണ് സൈക്കിളെ വെട്ടിക്കൊണ്ട് ഇടവകയിലോട്ട് വരുന്നത്. ആ വരുന്ന സമയത്ത് ഉച്ചക്കുള്ള ഭക്ഷണം അച്ഛൻ പാത്രത്തിൽ പാക്ക് ചെയ്ത് കൊണ്ടുവരും. ആ കൊണ്ടുവരുന്ന ഭക്ഷണം അത് പങ്കുവെച്ച് അച്ഛൻ്റെ ഒരു സാക്രിസ്റ്റനായിട്ട് അവിടെയുള്ള ആ ഒരു തമിഴനുമായിട്ട് പങ്കുവയ്ക്കും. രണ്ടുപേരും കൂടി ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കും. അതിനുശേഷം അച്ഛൻ തന്നെ ആ പാത്രം, അവൻ്റെയും പാത്രം എടുത്ത് കഴുകി വയ്ക്കും. അപ്പം അങ്ങനെയുള്ള ഒരു എളിമപ്പെടലും മറ്റുള്ളവരോടുള്ളൊരു കരുതലും അച്ഛൻ്റെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായിരുന്നു. അത് തന്നെയാണ് ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴും ഇടപെട്ട ആളുകളോട് അച്ഛൻ കാണിച്ചുകൊണ്ടിരുന്നത്. നേരത്തെ ചോദിച്ച ചോദ്യവുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ്. തിയോഫനച്ചന്റെ കബറിടം കുറച്ച് വർഷങ്ങൾക്ക് മുമ്പേ നമ്മൾ തുറന്നല്ലോ. അപ്പൊ ആ തുറന്ന സമയത്ത് അദ്ദേഹത്തിന്റെ ശരീരത്തിന്റെ അവശിഷ്ടങ്ങൾ പരിശോധിച്ച ഡോക്ടേഴ്സ് ഇദ്ദേഹത്തിന്റെ വയറിന്റെ ഒക്കെ ഭാഗം ഒക്കെ ശ്രദ്ധിച്ചിട്ട് വളരെയധികം ഉപവസിക്കുകയും ഒപ്പം തന്നെ വളരെ തപശ്ചര്യകളൊക്കെ അനുഷ്ഠിച്ചിരുന്ന ഒരു മനുഷ്യന്റെ ശരീരമാണെന്ന് അവര് സർട്ടിഫൈ ചെയ്തിട്ടുണ്ട്. അപ്പം അവര് തിയോഫനച്ചന്റെ ആ ഒരു താപസ ജീവിതം, അദ്ദേഹത്തിന്റെ ആ ഒരു മോട്ടിഫിക്കേഷൻ, അങ്ങനത്തെ ആ ഒരു ആസ്പെക്റ്റുകളെ കുറിച്ചൊക്കെ അച്ഛൻ എന്തെങ്കിലും പറയാൻ പറ്റുമോ? സൈ ചോദിച്ചത് വളരെ ഡോക്ടേഴ്സ് സർട്ടിഫൈ ചെയ്തൊരു കാര്യമാണ്. അദ്ദേഹം ഒരു വളരെയധികം ഒരു തപസ്സിൻ്റെ അരൂപിൽ ജീവിച്ച ആളാണ്. നിങ്ങൾ മ്യൂസിയത്തിൽ കയറി കാണും. മ്യൂസിയത്തിൽ കയറിയില്ലേ? മ്യൂസിയത്തിൽ അച്ഛനന്ന് അരയിൽ കെട്ടിക്കൊണ്ടിരുന്ന ചങ്ങല അവിടെ ഇരിപ്പുണ്ട്, മുൾച്ചരണ. ഇത് കണ്ടോ? അച്ഛനന്ന് തന്നെ പ്രഹരിച്ചുകൊണ്ടിരുന്ന നമ്മൾ ഡിസിപ്ലിൻ എന്ന് പറയുന്ന ആ ഒരു സാധനം അവിടെ ഇരിപ്പുണ്ട്, ചങ്ങല. അച്ഛൻ ഇതെല്ലാം ഉപയോഗിക്കുമായിരുന്നു. അല്ലാതെ കണ്ട അവിടെ ഭംഗിക്ക് വേണ്ടി അവിടെ കൊണ്ടുവന്ന് വെച്ചതല്ല. അച്ഛൻ്റെ ശരീരത്തിൽ അച്ഛൻ ഉപയോഗിച്ചിരുന്ന ആ മുൾ ചങ്ങലയും തന്നെ പ്രഹരിച്ചിരുകൊണ്ടിരുന്ന ആ ചങ്ങലയും അവിടെ ഇരിപ്പുണ്ട്. അതൊരു വശം. രണ്ടാമത്തെ ഒരു വശം, അദ്ദേഹത്തിന് സ്ഥിരമായിട്ട് രോഗമുണ്ടായിരുന്നു. ഹൈ ഷുഗർ, സ്റ്റമക്ക് ഇൻഡിസ്പോസ്, അങ്ങനെ ഒത്തിരി ബുദ്ധിമുട്ട്. അതെല്ലാം സന്തോഷത്തോടുകൂടി സഹിക്കുമായിരുന്നു. ആരോടും കംപ്ലൈൻ്റ് ഇല്ലല്ലോ. ഇത്രയും രോഗങ്ങൾ ഉണ്ടായിരുന്നപ്പോഴും ഞാൻ എപ്പോഴും ശ്രദ്ധിച്ചിട്ടുള്ള കാര്യമാണ്, അദ്ദേഹത്തിൻ്റെ ഉടുപ്പും അദ്ദേഹത്തിൻ്റെ ട്രൗസറും അദ്ദേഹം തന്നെ വാഷ് ചെയ്ത് അവിടെ വിരിച്ചിരുന്നത് ഞാൻ കണ്ടു. അല്ലെങ്കിൽ ഇത്രയും രോഗിയായിട്ടിരുന്ന ആള് ഈ ഉടുപ്പെല്ലാം വാഷ് ചെയ്ത് അതുപോലെ തന്നെ ഉപയോഗിക്കുന്ന മറ്റു ഡ്രസ്സുകൾ വാഷ് ചെയ്തിടുക അദ്ദേഹം തന്നെ ചെയ്തുകൊണ്ടിരുന്ന അവസാനം വരെ. പിന്നെ ഭക്ഷണ കാര്യത്തിൽ വളരെ പരിമിതമായിട്ടുള്ള ഭക്ഷണമേ അദ്ദേഹം കഴിച്ചുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് ആ സ്റ്റമക്ക് നോക്കിക്കഴിഞ്ഞപ്പോൾ അത് വളരെയധികം ലഘുവായിട്ടുള്ള ഭക്ഷണം കഴിച്ച ഒരു വ്യക്തിയാണെന്നുള്ള തെളിവ് അവർക്ക് കിട്ടി. തിയോളജിയനായിട്ടുള്ള ബൽത്താസറാണ് ഇങ്ങനെ പറയുക, യേശുക്രിസ്തു പറഞ്ഞ കാര്യങ്ങളോ അവൻ ചെയ്ത കാര്യങ്ങളോ ആയിരുന്നില്ല ഏറ്റവും വലിയ അത്ഭുതങ്ങൾ, അവൻ്റെ ജീവിതം തന്നെയായിരുന്നു ഏറ്റവും വലിയ അത്ഭുതം. തിയോഫനസിനെ കുറിച്ച് പറയുമ്പോഴും അത് തന്നെയാണ് പറയാനുള്ളത്.
ആ മനുഷ്യൻ അടിമുടി ഒരു അത്ഭുതമായിരുന്നു. അദ്ദേഹത്തിൻ്റെ സാന്നിധ്യവും വാക്കുകളും ജീവിതവും. ഇനിയും പുണ്യത്തിൻ്റെ പടവുകൾ ഓരോന്നായി കയറി അദ്ദേഹം ഒരു വിശുദ്ധനായി തിരുസഭയിൽ വിളങ്ങട്ടെ എന്ന് ഞങ്ങൾ ഓരോരുത്തരും ആഗ്രഹിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. വളരെ സന്തോഷം. സച്ചിൻ, വർഗീസ്, അതിന് പിന്നിൽ പ്രവർത്തിക്കുന്ന മറ്റു 2 ബ്രദേഴ്സ്, വളരെ സന്തോഷം. ദേവദാസിനെ കുറിച്ച് 2 വാക്ക് പറയുന്നതിനും എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ വളരെ ആത്മാർത്ഥമായിട്ട് തോന്നുന്ന കാര്യങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നതിനും സാധിച്ചതിന് വളരെ സന്തോഷം. നമ്മുടെ എല്ലാവരുടെയും പ്രാർത്ഥന അച്ഛൻ അൾത്താര വണക്കത്തിന് യോഗ്യനായി പ്രഖ്യാപിക്കപ്പെടട്ടെ എന്ന് മാത്രമാണ്. സന്തോഷം. താങ്ക് യു സോ മച്ച്. ഓക്കെ.